കപ്പ് കാണുന്നില്ലേ? കപ്പ് ഫോക്കസ് കപ്പ് ഈ ഫോക്കസിൽ കാണണമെങ്കിൽ എത്ര ദൂരം പോകണം കപ്പിന്ന്? കപ്പ് ഇങ്ങനെ കാണാൻ പറ്റണ്ട ഫുള്ളായിട്ട്? ഇത്ര പോകണ്ടേ? അപ്പൊ ഭൂമിനെ ഫുൾ വട്ടത്തിൽ കാണണമെങ്കിൽ എത്ര ദൂരം പോകണം? എത്ര കിലോമീറ്റർ പോകണം സഞ്ജയ്? ടെക്നോളജി പറയാം. എത്ര ദൂരം പോകണം? എത്ര ദൂരം പോകേണ്ടി വരും? അത്രയും ദൂരം പോയി കഴിഞ്ഞാൽ ഭൂമിനെ കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആകാശം നോക്കുമ്പോൾ എല്ലാ ഗ്രഹവും കാണണ്ടേ? അത്രയും ദൂരത്ത് പോയിട്ട് എങ്ങനെ ഫോട്ടോ എടുക്കണത്? അതൊക്കെ ആര് വിടാനാകെ ഫോട്ടോ? ക്യാമറ. ആക്ടർ ഷുഡ് ട്രാവൽ ഓൾ ദ വേ. എൻ്റെ സണ്ണി മനുഷ്യരുടെ പോലെ ഞാനൊരു ഭ്രാന്തനെ പോലെ അലഞ്ഞിരിക്കും. രാത്രി കിണ്ടി അന്വേഷിച്ച് നടന്നിരിക്കും. എൻ്റെ പിന്നാലെ നടന്ന് നിങ്ങൾ എന്താ കിണ്ടി അന്വേഷിച്ച് നടക്കും? രാത്രി ഉറക്കല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. കിളി പോയത് ഓക്കെ. കിളി എവിടെ നിന്ന് പോയത്? തലേന്നല്ലേ? തലയിൽ കിളിക്കിരിക്കാനാണോ തല? ഒരു പാനോ ഹീരോ വന്നിരുന്നാളുടെ പോയി നമുക്കറിയാലോ. അപ്പോൾ തലേന്ന് കിളി പോകുന്ന ആൾക്കല്ലേ ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാനോ ചിന്തിക്കാനോ പറ്റുള്ളൂ. ഇത് ആ കിളി പോകാത്തവൻ അറിയില്ലല്ലോ. അപ്പോൾ അവൻ്റെ പിന്നാലെ നടന്ന് അവനെത്ര വലിക്കണം, അവനെന്താ കുടിക്കണം, അവനെന്താ വഴിക്കുമോ? മനുഷ്യന്മാരെ കാണുമ്പോൾ മാത്രം എന്താ പെണ്ണ് ആളുകൾ അങ്ങനെ കാണുന്ന അതങ്ങനെ കാണുന്നവർക്കാണ് പ്രശ്നം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാർത്തയാണ് നിങ്ങളെപ്പോഴും കൊടുക്കണം. നിങ്ങളാണ് മാനേജ്മെൻറ്റിന് ഇഷ്ടപ്പെട്ട വാർത്തയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കൊടുത്ത് കാണിച്ചത് 2 ദിവസം സമയം തരാം, കൊടുക്കുക. നിങ്ങളെന്തായാലും ജോലി അയച്ചു പോയോ? ഇക്കണ്ട ആൾക്കാർ ലോകം മുഴുവൻ കൊറോണ വന്നിട്ട് കുത്തിവെപ്പിച്ചില്ലേ? അതിന് പ്രശ്നമില്ലേ നിങ്ങൾക്ക്? ആദ്യം മറ്റേ വൈറസിന് ഇറക്കിയിട്ട് അവരെന്നെ മരുന്നിറക്കുക. അവിടെ നിന്ന് ആ തുമ്പ് പിന്നെ ആരെങ്കിലും തിരിച്ചു വിടണം? വരും. ഈ പോയ പിന്നെ ആൾ പിന്നെ ഏത് വണ്ടിയിൽ തിരിച്ചു വരുന്നത്? മുകളില് അവിടെ നിന്ന് അവരെ പറയുന്നില്ല. പിന്നെ അവിടെ നിന്നൊരു കൈ തള്ളാൻ പോലും ആരുമില്ല. അത് 2 വ്യക്തികളല്ലേ പോയിട്ടുള്ളൂ. ആരും നീൽ ആംസ്ട്രോങ്ങും മറ്റേ മച്ചാനും. ഒരാൾ തള്ളിയെന്ന് വിചാരിക്കാം. അവിടെ നിന്ന് എന്ത് പ്രഷറിൽ ഈ സാധനം തിരിച്ചിങ്ങോട്ട് ഇങ്ങനെ വരുന്നത്? എല്ലാ പടത്തിലും നല്ല അക്ഷരസ്ഫുടതയിൽ സംസാരിക്കുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടാ? ആദ്യം ലോകം ഉണ്ടാവും തന്നെ ഇങ്ങനൊരു അത്യാഗ്രഹം തിന്നു. ആപ്പിൾ കഴിച്ചാൽ ദൈവത്തിനെ പോലെ ആകാം എന്ന് ആഗ്രഹിച്ചത്. ആപ്പിൾ കഴിക്കുക എന്നുള്ള ആഗ്രഹമല്ലേ ഉണ്ടാവാൻ പാടുള്ളൂ അല്ലേ? പക്ഷെ അവർ കഴിക്കുമ്പോൾ എന്താ ആഗ്രഹിച്ചു? ദൈവത്തെ പോലെ ആകാം. അതിലാണ് പണിവാളി. ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്ത് മനസ്സിൽ വരുന്നു അത് പറയുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും കണ്ടിരിക്കുന്നത്. സോ ഹാവ് യു എവർ ഫെൽറ്റ് ലൈക്ക് ഞാൻ കുറച്ചുകൂടെ പോളിഷ്ഡ് ആവണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ റെസ്ട്രിക്റ്റഡ് ആവണം ഈ ഒരു മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് വരുന്ന ഫിലിംസിനെ അത് ബാധിക്കും, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? വരുന്ന സിനിമകൾ അല്ലെങ്കിൽ എന്നെ അപ്രോച്ച് ചെയ്യുന്നത് ചിലപ്പം കുറയാൻ ചാൻസ്, അപ്പൊ അങ്ങനൊക്കെ ഒരു ഹെസിറ്റേഷൻ തന്നെയാണ് ഇപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ട് ആഫ്റ്റർ എവറി കോൺട്രവേഴ്സി? ഇല്ല, അതുകൊണ്ടാണല്ലോ അത് കോമഡി തരത്തിലൂടെ അവതരിപ്പിക്കണം. ഭയങ്കര സീരിയസ് ആയിട്ടല്ലോ പറയണം. മനഃപൂർവ്വമല്ല, ശരിക്കും സീരിയസ് ആയിട്ട് പറഞ്ഞാൽ എന്നെ കുന്നുകളയില്ല ഇവരൊക്കെ. ഇതിപ്പോ ആദ്യം ചാപ്ലിന്റെ പടം കാണുന്ന പോലെയാ. പിള്ളേരായിട്ട് കഴിയുമ്പോൾ വിചാരിക്കും ഇതൊക്കെ കോമഡി കാർട്ടൂണാണ് വിചാരിക്കും. കുറച്ചും കൂടി കഴിയുമ്പോൾ ഇയാൾ എന്തൊക്കെ കാണിക്കുന്നത്, കുറച്ചും കൂടി കഴിയുമ്പോൾ ഇയാൾ രാഷ്ട്രീയമാണല്ലോ പറഞ്ഞിരിക്കണം അല്ലേ? അല്ലെങ്കിൽ ചാപ്ലിനെ ഹിറ്റ്ലർ അന്നെ കുന്നുകളില്ലേ? ഹിറ്റ്ലറിന് നോക്കുമ്പോ കോമഡി അല്ലേ? അല്ല, നാച്ചുറലി ഇങ്ങനെ വരുന്നതാണ്. കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു സാധനം ചെയ്യാൻ പറ്റില്ല, കാൽക്കുലേഷൻ പോലും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ തന്നെ തിങ്ക് ചെയ്തിട്ടുണ്ടാക്കുന്നതാണ് അങ്ങനെയൊക്കെ. അതിന് വേണ്ടി ചെയ്യണതല്ല ഒന്നും, അതിന് വേണ്ടി ചെയ്യാൻ പറ്റില്ല. നമ്മൾ തന്നെ സമാധാനിക്കുന്നതാണ് ഇങ്ങനെയൊക്കെ ആലോചിച്ചത്. ഇങ്ങനെയൊക്കെ ആയിരിക്കാം എൻ്റെ നാച്ചുറലായിട്ടുള്ള പരിപാടികൾ. ഒരു സാധനം നമുക്ക് ഭയങ്കര ഗൗരവത്തിലും സീരിയസിലും നമ്മളൊരാളോട് പറയുമ്പോൾ അതിന് ഗൗരവ സ്വഭാവം വരികയും നമ്മൾ തമാശയിലൂടെയും അല്ലെങ്കിൽ കോമാളിത്തരത്തിലൂടെയും പറയുകയോ ആ കാര്യം ആൾക്കാർ ശ്രദ്ധിക്കാതെ പോവും. നമ്മുടെ ഗോഷ്ഠിത്തരത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും അതിനെ കളിയാക്കുകയും ചെയ്യും. ഇനി അതൊന്നും തിങ്ക് ചെയ്യേണ്ട ആൾക്കാർ അത് തിങ്ക് ചെയ്തോളും. എല്ലാവരും തിങ്ക് ചെയ്താലും നമുക്ക് വർക്കാവില്ലല്ലോ, മനസ്സിലായോ? അങ്ങനെ എല്ലാവരും നന്നായിട്ട് നമുക്കെന്താ കാര്യം? എല്ലാം ഞാൻ പറയാം, എല്ലാവരും ഇപ്പം നമ്മുടെ നാട്ടിൽ ക്രൈം എടുത്തു നോക്കാം. ക്രൈമുകൾ കുറയുന്നതുകൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടാകും?
എത്ര സ്ഥാപനം അടച്ചു കൊണ്ടുവരും? പണിയൊന്നുമില്ലാത്ത കോടതി, പോലീസ് അല്ലേ? അപ്പോൾ ക്രൈം ഉണ്ടായാലല്ലേ ഇവർക്കൊക്കെ വരുമാനം ഉണ്ടാവുള്ളൂ. ആണോ? വക്കീലാവാൻ പഠിക്കുന്നവരൊക്കെ എന്തിനാണ് പഠിക്കണം? ജാമ്യേ നാട്ടിൽ ക്രൈമൊന്നും ഉണ്ടാവരുത്. എല്ലാവരും നല്ല ആൾക്കാരാണ്. എന്ത് മാബലിനെ കൊന്നു, കളവുമില്ല ചതിയുമില്ല. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അയാളെ കൊന്നു കളയണ്ടേ രാജാവിനെ? നമ്മുടെ എക്കണോമിക് സ്റ്റക്കായി പോയില്ല സ്ഥലത്ത്. ഹോസ്പിറ്റൽ തുടങ്ങുന്നവരെ എല്ലാവരും പ്രാർത്ഥിക്കണം. എന്താ രാവിലെ രോഗികൾ കുറയണേ, ആർക്കും രോഗങ്ങൾ ഉണ്ടാവരുത് എന്നാണോ? എന്തിനാ ഇത്ര MBBS തന്നെ ഏറ്റവും വലിയ പ്രൊഫഷനായിട്ട് നിൽക്കണം? ഇത്രയും കാശ് കൊടുത്ത് പഠിക്കണം. എന്താ രോഗികൾ വരണം, മാരക രോഗങ്ങൾ കൊണ്ട് അവർ വലയണം. അവർ പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും അങ്ങനെ ആഗ്രഹിക്കുന്നില്ലെങ്കിലും അതുണ്ടാവുന്നതല്ലേ ആ പ്രൊഫഷൻ നല്ലത്. അപ്പം ഒരു സാധനം ഉണ്ടാവാതെ ഇരിക്കണം എന്ന് ആർക്കും ആഗ്രഹമില്ല. ഉണ്ടാവണം എന്ന് തന്നെ ആഗ്രഹം. ഉണ്ടായാലല്ലേ എല്ലാവർക്കും നിലനിൽപ്പുള്ളൂ. എൻ്റെ ട്രാൻസ്പറൻസി അല്ല ഞാൻ പറയണത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നുമായിട്ട് ഇല്ലാതെയാക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. ഇതൊക്കെ ഇങ്ങനെ തന്നെ പോകും. ഇതൊക്കെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാതും പ്രവർത്തിക്കുന്നതെങ്കിലും ഇതൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ ഇതുണ്ടാവണം. അത്ര വൈരുദ്ധ്യമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കണം, മനസ്സിലായ? അപ്പോൾ ഇതിനൊക്കെ ഇല്ലാതെയാക്കാൻ നോക്കുന്നവർ എന്നെ കണ്ണടയ്ക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്, അല്ലേ? സിനിമ തുടങ്ങുമ്പോൾ എഴുതി കാണിക്കുന്നത് എന്താ? പുക വലിക്കുന്നത്, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമെന്ന്. വിൽക്കുന്നവർക്ക് പ്രശ്നമില്ല. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമെന്ന്. ഒരാൾ വിൽക്കുന്നതുകൊണ്ടും തറക്കുന്നതുകൊണ്ടല്ലേ പിള്ളേർ ഉപയോഗിക്കണത്. പിള്ളേർ വീട്ടിൽ നിർത്തിട്ട് ഉപയോഗിക്കണമല്ലോ, ഉപ്പുമുളകൊന്നല്ലോ. അപ്പോൾ ഇത് നാട്ടിൽ ഇറക്കണവർക്ക് ഇല്ലാത്ത കുറ്റം എങ്ങനെ വലിക്കണവർക്ക് ഉണ്ടാവുക? അതാ ഞാൻ പറഞ്ഞത്, നാട്ടിൽ കിട്ടണ സാധനമൊക്കെ തന്നെയാണ് അടിക്കണത്, അല്ലാതെ ഞാൻ വീട്ടിൽ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ നമ്മളൊരു സാധനം ഇല്ലാതെയാക്കണമെങ്കിൽ അതെവിടെ നിന്ന് വരുന്നു, ആരിറക്കുന്നു, അതില്ലാതെയാക്കണ്ടേ? അതിറക്കാതെ പിള്ളേർ വാങ്ങി വലിച്ചവരെ പേടിപ്പിച്ചൊരു കാര്യം ഉണ്ടാകും. അപ്പോൾ അതാ വേണം, നമ്മുടെ നാട്ടിലൊരു സാധനം ഇല്ലാതെയാവണമെങ്കിൽ അത് വിചാരിക്കേണ്ടവർ അങ്ങനെ വിചാരിക്കണം. അവരെ കൊണ്ട് വിചാരിക്കാനും പറ്റില്ല, അങ്ങനെ നടക്കൂല്ല. അങ്ങനെയാകുമ്പോൾ വേറൊരു തീവ്രവാദി ആക്രമണത്തിലൊരു പോലീസുകാരൻ മരിച്ച പോലെ ആവില്ലേ? ബോംബെയിലെ കഥ കേട്ടല്ലേ? ഞാൻ എന്തൊക്കെ മനസ്സിലായ ആരാണ്? അത് താജില് ആരൊക്കെ മരിച്ചതില് തീവ്രവാദികൾ അറ്റാക്ക് ചെയ്ത് പോയല്ലേ? കൊല്ലണ്ടവരൊക്കെ കൊന്നു പുള്ളി. അതിൻ്റെ കുറച്ച് നാട്ടുകാർ. ഞാൻ ചോദിക്കുന്നത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഇങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യണം, അല്ലെങ്കിൽ നാച്ചുറലി വരുന്നതാണ് ഷൈന്. പക്ഷെ എല്ലാവരും ചർച്ച ചെയ്യുന്ന കാര്യമാണ്. അത് സീരിയസ് ആയിട്ട് അവതരിപ്പിച്ച ആളുകൾ ഡിസ്മിസ് ചെയ്യുന്നുള്ളതുകൊണ്ടാണോ ഇങ്ങനെ? സീരിയസ് ആയിട്ട് മനഃപൂർവ്വമല്ല, ഇത് എൻ്റെ ശൈലിയായിരിക്കും ചിലപ്പോൾ. ഇപ്പൊ സഡൻലി യു ട്രാൻസ്ഫോം. കുറച്ചു നേരം മുമ്പ് ഷൈൻ എങ്ങനെയായിരുന്നു ആ ഷൈൻ അല്ല നമ്മളിപ്പോ വീട്ടിലൊരു പുതിയൊരാൾ വരുമ്പോൾ എങ്ങനെ തലകുത്തി മറിയണ കൊച്ചാണെങ്കിലും ആദ്യം മുക്കിൽ കയറി ഇരിക്കില്ലേ? കുറച്ച് കഴിയുമ്പോൾ അയാളുടെ തലയിൽ കയറിയിരിക്കും. അതങ്ങനെ നാച്ചുറലി അങ്ങനെയേ സംഭവിക്കുള്ളൂ. പെട്ടെന്ന് ഒരു സ്ഥലത്ത് കയറി നമുക്കൊന്നും, പിന്നെ നിങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ നമുക്ക് സിനിമയിൽ അഭിനയിച്ച എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു പരിചയമില്ലാത്ത ലൊക്കേഷനിൽ കയറി നിന്നിട്ട് നമ്മൾ പെർഫോം ചെയ്യണം. തെലുങ്കിലൊക്കെ പോയി ചെന്ന് പെർഫോം ചെയ്യുന്ന സമയത്ത് ചമ്മൽ ഉണ്ടെങ്കിൽ കൂടി നമ്മൾക്കത് കുറച്ച് എക്സ്പീരിയൻസ് ആയതുകൊണ്ട്, ഇത്ര പടങ്ങൾ കഴിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ജയചേട്ടനൊക്കെ വന്നിട്ട് പെട്ടെന്ന് അങ്ങനെ ആവുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ? അത് എക്സ്പീരിയൻസ്, അതിനാണ് എക്സ്പീരിയൻസ് വേണം. ഒരു സ്ഥലവുമായിട്ടുള്ള പരിചയപ്പെടൽ, അതാണ് എക്സ്പീരിയൻസ്. അതാണ് നമ്മൾ ഓരോ പടം കഴിയും തോറും നമുക്ക് കിട്ടുന്നത്. അതെനിക്ക് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ സ്ഥലത്ത് എന്തൊക്കെ നടക്കും, എന്തൊക്കെ ആളുകൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് എനിക്ക് പെർഫോമൻസ് കുറച്ചും കൂടി ഈസിയാണ്. പെട്ടെന്ന് ഒരാൾ കയറി വന്നിട്ട് അവിടെ പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ പെർഫോം ചെയ്യുന്നവരുണ്ടാവും. മണിച്ചേട്ടനി, ചേരാമേട്ടനി, ഈ സ്റ്റേജിൽ നിന്ന് വരുന്ന ആളുകൾ, മിമിക്സ് കളിച്ച് വരുന്ന ആളുകളുടെ അവരുടെ കോമഡി കൊണ്ട് കയ്യടി കിട്ടുന്ന ആളുകൾ, അവർക്കൊക്കെ ഈസി ആയിരിക്കും. പക്ഷെ മമ്മൂക്കാനെ പോലുള്ളവരോ മോഹൻലാലിനെ പോലുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ സ്റ്റേജ് പെർഫോമേഴ്സ് അല്ല, അവർ ആക്ടേഴ്സാണ്. അവർ സ്ലോലി ഉണ്ടാവുള്ളൂ, അല്ലാതെ ഇടം മുന്നോട്ടുണ്ടാവില്ല. അവർ ഇവിടെ മുന്നോട്ട് പോവില്ല.
മറ്റവർക്ക് അങ്ങനെ സംഭവിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും. അവർ ആ ഓരോ പടിയും മെല്ലത്തുനിന്ന് പയ്യത്തുനിന്ന് പല നിന്ന ഭൂമിയിൽ നിന്ന് പറഞ്ഞ പോലെ പോകും. കരിയർ വൈസ് തന്നെ ഷൈൻ്റെ കരിയർ വൈസ് നോക്കിയാൽ തന്നെ ഇപ്പം ഞാനൊരു 3 കൊല്ലം മുന്നേ ജാവ ഇറങ്ങിയ സമയത്ത് ഷൈനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. ആ സമയത്ത് സ്മാർട്ട് ഫോൺ ഇല്ല പുള്ളിക്ക്, ഉണ്ടായിരുന്നില്ല ആ ഒരു കാലഘട്ടം. ഫോണില്ല, ഒരു ചെറിയ മറ്റേ ആ ഫോണും ഒന്നും സംസാരിക്കുന്നില്ല. ഭയങ്കര മീഡിയ ഷേ പോലെയാണ് തോന്നിയത്. വളരെ ഞാൻ ഇങ്ങനെ അടുത്തൊക്കെ ഇരുന്നിട്ടാണ് ഓരോന്ന് കേൾക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് വളരെ ഒരു കഴിഞ്ഞ ഒരു 1-2 കൊല്ലത്തിനിടയ്ക്ക് കാണുന്നത് അതാണ് ഞാൻ പറയാം, ഓരോരുത്തർക്ക് സംസാരിക്കേണ്ട സമയമുണ്ടല്ലോ. അങ്ങനെ ഒരു ആ സമയത്താണ് നമുക്ക് സംസാരിക്കാൻ പാടുള്ളൂ. അന്നത്തേക്കാളും കുറച്ചും കൂടി പടങ്ങൾ ആളുകൾ എൻ്റെ കാണുകയും എൻ്റെ ക്യാരക്ടറിലൂടെ റീച്ചായി. ഇപ്പം എനിക്കൊരു വീടിൻ്റെ അടുക്കളയിൽ കയറി ചെല്ലാം അവർ സ്വീകരിക്കും. പക്ഷെ അന്ന് അങ്ങനെയായിരുന്നില്ല. ചിലപ്പോൾ ആരാണ് എന്താണെന്ന് ചോദിക്കും. സ്വീകാര്യത കൂടിയതല്ല, സ്വീകാര്യത എപ്പോഴും അതിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെ ആളുകൾ അറിയുന്ന ഒരാളാകുമ്പോൾ നമുക്ക് ഇപ്പോൾ പറയാൻ കുറച്ചും കൂടി ഓപ്പണായിട്ട്, അല്ലെങ്കിൽ നാഷണൽ ഡയറക്ടറായിട്ട് വന്ന സമയത്ത് തന്നെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്നെ അധിക പ്രസംഗി എന്ന് പറയും, അല്ലെങ്കിൽ ആദ്യമായിട്ട് അഭിനയിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ അധിക പ്രസംഗി എന്ന് പറയും. ആരും കേൾക്കൂല. അപ്പോൾ നമ്മൾക്ക് ഒരാൾ സംസാരിച്ച് തുടങ്ങാനാണെങ്കിലും പ്രവർത്തിച്ച് തുടങ്ങാനാണെങ്കിലും ഓരോരോ സമയങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ കർത്താവിനാണെങ്കിലും ഉണ്ടല്ലോ, ജനിച്ച് എൻ്റെ 12-ാം വയസ്സിൽ ദേവാലയത്തിൽ പ്രസംഗി കൊച്ചായ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേട്ട് അവർ വിട്ടു വൈദികന്മാർ. പിന്നീട് പുള്ളി 30-ാം വയസ്സിലേ വന്നുള്ളൂ. അതിൻ്റെ ഇടയിലെങ്ങാനും വന്നിരുന്നെങ്കിൽ പുള്ളിനെ ഓടിച്ചു വിടില്ലേ. അപ്പോൾ പറയാൻ പറ്റുന്നൊരു സമയം ഉണ്ടാവുമല്ലോ എല്ലാവർക്കും. ആ സമയത്ത് അവർ പറയാൻ പാടുള്ളൂ, ആ സമയത്ത് പറഞ്ഞിട്ട കാര്യമുള്ളൂ. അപ്പോൾ തുടക്കത്തിൽ വരുന്ന പോലെ ആയിരിക്കില്ല എന്തായാലും. കുറച്ചും കൂടി കഴിഞ്ഞ് ആളുകൾ കുറച്ചും കൂടി പടം കണ്ട് ഇഷ്ടപ്പെട്ട് അവരുടെ ഉള്ളിൽ ക്യാരക്ടേഴ്സായിട്ട് നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി സ്വീകാര്യത ഉണ്ടാവും. അപ്പോൾ കുറച്ചും കൂടി ഓപ്പൺ ആവും. നമ്മൾ ഓപ്പൺ ആവുന്നത് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്ന എനർജിയിലാണ്. അപ്പോൾ ഇപ്പം ഞാൻ സ്റ്റേജിൽ വരുന്ന സമയത്ത് തന്നെ അറിയുന്ന ആളുകളുണ്ട്. കുറച്ചും കൂടി കാണുമ്പോൾ ഒരു ബഹളം വരും. ആദ്യം ആ ബഹളമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഒന്നും ഓപ്പൺ ആവില്ല. അപ്പോൾ ആ പുറത്ത് നിൽക്കുന്ന ആളുകളുടെ ആ റെസ്പോൺസാണ് നമ്മൾ ഓപ്പൺ ആക്കുന്നത്. അതാണ് മൈക്കൽ ജാക്സൺ ആണെങ്കിലും ഷാറുഖ് ഖാനാണെങ്കിലും ഒക്കെ സ്റ്റേജിൽ കയറുമ്പോൾ കിട്ടണത്. എല്ലാതും 24 മണിക്കൂർ ഓണാക്കി നിർത്തുന്ന ഒരു ഡ്രഗും കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെയാണ് ഡ്രഗ് കമ്പനിക്കാർ പൊട്ടി പോയില്ലേ. അങ്ങനത്തെ ഡ്രഗ് നമ്മൾ ചെയ്യണ പണി മാത്രമേ ഉള്ളൂ. ചെയ്യുന്ന പണിയിൽ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ നിന്ന് കിട്ടുന്ന ആ എന്താ പറയുക, അതിൽ നിന്ന് കിട്ടുന്ന എനർജി അത് ഞാൻ ചെയ്യുന്നൊരു പരിപാടി ആളുകളിലേക്ക് എത്തുന്നു, ആളുകൾക്കത് രസിക്കുന്നു എന്ന് പറയുന്ന സാധനം നമ്മൾ തിരിച്ചറിയാൻ നേരിട്ടിട്ട് അപ്പം നമ്മൾ ഓപ്പൺ ആകും. ആ സമയങ്ങളിൽ നമുക്ക് കൂടുതൽ വ്യത്യാസം ഉണ്ടാകും സാധാരണ ആളുകളിൽ നിന്ന്. നമുക്ക് എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാം, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ഓപ്പൺ ആവും. ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ആ ഓപ്പൺ സാധനം കിട്ടുന്നുണ്ട്, പക്ഷെ അത് സ്ഥിരമായിട്ട് കിട്ടില്ലല്ലോ. അതതിന് ഉപയോഗിക്കണം. അല്ലാതെ വരുന്നത് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്നുള്ളതാണ്. നമുക്ക് ചെയ്യാൻ നാളെയും ജോലിയുണ്ട്, നമുക്ക് നല്ല നല്ല പടങ്ങളുണ്ട്, അല്ലെങ്കിൽ നല്ല നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട്, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ആളുകൾക്ക് ഇഷ്ടപ്പെടും എന്ന് പറയുന്നതൊക്കെയാണ് നമ്മളെ എന്ത് നാലടിച്ചാലും മൈൻഡിൽ വർക്ക് ചെയ്യണമല്ലോ. ഇതൊക്കെ മൈൻഡിൽ വർക്ക് ചെയ്യും. നമ്മളിപ്പോൾ സെക്സിൻ്റെ കാര്യം തന്നെ എടുത്തു. ഏറ്റവും വലിയ എനർജി ഉണ്ടാവുന്നത് സെക്സിൽ നിന്നാണ്. ഒന്നും വേണ്ട, ജീവൻ ഉണ്ടാവുള്ളൂ. നമ്മളൊക്കെ ഉണ്ടായി വന്നിട്ടുള്ളത് ആ പ്രവൃത്തിയിൽ നിന്നാണ്. ഉണ്ടായതിനു ശേഷം നമ്മളതിനെ മോശമായിട്ട് കാണെങ്കിലും എല്ലാവരും ഇപ്പോഴും ഉണ്ടാവണം. അത് നിന്നാണ്, വേറൊരു മാർഗ്ഗം ഉണ്ടായിട്ടില്ലല്ലോ. പുറത്തെടുത്ത് അത് ഉണ്ടാക്കുകയാണെങ്കിലും അത് ഉണ്ടാവണ്ടേ. അതല്ലാതാണ് ഉണ്ടാവുള്ളൂ, ദ്രവങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതേപോലെയാണ്. ഷൈനിനെ കുറിച്ച് ഇപ്പോ അങ്ങനെ ഓപ്പൺ ആവുന്ന സമയത്ത് പല ആളുകളും മോശം കമന്റുകൾ കിളി പോയതാണെന്ന് പറയും. അപ്പോ അത് ഷൈനിനെ ബാധിക്കില്ലേ? എനിക്ക് ബാധിക്കില്ല. ഞാനപ്പോൾ ആലോചിക്കും എന്താ കിളി പോയത്. ഓക്കെ, കിളി എവിടെ നിന്ന് പോയതാണ്? തലേന്നല്ലേ? തലയിൽ കിളിക്കിരിക്കാനാണോ തല? ഒരു പാനോ ഹീരോ വന്നിരുന്നാളുടെ പോയി നമുക്കറിയാലോ അല്ലേ? അപ്പോൾ തലേന്ന് കിളി പോകുന്ന ആൾക്കല്ലേ ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാനോ ചിന്തിക്കാനോ പറ്റുള്ളൂ. ഇത് ആ കിളി പോകാത്തവൻ അറിയില്ലല്ലോ. അല്ല, അത് കിളി പോയത് മാത്രമല്ലല്ലോ. കിളിയാണ് തലയിൽ കിളിക്കുന്ന ബന്ധം. അതല്ല, ഈ കഞ്ചാവ് ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ളതുണ്ടാവും. സംഭവം കഞ്ചാവിനല്ല പിടിച്ചു, കൊക്കൈനിന്. അത് അവന് മനസ്സിലായിട്ടില്ല.
ഇങ്ങനെ ഒരു പാസ്റ്റ് ഉള്ളത് കൊണ്ട് ഷൈനിന് കുറച്ചും കൂടി ബുദ്ധിമുട്ടാവില്ലേ? എന്തുകൊണ്ട് ഇങ്ങനെ ആളുകൾ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആൾക്കാർ എന്തായാലും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണോ? ഇപ്പോൾ ഒരാൾ കള്ളുടിച്ച് മരിച്ചു കഴിഞ്ഞാൽ കള്ളുടിച്ച് മരിച്ചെന്നല്ല പറയാം അല്ലേ? കള്ളുടിച്ചിട്ടാണോ മരിക്കണത്? അവൻ എന്തുകൊണ്ടാണ് മരിച്ചത്? ഒരാൾ ഒരു സാധനം ഇവിടെ ഉപയോഗിക്കുന്നതുകൊണ്ടും അവർ ശീലം കൊണ്ടല്ല മരിക്കുന്നത്. ഒരു കാരണമുള്ള മരിക്കണുള്ളൂ, ജനിച്ചുകൊണ്ട് മാത്രം അല്ലേ? ജനിക്കാത്തവനും മരിക്കാൻ പറ്റില്ല. ജനിച്ച ആൾ മരിക്കണ്ടേ? അതിന് എന്തുപയോഗിച്ചാലും എന്തുപയോഗിച്ചില്ലെങ്കിലും ഒരു സമയം കഴിയുമ്പോൾ പോകണ്ടേ? അപ്പോൾ ഇത് ഉപയോഗിക്കുന്നവനെ ഉപയോഗിക്കാത്തവൻ കുറ്റം പറയും, മറ്റവൻ അവനെ തിരിച്ചും കുറ്റം പറയും. ഇത്രയല്ലേ നടക്കുള്ളൂ അല്ലേ? ഒരു ഉപയോഗിക്കാത്ത ഒരാൾ നല്ല ആളാവോ? ഇല്ല. ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരാൾ മോശം ആളാവോ? ഇല്ല. ഉണ്ടാ? അപ്പോൾ കഞ്ചാവ് എന്ന് പറയണ സമയത്ത് ഇവരെന്താ ചെയ്യുക? അപ്പോൾ ഇവർ വിശ്വസിക്കുന്നത് ദൈവം വന്നു കഴിഞ്ഞാൽ ദൈവത്തിനെ അറസ്റ്റ് ചെയ്യും അവർ. ദൈവം സൃഷ്ടിയിൽ പെട്ടാലും ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഉപജ്ഞാതം അല്ലെങ്കിൽ ടോട്ടലായിട്ട് റൺ ചെയ്യണ പുള്ളിയാണെന്ന് പറഞ്ഞാൽ പുള്ളിനെ അറസ്റ്റ് ചെയ്യുമോ? ഞാൻ എൻ്റെ വീട്ടിൽ പോക്കറ്റിലുണ്ടാക്കി വളർത്തിയല്ലോ, ഭൂമിയിലുള്ളല്ലേ ഈ ചെടികളൊക്കെ അല്ലേ ഈ കഞ്ചാവെന്ന് പറഞ്ഞ സാധനം. അപ്പോൾ അതാരെ സൃഷ്ടിച്ചത്? ഇവൻ വിശ്വസിക്കുന്ന ഇവൻ്റെ ഏകദൈവം അല്ലേ? അപ്പോൾ ദൈവത്തിനെതിരെ പരാതി കൊടുക്കുമോ? അറസ്റ്റ് ചെയ്യുമോ? അറസ്റ്റ് ചെയ്യില്ല, കൊല്ലുക വരെ ചെയ്യും. ഇവർ പറയുന്നതിൽ എന്താ കാര്യം? ഇപ്പം നമ്മൾ പറയും നമ്മൾ ചെറുപ്പം മുതൽ കുടിച്ച സെർലാക്ക് ക്യാൻസറിന് കാരണമാകും ഇല്ലേ? അങ്ങനെ വന്നിട്ടുണ്ടോ പഠനം? ഇല്ല. അറിയോ? എന്ത് സംഭവം? മോസ്റ്റ് ഓഫ് ദ ഡിസീസസ് കം ഫ്രോം ദ ഫുഡ് ഹാബിറ്റ്സ് ഓഫ് മാൻ. ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ശതമാനം വളരെ കുറവാണ്. നമ്മൾ കഴിക്കുന്ന പച്ചക്കറി, ഫ്രൂട്ട്സ് ഇതൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല സാധനങ്ങൾ. ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉണ്ടാകും സ്ത്രീകളിൽ. ക്യാൻസർ ഉണ്ടാവുന്നതാണെങ്കിലും ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങളാണെങ്കിലും ഇതൊന്നും ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണെന്നല്ലാട്ടോ പറയണത്. എവറി പ്രൊഫഷൻ ഹാവ് ദെയർ ഓൺ ഫ്രീഡം എന്ന് കേട്ടിട്ടുണ്ടോ? വൈൻ ടേസ്റ്റേഴ്സിനെ കുട്ടി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? രാവിലെ മുതൽ വൈൻ അടിച്ചുകൊണ്ടിരിക്കും. അവൻ്റെ പണി അതാ വൈൻ ടേസ്റ്റർ, അല്ലെങ്കിൽ അവന് പണി പോവും. അവനെ പറ്റി കുറ്റം പറയാൻ പറ്റില്ല. രാവിലെ വൈൻ അടിച്ചുകൊണ്ടിരിക്കുക. സ്പിറ്റ് ദ വൈൻ ആണെങ്കിലും കുടിക്കണ്ടേ? തുപ്പുന്നുണ്ടോയെന്ന് അറിയില്ല നമുക്ക്. ഈ സാധനം ഇവിടെ നിന്ന് അങ്ങോട്ട് എത്തണ്ടേ ടേസ്റ്റ് ചെയ്യാൻ. പിന്നെ ബോഡി ബിൽഡേഴ്സ് ദേ വാണ്ട് ടു യൂസ് സ്റ്റിറോയിഡ്സ്, പ്രോട്ടീൻസ്. ഇതൊക്കെ നല്ലതാണ് ബോഡിക്ക്. രാവിലെ സ്കൂളിൽ പോയി പഠിപ്പിക്കണം മാഷ് ഇതൊക്കെ ഉപയോഗിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ അവൻ്റെ പ്രൊഫഷനിൽ അവനെ ചെയ്യണ്ടേ? അങ്ങനെ ഓരോ പ്രൊഫഷനും. ഖനികളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൊക്കൈൻ കൊടുക്കുമായിരുന്നു. എന്തിനാ? കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാൻ ഇല്ലേ? വായിച്ചിട്ടുണ്ടോ? ഈ സ്വർണ്ണഖനികളിൽ വർക്ക് ചെയ്യുന്നവർക്കേ പെട്രോളിയത്തിൻ്റെ ഒക്കെ വർക്ക് ചെയ്യണവർക്ക് അത് കിട്ടിയിട്ട് വേണം രാജ്യം പുരോഗതി. അവർ ചെയ്യുന്നതിന് പ്രശ്നമില്ല. പട്ടാളക്കാർക്ക് മഞ്ഞ് ശൈത്യത്തിലൊക്കെ നിന്ന് കൊടുക്കും. ഹിറ്റ്ലർ പടയാളികൾക്ക് ഒക്കെയും കൊടുക്കും. രാത്രി ഉറക്കമൊഴിച്ച് നിന്ന് വർക്ക് ചെയ്യാൻ. അവർക്ക് വീരചക്രം കിട്ടില്ലേ രാജ്യസേവനത്തിനുള്ളത്? സോ എവരി പ്രൊഫഷൻ ഹാവ് ദെയർ ഓൺ തിങ്. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഈ കണ്ട പ്രൊഫഷനൊക്കെ കാണിക്കുന്ന ആൾക്കാരെ ആണ് ആക്ടേഴ്സ് ഈസ് ലൈക്ക് ദാറ്റ്. ഞാൻ ഒരു ആക്ടറായിട്ട് സിഗരറ്റ് വലിക്കാൻ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്നെ കളിയാക്കില്ലേ? കള്ള് കുടിച്ച സീൻ അഭിനയിച്ചില്ലെങ്കിൽ കളിയാക്കില്ലേ? സാധനമാണ് നോട്ട് ചെയ്യണ സീൻ അഭിനയിച്ചിട്ട് വർക്കായില്ലെങ്കിൽ കളിയാക്കൂലേ? കഞ്ച കഴിച്ചാൽ അയ്യോ താമരാന്ന് പറഞ്ഞിട്ട് പൊന്തിച്ച് പോയ കളിയാക്കൂലേ? അപ്പോൾ ഇയാൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? ആക്ടർ ഷുഡ് ട്രാവൽ ഓൾ ദ വേ. എൻ്റെ സണ്ണി മനുഷ്യതള്ള പോയി ഞാനൊരു ഭ്രാന്തനെ പോലെ അലഞ്ഞിരിക്കും. രാത്രി കിണ്ടി അന്വേഷിച്ച് നടന്നിരിക്കും. എൻ്റെ പിന്നാലെ നടന്ന് നിങ്ങൾ എന്താ കിണ്ടി അന്വേഷിച്ച് നടക്കുക? രാത്രി ഉറക്കല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. നിങ്ങൾക്ക് മാധ്യമ സ്വാതന്ത്ര്യമില്ലേ ഒരു സ്ഥലത്ത് പോയിട്ട് ഓരോ കാര്യങ്ങൾ അന്വേഷിക്കുക? അതുപോലെ ആക്ടർ ആവാനും ആർട്ടിസ്റ്റിനും അതിൻ്റെതായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. അപ്പോൾ അവൻ്റെ പിന്നാലെ നടന്ന് അവനെത്ര വലിക്കണം, അവനെന്താ കുടിക്കണം, അവനെന്താ വഴിക്ക് പോകും, ഈ വഴിക്ക് പോകുമെന്ന് പറയുന്നവർക്ക് ഒരു പണിയില്ലാത്തതുകൊണ്ടല്ലേ? അവരടിക്കണ്ടേ? പണ്ട് അവൻ കലാകാരനാണ്, അവനെ വിട്ടേക്ക് പറയണത് ബുദ്ധിയും ബോധമില്ലാത്ത ആൾക്കാരായിരുന്നോ? ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കംപ്ലൈൻ്റ് ആണ്. നമുക്ക് നാട്ടിലടിക്കാൻ സാധനം കിട്ടുന്നില്ല ഇപ്പോൾ ബാക്കി എല്ലാവരും അടിച്ചിട്ട്. This is good for actor. മാത്രമായിട്ട് പോകുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റോയ് എന്ന് പറഞ്ഞ കൂടുതൽ എക്സെൻട്രിക് ഇല്ലല്ലോ. ഞാനൊരു 4 പടം പറയാം. അപ്പൊ അതിനകത്ത് ഏകദേശമൊക്കെ നീലവെളിച്ചം, ലൈവ്,
ലൈവിൽ എക്സെൻട്രിക് ഇല്ല, മാധ്യമപ്രവർത്തകനാണ്. മാധ്യമപ്രവർത്തകനാണ്. എക്സെൻട്രിക് ആവണത് എപ്പോഴാ? അയാളുടെ ആ ക്രൂവൽ സാധനം പുറത്ത് വരുമ്പോൾ എല്ലാവരും എക്സെൻട്രിക് ആയിരുന്നു. അതാരും കാണിക്കുന്നില്ല എന്നതുള്ളൂ. കുമാരിയിലത്തെ ക്യാരക്ടർ ആദ്യം ഭയങ്കര സൈലൻ്റ് ആവും പുള്ളി, പക്ഷെ ആവണ സമയത്ത് ആവുള്ളൂ. ദർ ഈസ് ഓൾവേസ് ട്രാൻസ്ഫോർമേഷൻ ചെയ്തത്, അല്ലാതെ ആദ്യം മുതലേ പോലെ ആക്കണമല്ല. ഈ ഒരു ഓഫ് സ്ക്രീനിൽ കാണുന്ന ഷൈൻ ഓൺ സ്ക്രീനിലേക്ക് വരുന്നുണ്ടോ എന്നൊരു ആ ആളെന്നല്ലേ ഇത് ചെയ്യണത്. മോഹൻലാലിന്റെ എല്ലാ ആക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആക്ടർ എന്ന് പറഞ്ഞിട്ട് അവാർഡ് കൊടുത്ത എല്ലാവരും ആക്ടറും ഒരു പടത്തിൽ തോളി എഴുന്നിട്ടല്ലേ അഭിനയിച്ചത് അല്ലേ? ലൈൻ ബ്ലർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ആക്ടറിനെ എടുത്ത് നോക്കിയാലും ഒരേപോലത്തെ ടൈപ്പ് കഥകൾ ചെയ്തിട്ടുണ്ടാവില്ലേ, ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടാവില്ലേ. ഇപ്പോൾ നിങ്ങൾ മൈന്യൂട്ടായിട്ട് നോക്കുന്ന സമയത്ത് അതിലെന്തെങ്കിലും ഒരു വ്യത്യാസം കാണാം. ഈ പറഞ്ഞ ലൈവിലുള്ള ആളെപ്പോലെയാണോ കുമാരിയിലെ ആളിരിക്കണത്? നോക്കിയേ, കാലഘട്ടമല്ല, കാഴ്ചക്ക് അവരുടെ മാനറിസത്തില്. പിന്നെ ഏതാ ക്യാരക്ടർ പറഞ്ഞേ? നീല വെളിച്ചെടുത്ത ആൾ അതേപോലെയാണ് ഇരിക്കുന്നത്. പിന്നെ എൻ്റെ കൈയും കാലും കണ്ണും തലയും വെച്ചിട്ടല്ലേ ഇതെല്ലാം ചെയ്യണത്. എന്തെങ്കിലും മാച്ച് ഉണ്ടാവണ്ടേ? ഇതൊക്കെ രാത്രിയും പകലും ഒരു പടം എന്ന് പറഞ്ഞ് ചെയ്യണ ഹോളിവുഡിലെ പോലെ ഒരു 3 വർഷം എടുത്തിട്ട് ക്യാരക്ടർ ചെയ്യണമല്ല. രാത്രി പോയിട്ട് ഭീഷ്മ ചെയ്യും, ഇവിടെ വന്നിട്ട് അവിടെ പോയിട്ട് ബീസ്റ്റ് ചെയ്യും, ഇവിടെ വന്നിട്ട് ഭീഷ്മ ചെയ്യും, അതിൻ്റെ ഇടയിൽ 12 ചെയ്യും. അപ്പോൾ നമ്മൾ കൊടുക്കാവുന്ന ഡീറ്റെയിൽസൊക്കെ ഇപ്പം നമുക്ക് അങ്ങോട്ട് വേണ്ടത് അറ്റ്ലീസ്റ്റ് നമുക്കെങ്ങനെ കണ്ടാൽ തിരിച്ചറിയണം. നമ്മുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അത് ഏത് പടത്തിലാണ്. ഇവിടെ ഫോട്ടോ കണ്ടാൽ പോലും ഇത് ഏത് പടത്തിലാണെന്ന് മനസ്സിലാവുന്നില്ലേ? കാരണമാണെന്നല്ല, ഹെക്ടിക് ഷെഡ്യൂളിലൂടെ അല്ല, അത് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഒരു ദിവസം 2 പടം ചെയ്യണം. രാത്രി ഒരു സ്ഥലത്ത് പോയിട്ടും രാവിലെ ഒരു പടം. അതിൽ എനിക്ക് മാക്സിമം കൊണ്ടുവരാൻ പറ്റുന്ന ഡിഫറൻസ് ഞാൻ കൊണ്ടുവരും. പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അതെല്ലാം ഒരേപോലെ ഇരിക്കുമെങ്കിലും ഇപ്പം ചൈനക്കാരെയും ജപ്പാൻകാരെയും കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയോ വ്യത്യാസമില്ല. അവർക്ക് കുറച്ചും കൂടി സൂക്ഷിച്ച് നോക്കിയാൽ മതി. അതായത് നമ്മുടെ കുറ്റങ്ങൾ നോക്കണം, അത്ര നോക്കണ്ട, ചെറുതായിട്ട് ക്യാരക്ടേഴ്സിൽ വ്യത്യാസമില്ലേ? കുമാരിയിലും ഈ ക്യാരക്ടേഴ്സ് അല്ല, ലുക്ക് വൈസ് ആണെങ്കിലും മാനറിസങ്ങളാണെങ്കിലും അവരുടെ ആ ക്യാരക്ടർ അത് ഇപ്പൊ ആ കഥയ്ക്ക് അനുസരിച്ചല്ലേ നമ്മൾ ചെയ്യണത്. തേടി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വരുന്നതിനല്ലേ ഞാൻ ചെയ്യാം, അല്ലാതെ എനിക്ക് മമ്മൂട്ടിയുടെ റോള് കാണുമെന്ന് പറഞ്ഞാൽ ശരിയാവോ? ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കുറച്ച് റോയൽ കണ്ടപ്പോൾ അങ്ങനെയായിരുന്നില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് വന്നത്? ആ സമയത്ത് വന്നിട്ടുള്ള എക്സെൻട്രിക് ഇതുകൊണ്ട് തോന്നുന്നു. ചിലപ്പോൾ അങ്ങനെ അവർക്ക് കാണുന്നതുകൊണ്ടാണെങ്കിലും കാണുന്നില്ലെങ്കിലും നമ്മൾ അങ്ങനത്തെ റോള് വരുമ്പോൾ അതിനെ എത്രത്തോളം ഡിഫറെൻ്റ് ആക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പടം എടുക്കുന്നതിന് സെലക്ഷൻ പ്രോസസ്സൊന്നുമില്ല. നമ്മളെ കൂടുതലും അവരാണ് വന്ന് വിളിക്കണം. ഈ പറഞ്ഞ പടങ്ങളൊക്കെ അവർ നമ്മൾ വന്ന് വിളിച്ചിട്ടുള്ള പടങ്ങളാണ്. റോൾ ചൂസ് ചെയ്യാൻ എന്തെങ്കിലും ക്രൈറ്റീരിയ, എന്തെങ്കിലും കാരണം ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് സ്കോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ടീമിനോട് എനിക്ക് വർക്ക് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഇല്ല? നമ്മൾ നായകന്മാരായിട്ട് ചെയ്തിരുന്ന എല്ലാവരും നന്മയല്ലേ ചെയ്യണം എപ്പോഴും. അപ്പം എന്താ അങ്ങനെ ചോദിക്കാത്ത നിങ്ങൾ? എന്താ എപ്പോഴും റൊമാൻസ് ചെയ്യണമെന്ന് ചോദിക്കാത്തത്? എന്താ വ്യത്യാസമായാലും ഇപ്പം നമ്മൾ റൊമാൻസ് ചെയ്യുന്ന ആളുകൾ റൊമാൻസ് മാത്രമല്ലേ ചെയ്യണത്. എന്താണ് അതിൽ വ്യത്യാസം? അവർക്കത് മാത്രമല്ലേ വരണം. ഇപ്പോൾ പോലീസ് ആവണമെങ്കിൽ പോലീസ് മാത്രമല്ല ആവണം അല്ലേ? നന്മ ആയിട്ട് ചെയ്യുന്നവർ നന്മ മാത്രമല്ലേ ചെയ്യണം. എന്തങ്ങനെ? അത് എക്സെൻട്രിക് ആയിട്ട് ചെയ്യുന്നവർ എന്തുകൊണ്ട് എക്സെൻട്രിക് റോള് മാത്രം കാര്യം ചെയ്യണം? ക്യാരക്ടേഴ്സിൽ നമ്മൾ ഡിഫറൻസ് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നതിനനുസരിച്ചല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വരാത്തതിന് സാധനത്തിനെ കുറിച്ച് നമ്മളെങ്ങനെ ചെയ്യും? ഇങ്ങനെ ചെയ്തിട്ടല്ലേ നമുക്ക് അങ്ങനെയുള്ള അവസരം കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഉദയടി നവോദയടി മക്കളല്ലല്ലോ. പൊന്നാനിയിലുള്ള മണ്ണെണ്ണ കച്ചവടം പറഞ്ഞാൽ ചകോചാണ്ടിയും കർമ്മൽ ടീച്ചറുടെ മോനാണ്. എനിക്ക് ഇപ്പം തന്നെ ചൂസ് ചെയ്യാൻ പറ്റില്ല പടങ്ങൾ. സെലക്റ്റീവ് ആവാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഈ ക്യാരക്ടറെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് വരുന്ന ക്യാരക്ടർ, എനിക്ക് തരുന്ന ക്യാരക്ടർ ചെയ്ത് മികച്ചതാക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ അവർ പറയും പോടാ അപ്പം വേണ്ട 10 പേര് ഇപ്പോൾ വരും ഇപ്പുറത്ത് അല്ലേ? വരുന്ന ക്യാരക്ടേഴ്സിലല്ല സാറ്റിസ്ഫൈഡ് ആവുന്ന, ഇതിട്ടാണ് എനിക്ക് സാറ്റിസ്ഫൈഡ് ആവുന്നത്. നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ അച്ഛനമ്മയെ ചൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മൾ ചൂസ് ചെയ്തിട്ടാണോ വരുന്നത്? നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ?
നമ്മളെല്ലാവരും നമ്മൾ ജനിക്കുന്ന വീടിൽ സാറ്റിസ്ഫൈഡ് ആണോ? അല്ല, സ്വയം നമുക്കുണ്ടാവുന്ന കുട്ടികളിൽ സാറ്റിസ്ഫൈഡ് ആണോ? നമ്മൾ വിചാരിക്കുന്ന പോലത്തെ കുട്ടികൾ തന്നെയാണ് ഉണ്ടാവുന്നത്. നമ്മൾ മരിക്കുന്ന സമയത്തിൽ സാറ്റിസ്ഫൈഡ് ആണോ? ഇതൊന്നും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നും സാറ്റിസ്ഫൈഡ് ആവാൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന കുറച്ച് സിനിമയൊക്കെയാണ് പ്രശ്നം. പക്ഷെ ഇത് കരിയറിനെ ബാധിക്കും. ഏത് കരിയറിനെ? മരിച്ചു കഴിഞ്ഞിട്ടുള്ള കരിയറാണോ ഉദ്ദേശിച്ചത്? ഇത് ഒരുപോലത്തെ ടൈപ്പ്കാസ്റ്റായി കഴിഞ്ഞാൽ കരിയറിനെ ബാധിക്കും. ബാധിച്ചിട്ട് എന്താ സംഭവിക്കും? ആ സിനിമ ഇല്ലാതെ ഞാനൊരു പേടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു ജോലി ചെയ്യണം. നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടുണ്ട് എൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ വിഷമമുണ്ടെങ്കിൽ. വേറെ ലാംഗ്വേജസ് പഠനം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടില്ല. കാരണം ഇത് മലയാള സിനിമ ഞാൻ കണ്ടിട്ടുള്ളത്. മലയാളത്തിലെ പടങ്ങളിൽ അഭിനയിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. വേറെ പടങ്ങളിൽ ഇപ്പോൾ തെലുങ്കിലും അവിടെ വിളിക്കുന്നതുകൊണ്ട് ചെയ്യുന്നതാണ്. വിളിക്കുന്ന എല്ലാ പടങ്ങളും ചെയ്യാറുമില്ല. കാരണം നമ്മുടെ ഇവിടുത്തെ പോലെ പെട്ടെന്ന് ഷൂട്ട് തീരില്ല ഇവിടെ നിന്ന്. ഈ ദസറ എന്ന് പറഞ്ഞ അവിടെ ഒരു കൊല്ലം എടുത്തു. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദേവര ഒരു കൊല്ലം എടുത്തുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയിട്ട് കുറച്ച് ദിവസം അഭിനയിക്കും, തിരിച്ചു വരും. പിന്നെ ഇടയ്ക്ക് അവർ വിളിക്കാൻ അങ്ങോട്ട് പോകും, അഭിനയിക്കും. അപ്പോൾ നമുക്ക് അഭിനയിക്കാൻ പോലും തോന്നില്ല. ഇവിടെ 30 ദിവസം നമ്മളൊരു ക്യാരക്ടർ ഇങ്ങനെ ഒന്നും ചെയ്യല്ലേ. അവിടെ ഈ ഫാക്ടറി ജോലിക്കാരെ പോലെയാണ്. ഇടയ്ക്ക് വരിക, പേരാണ് തിരിച്ചു പോരുന്ന പോലെ. അവർക്കതങ്ങനെ ഭയങ്കര ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള ജീവിത രീതിയിലുള്ള ആൾക്കാർ ഇടയ്ക്ക് വന്നിട്ട് എൻ്റർടൈനിങ് പരിപാടി ചെയ്യുന്നുള്ളൂ. അവരത് ചെയ്യുന്നതും അതിന് വേണ്ടിയിട്ടല്ല. ചിലപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് കിടക്കാനൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവരുടെ ലക്ഷ്യം. ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടികളല്ല അവർ. നമ്മൾക്ക് പക്ഷേ ക്യാരക്ടർ ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അവർക്ക് അതിലും വലിയ ആഗ്രഹങ്ങളുണ്ടാവും അതിൻ്റെ മുകളിൽ. മലയാള ഇൻഡസ്ട്രിയുടെ അത്രയും പാഷനേറ്റ് അല്ല എന്നാണ് പറയുന്നത്. മറ്റുള്ള വർക്ക് ചെയ്ത തമിഴ്, തെലുഗു പാഷനും കലയൊക്കെ ഉണ്ടാവുന്ന പ്യുവർ ക്വാളിറ്റി ഉണ്ടാവണം എന്നിടത്താണ്. പാവപ്പെട്ടവരും ദാരിദ്ര്യവും പട്ടിണിയൊക്കെ ഉള്ളിടത്താണ് ഉണ്ടാവുള്ളൂ കല. അതുകൊണ്ടല്ലേ ലോകത്തെല്ലാം വലുത് വാങ്ങി വെച്ചാലും ഒരു ചെറിയ സിനിമ പോലും ദുബായിക്ക് ഉണ്ടാക്കാൻ പറ്റാത്തത്. വലിയ മുന്തിയ കെട്ടിട്ടുണ്ടാകും. മുന്തിയ മറ്റേ ആനന്തരം വാങ്ങി വയ്ക്കും, എല്ലാം മുന്തിയത്. ചെറിയ സിനിമ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. എന്തുകൊണ്ടാണ്? അവർക്ക് അതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല. കാശിൻ്റെ പഞ്ഞുണ്ടാവും. പട്ടിണിയില്ല, പരിവട്ടമില്ല. പട്ടിണി ഉള്ളവനല്ലേ പാട്ട് പാടാനും ഡാൻസ് കളിക്കാനൊക്കെ തുടങ്ങുക, കാശുണ്ടാക്കുക അല്ലേ? കാശ് ഇഷ്ടമുള്ള കലാകാരനാവോ? ആവോ? അല്ല, പണം കൂടുമ്പോൾ കല കുറയും. അതുകൊണ്ട് ദുബായിലൊന്നും കലാപ്രവർത്തനങ്ങളില്ല. ഒക്കെ എന്താണ് നമ്മുടെ വ്യവസായ പ്രവർത്തനങ്ങൾ മാത്രമേ ഉള്ളൂ. അവരുണ്ടാക്കുന്നത് മൊത്തം ബിൽഡിങ്ങുകളാണ്. ബിൽഡിങ്ങുകൾ എങ്ങനെയുള്ള അവരുണ്ടാക്കും. എന്തിനാണ് ചെറിയ കുട്ടികൾ പോലും എല്ലാവരും ബിസിനസ്സിനെ കുറിച്ച് മാത്രം ചിന്തിക്കണത്. കാശുണ്ടാക്കാൻ, ബിസിനസ് ചെയ്യുക, കാശുണ്ടാക്കുക. അവിടുത്തെ സ്കൂളുകളിൽ യുവജനോത്സവമില്ല, കലോത്സവമില്ല, പാട്ട് ഒരു കുഴപ്പമില്ല. അവിടെ ഒരു അല്ലെങ്കിൽ ദുബായിക്ക് എത്ര വലിയ സിനിമകൾ ഉണ്ടാക്കാം ഉണ്ടായി കൂടെ? ദുബായ് ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും പടം ഇറങ്ങുന്നുണ്ടോ? ഇൻഡസ്ട്രി ഉണ്ടാ? ഉണ്ട്. അവിടെ പടം ചെയ്യാൻ ഞങ്ങളൊരിക്കൽ പോയതാ. അവിടെ ചാനലുകൾ പരിപാടികൾ കണ്ടിട്ടില്ലേ? നമ്മൾ TV ഓൺ ചെയ്യാറില്ല. ഇപ്പം ഈ വ്യവസായത്തിന്റെ കാര്യം പറഞ്ഞു. ഇപ്പം ഷൈൻ എന്ന് പറഞ്ഞ ആക്ടറിന് മാത്രം ആ ടാഗില് നിലനിൽക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഓർ എപ്പോഴും ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങണം. ഞാൻ നേരത്തെ സംസാരിച്ചതാ, എന്റെ ക്രാഫ്റ്റിനെ ബാധിക്കുന്നതുകൊണ്ട് യു നെവർ ടേക്ക്. എനിക്കത് താല്പര്യമുള്ള കാര്യമല്ല. അങ്ങനെ ഞാൻ പഠിച്ച നല്ല വേറെ ജോലി ചെയ്ത് പോലെ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഇപ്പം ഇനി പ്രധാനമന്ത്രി ഞാൻ വിളിച്ചാലും നമ്മൾ പറയും ഒരു ദിവസം പ്രധാനമന്ത്രിയായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ 30 ദിവസം മാക്സിമം. എല്ലാവരും പ്രധാനമന്ത്രി ആവാൻ നമ്മൾ വരില്ല. കാശ് കൂടുതൽ കിട്ടുന്നത് കൊണ്ടല്ല നമ്മൾ ഒരു പരിപാടി ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ആ ചെയ്യുന്നതിലൂടെ എന്തെങ്കിലും എനർജി കിട്ടണം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട സാധനം ചെയ്യുമ്പോഴാണ് നമുക്ക് കഷ്ടപ്പാടില്ലാത്തതും. കഷ്ടപ്പാടില്ലാന്നല്ല, പുറത്തുനിന്ന് ആൾക്കാർക്ക് ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. കഷ്ടപ്പാടില്ലാതെയും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അപ്പം ഇതിനി എത്ര കാലം എങ്ങനെ വേണം ചെയ്താലും നമുക്കൊരു കഷ്ടപ്പാടുമില്ല. ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട്. ഇല്ല, ആയിട്ട് നിന്നത് അഭിനയിക്കാൻ വേണ്ടിയിട്ടല്ലേ? ഈ ടെക്നിക്ക് അറിയുന്നതുകൊണ്ട് ഇറങ്ങി ചെയ്യേണ്ടതല്ല ലോകത്തൊരു കാര്യം. നമുക്കത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം എനിക്ക് ഭർത്താവായിട്ട് നന്നായി ശോഭിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് കല്യാണം കഴിച്ചിട്ട് കാര്യമുണ്ടോ? ആ ഭാര്യ സ്നേഹിക്കണ്ടേ? അല്ലെങ്കിൽ ആ പെണ്ണിനെ ഇഷ്ടപ്പെടണ്ടേ? അല്ലെങ്കിൽ എനിക്ക് ഭർത്താവായിട്ട് പെരുമാറാൻ പറ്റും, ഒരാൾ പെണ്ണിനെ നോക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് കല്യാണം കഴിക്കാനുള്ള അവസരം എന്തായിരിക്കും?
അതുപോലെ ഇരിക്കും ഇഷ്ടമില്ലാതെ നമ്മൾ കല്യാണം അല്ലെങ്കിൽ ഒരു സാധനം ചെയ്യാറുമ്പോൾ. ഷൈൻ പൊതുവെ എങ്ങനെയാണ് ഈ ക്രിറ്റിസിസംസിനെയൊക്കെ കാണുന്നത്? അതായത് ഓഫ് സ്ക്രീനിൽ വരുന്ന ഈ കഞ്ചാവ് കിളി ആ ക്രിറ്റിസിസം അല്ല, അതായത് പെർഫോമൻസ്. ഇപ്പോൾ വോയിസ് പ്രൊണൗൺസിയേഷനെ കുറിച്ചിട്ട് ഈ ഇടയായിട്ട് ഒരു ക്രിറ്റിസിസം ഉണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് മാർത്താണ്ഡൻ ചേട്ടനെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞു ഷൈൻ ഡബിങ്ങിൽ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്, ഇപ്പം ഇങ്ങനത്തെ ആൾക്കാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിനൊക്കെ വർക്ക് ചെയ്യാൻ ബോധപൂർവമായ ഒരു ശ്രമമുണ്ടോ? ബോധപൂർവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുമാരിയിലാണ് വന്നത്. കുമാരിയുടെ ക്യാരക്ടർ എന്താണെന്ന് അറിയില്ലേ? അയാൾ ആദ്യമായിട്ട് സംസാരിക്കുന്നത് മനസ്സ് തുറക്കുന്നത് കുമാരിനോടതാണ്. ഈ അക്ഷരസ്ഫുടതയും ക്ലിയറിറ്റിയൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഒരാൾ നിരന്തരമായി സംസാരിച്ചിട്ടും ജനിച്ചു വേണം കുട്ടികൾ പറയണതിന് മനസ്സിലാവും. എത്ര കാലം കഴിയുമ്പോൾ സംസാരം ക്ലിയർ ആവണമെങ്കിൽ. അപ്പോൾ ആ സ്വയമേ ഉൾവലിഞ്ഞ് ആരോടും സംസാരിക്കാത്ത പ്രകൃതക്കാരനായ ധ്രുവൻ തമ്പുരാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? മലയാളം അധ്യാപകനെ പോലെ അക്ഷരസ്ഫുടതയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ക്യാരക്ടർ പോയില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. സിനിമയിൽ ബ്യൂട്ടിഫിക്കേഷൻ അല്ല വേണ്ടത്, ക്ലാരിഫിക്കേഷൻ അല്ല വേണ്ടത്, ക്യാരക്ടറൈസേഷനാണ് വേണ്ടത്. ഇതറിയാത്ത പല ആളുകളും ഉണ്ട് ഇവിടെ. അപ്പോഴേക്കും അല്ല, നന്നായി ഡബ് ചെയ്താൽ നന്നായി കേൾക്കാം, അല്ലാതെ ക്യാരക്ടറിനനുസരിച്ചല്ലേ ഡബ് ചെയ്യുന്നുണ്ട്. എല്ലാ പടത്തിലും നല്ല അക്ഷരസ്ഫുടതയിൽ സംസാരിക്കുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടാ? പിന്നീട് സിനിമയിലും സംസാരിക്കുന്ന ലാംഗ്വേജ് വെച്ചിട്ടല്ല സിനിമ കണ്ടത്. ആ സിനിമയ്ക്കുള്ള ബോഡി ലാംഗ്വേജ് കൊണ്ടൊരു സാധനമുണ്ട്. ഒരാളുടെ ശരീര പ്രകൃതിയും ആംബിയൻസും പെരുമാറ്റങ്ങളിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കൊറിയൻ പടമൊക്കെ ഇവരൊക്കെ എല്ലാം മനസ്സിലായിട്ടല്ല ഇരുന്ന് കാണുന്നത്. കിംകി ഡുക്കിൻ്റെ പടമൊക്കെ അല്ലേ? സബ്ടൈറ്റിൽ നോക്കിയിട്ടല്ലേ മനസ്സിലാക്കണത്. എല്ലാ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാവുമോ? അപ്പോൾ ഈ നമ്മുടെ അവാർഡ് കൊടുക്കുന്നവരാണെങ്കിൽ ഇതിന് മുന്തിയ ആൾക്കാരാണ്, അവർക്ക് കാര്യം മനസ്സിലായിട്ടില്ല സിനിമ കാണുമ്പോൾ. അതുകൊണ്ട് ഇവരെ എല്ലാ ഷോട്ടിനും മുന്നേ മുടി ഇങ്ങനെ ക്ലീനായിട്ട് ഈരണത്. സിനിമയിൽ അഭിനയിക്കല്ലേ വൃത്തിയായിട്ടിരിക്കണ്ടേന്ന് രാവിലെ എഴുന്നേക്കുമ്പോഴേ. അപ്പം അങ്ങനത്തെ വോയിസ് ആക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ധ്രുവൻ്റെ കാര്യത്തിൽ തന്നെ പുള്ളി സംസാരിക്കുന്നത് നമ്മൾ സംസാരിക്കുന്ന പോലെ ഈ നാവ് അതാന്ന് പറയുമ്പോൾ അവിടെ മുട്ടണം, ചില വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ ചുണ്ട് മുട്ടണം, ചുണ്ടിലവിടെ നാവ് മുട്ടണം, അങ്ങനെ നോക്കിയിട്ടല്ല. അയാൾ ഉള്ളിൽ നിന്നാണ് സംസാരിക്കുന്നത്. അയാൾ ഓർമ്മകളിൽ നിന്ന് എടുത്താണ് സംസാരിക്കുന്നത്. ആ സംസാരം നമുക്ക് വ്യക്തമാവില്ല ആദ്യം കേൾക്കുന്ന ഒരാൾക്ക്. പ്രത്യേകിച്ച് നമ്മൾ വേറൊരു നാട്ടുകാരൻ കാസർഗോഡുകാരെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. മലയാളം തന്നെയല്ലേ പറയണത്. കുറച്ച് കഴിഞ്ഞാലേ നമ്മൾക്ക് ആൾക്കാരുടെ സംസാരം മനസ്സിലാവുള്ളൂ. അപ്പോൾ പുതിയതായിട്ടൊരു ആക്ടറിന് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ കാണുമ്പോൾ അയാളുടെ സംസാരം, അയാളുടെ ജീവിത രീതി എങ്ങനെയാണെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാനാണ്? അപ്പോൾ ആ ക്യാരക്ടറിന് അത്ര വ്യക്തതയെ പാടുള്ളൂ സംഭാഷണത്തിൽ. പക്ഷേ അയാൾ പിന്നീട് വരുമ്പോൾ തോറും അയാളുടെ സംഭാഷണം കുറച്ചും കൂടി വ്യക്തമാകുന്നുണ്ട്, അല്ലേ? പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് കേൾവിക്കും മനസ്സിലാവുന്നില്ലെന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ എന്താ പറയുക? അങ്ങനെ എല്ലാ ക്യാരക്ടറിനും അങ്ങനെ തോന്നിയിട്ടില്ലല്ലോ. ഒരു ക്യാരക്ടറിന് കൊടുക്കേണ്ട വ്യക്തത മനസ്സിലാവും. ഞാൻ പറയുന്നത് മനസ്സിലുണ്ട്. ഇപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂ കിളി പോയതാണെന്ന് പറയണമെങ്കിൽ ഞാൻ പറയുന്നത് മനസ്സിലുണ്ട്. അപ്പോൾ ക്യാരക്ടറിനനുസരിച്ചുള്ള വ്യക്തതയിലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ അക്ഷരസ്ഫുടത ക്ലാസ്സിലല്ലല്ലോ ഇരിക്കണത്, അല്ലെങ്കിൽ അതല്ലല്ലോ മത്സരിക്കണത്. എല്ലാം മറ്റ് പുഴയിൽ ചെന്ന് അവസാനിച്ചു എന്ന് പറയാൻ പറ്റില്ല എന്നെ കൊണ്ട്. ഭയങ്കര കൃത്യമായിട്ടും അക്ഷരസ്ഫുടതയിലും സംസാരിക്കുള്ളൂ. അതിനൊരു ശബ്ദം വരുള്ളൂ. എന്നാൽ കൂടി ഇവരെല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഒന്നും കൂടി ശ്രദ്ധിക്കും. ഇപ്പോൾ ക്ലിയർ ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാരക്ടറിന് അത്ര വ്യക്തതയെ പാടുള്ളൂ. അയാൾ ഒരാൾ ആദ്യമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര വ്യക്തമായിട്ട് കാണാൻ പറ്റും. പക്ഷെ കഥ മനസ്സിലായില്ല നിങ്ങൾക്ക്. നിങ്ങൾ എല്ലാ ഭാഷയിലും പറയുന്നതൊക്കെ മനസ്സിലായിട്ടല്ലല്ലോ നമ്മൾ പഠിക്കണത്. അല്ലാതെ ഈ സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാർ അവരൊക്കെ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചു പോകുന്നില്ലേ? അവരായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്നുകൊണ്ട് മാറ്റി എടുത്തു. അപ്പോൾ അവർ മനസ്സിലാകുന്ന ബോഡി ലാംഗ്വേജിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ വന്നിട്ട് ബംഗാളികൾ നമ്മളെല്ലാ ലോകത്തും പോയി പ്രവർത്തിക്കുന്നില്ലേ? മലയാളികൾ എല്ലാം ഭാഷ കണ്ടിട്ടാണ് പോകുന്നത്. പഠിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജനിച്ച് വളരുന്ന കാലഘട്ടത്തിലുള്ള ഒബ്സർവേഷനാണ് മൂവീസിലുള്ള. എന്തൊക്കെ തരം പടങ്ങൾ ഇറങ്ങുന്നു, എന്തൊക്കെ തരം പെർഫോമൻസുകളുണ്ട്, എന്തൊക്കെ തരം താരങ്ങളുണ്ട്, അതിനെ ഒബ്സർവ് ചെയ്ത് നമ്മൾ കാണും.
കാരണം നമ്മൾ ഇഷ്ടപ്പെടും, നമുക്ക് ഇഷ്ടപ്പെടും, അതുപോലെ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അതാണ് അത് നമ്മളെ ജനിച്ചു വളരുന്ന ആ കാലഘട്ടത്തിലാണ് നടക്കുകയുള്ളൂ. നമ്മൾ പറയില്ലേ കുട്ടിക്കാലത്ത് ശീലം ചുടല വരെയെന്ന്, അത് ആ ഒരു സമയത്തുണ്ട് ഒരു പഠന പീരീഡ്. ഈ സമയത്ത് നമ്മൾ സിനിമ കാണാതിരുന്ന് നമുക്ക് അത്രയും ശ്രദ്ധയോടെ ഇരുന്ന് കാണാൻ പറ്റില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങളും നമ്മുടെ ജോലികളും നമ്മുടെ വരാൻ പോകുന്ന ആങ്സൈറ്റി ഒക്കെ ഉണ്ടല്ലോ. പണ്ട് ഞാൻ പടം കാണാൻ കുട്ടിയായിട്ടിരിക്കുന്ന സമയത്ത് വേറെ ഒന്നും ചിന്തിക്കാനില്ലല്ലോ. ഇത് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കാശിനൊന്നും പോലും ആലോചിക്കേണ്ട. അച്ഛനെ ചിലപ്പോൾ കാശ് ഇനി ചെന്ന് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ സന്തോഷം കഴിക്കാമെന്ന് പറയും. ഹോട്ടലിലൊന്നും കാശില്ല, അപ്പം അതിന് മാത്രം കണ്ടാൽ മതിയില്ലേ. അപ്പോൾ ഈ കുട്ടിക്കാലമാണ് എപ്പോഴും എല്ലാ പഠനത്തിനും. അതുകൊണ്ടാണ് കുട്ടിക്കാലത്തെല്ലാം പഠിപ്പിക്കുന്നത്. ആ സമയത്ത് നമ്മൾ പടങ്ങളെ കണ്ടിട്ടുള്ള ആ പടങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, അല്ലാതെയുള്ള പഠനങ്ങളൊന്നും. പിന്നെ നമ്മുടെ ഇമാജിനേഷൻ. ഇപ്പോൾ നീല വെളിച്ചം എന്ന് പറഞ്ഞ പടം കാണുന്ന സമയത്ത് ആഷിഖ് എന്നോട് പറഞ്ഞു, നീ പഴയ എന്താ ഭാർഗവ ചരിതല്ലേ, ഭാർഗവനിലയം പോയിരുന്നു കാണാൻ. ഞാൻ പറഞ്ഞു ഭാർഗവനിലയം കാണണ്ട, അതിൽ മറ്റേ കൊട്ടാരക്കാരല്ലേ ആ ക്യാരക്ടർ ചെയ്തത്, അത് കണ്ടു നോക്കുക, അയാൾ നന്നായി പെർഫോം ചെയ്തത്. പറഞ്ഞു വേണ്ട, എന്താ അല്ല അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ ലിമിറ്റഡാണ്, അതിൽ ലോക്കാം, അയാൾ ചെയ്ത പോലെ ചെയ്യാമെന്നോ. അത് നമ്മൾ മനുഷ്യൻ്റെ ഒരു ശീലമാണ്. എന്തെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതേപോലെ ആവാൻ നോക്കും. ഇപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾക്ക് അത്രയും ഇമാജിൻ ചെയ്യാം. അയാൾ എത്ര വേണമെങ്കിലും, ലിമിറ്റേഷൻ ഇല്ല. അയാൾ ഇങ്ങനെ ചെയ്തിട്ടിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിരിക്കാം, മനസ്സിലായ. അല്ലെങ്കിൽ നമ്മൾ ഓരോ ഷോട്ട് വരുമ്പോഴും അയാളെ പോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കും. പിന്നീട് അത് അത്രയാവില്ല. ഇതാവുമ്പോൾ അത്രയായിട്ടില്ലെങ്കിൽ കൂടി വേറെ രീതിയിലായിരിക്കും അവനെ അവതരിപ്പിക്കുക. അപ്പോൾ അതൊരു പുതിയ ക്യാരക്ടറാവും. ഇപ്പോൾ ഒരു പുസ്തകം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരാളും പുസ്തകത്തിലെ ക്യാരക്ടർ ചെയ്യാൻ പോകുന്ന ആളും ആ പുസ്തകം വായിക്കാതിരിക്കുക നല്ലത്. കാരണം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയാളുടെ വരികളിൽ ഒതുങ്ങിപ്പോവും, അല്ലെങ്കിൽ അതുപോലെ ആവാൻ ശ്രമിക്കും, അതിനേക്കാൾ മികച്ചതാക്കാൻ ശ്രമിക്കും. അപ്പോൾ അത് തന്നെയാണ് ആവുക. വായിക്കാത്ത ആൾ പുസ്തകത്തിൽ ഇപ്പോൾ അതിൻ്റെ ഐഡിയ നമുക്ക് മനസ്സിലായിട്ടുണ്ട്, എന്താണ് ആ പുസ്തകം അല്ലെങ്കിൽ ഇതൊക്കെയാണെങ്കിൽ നമ്മൾ നമ്മുടെ രീതിയിൽ അവതരിപ്പിക്കുക. അപ്പോൾ അതൊരു പുതിയ ക്യാരക്ടറാവും. അപ്പോൾ എപ്പോഴും എല്ലാവർക്കും വായന നല്ലതല്ല, എപ്പോഴും എല്ലാ ഒബ്സർവേഷൻസും നല്ലതല്ല. കുറേയൊക്കെ നമ്മുടെ ഇമാജിനേഷൻ അനുസരിച്ച് നമ്മൾ ഇമാജിനേഷനും കൂടി ഒരു സ്പേസ് കൊടുക്കണം, എന്നാലാണ് പുതിയ ക്യാരക്ടേഴ്സ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരുപാട് പടം കണ്ട ആൾക്ക് ചിലപ്പോൾ പടം ചെയ്യാനും ഒന്നും പെർഫോം ചെയ്യാനൊന്നും പറ്റില്ല. പടം ഒരുപാട് കാണുന്നത് ഇവരെ സംബന്ധിച്ച് നല്ലതല്ല. അവർ ചെയ്യുന്ന എല്ലാ പടങ്ങളിലും ഏതെങ്കിലും പടത്തിന് ഷോട്ടുകളും ഇൻഫ്ലുവൻസും കയറി വരും. ഒരുപാട് പടങ്ങൾ കണ്ടാലേ എല്ലാം ഭാഷ ചിത്രങ്ങളും എല്ലാം കണ്ടു കഴിഞ്ഞാൽ അവർ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടും അവർ വയ്ക്കുന്ന ഷോട്ടുകളിലൊക്കെ അത് വരും. മറ്റത് അവനങ്ങനെ വെച്ച് അങ്ങനെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ പുതിയൊരു പടമാവും അത്. നമ്മൾക്കുള്ള ഇഷ്ടമുണ്ടാവാനുണ്ടാവുന്ന കുറച്ച് പടങ്ങൾ അല്ലെങ്കിൽ കുറച്ച് നമുക്ക് പാടുള്ളൂ. ഈ പുസ്തകം എഴുതിയവരൊന്നും പുസ്തകം വായിച്ചിട്ടല്ലല്ലോ എഴുതുന്നത്. പുസ്തകം വായിക്കുന്നവർ എഴുതുന്നുമില്ലല്ലോ. ഇഷ്ടപ്പെടുന്നത് പിന്നെ ആളുകളിലേക്ക് എത്തി അവർക്ക് ഇഷ്ടപ്പെടുന്നതനുസരിച്ചല്ലേ. നമ്മൾക്ക് അങ്ങനെ ഇപ്പോൾ കുട്ടികൾക്ക് ഒരു 10, 12, 100 കുട്ടികളുണ്ടെങ്കിൽ അതിൽ മികച്ച കുട്ടി ഏതാണെന്ന് ചോദിക്കണ പോലെയാണ്. അതായത് എല്ലാ ക്യാരക്ടറും ഭയങ്കര ക്യാരക്ടറാണെന്നല്ല പറയുന്നത്. നമുക്കതിനങ്ങനെ ഇത് ക്യാരക്ടർ മികച്ചത് ആ ക്യാരക്ടർ മികച്ചത് അല്ലാതെ പറയാൻ പറ്റില്ല. അമ്മയുടെ ഏത് അമ്മയുടെ അടുത്ത് ചോദിച്ചാലും പറയും ഏത് മക്കളാണ് നല്ലത്, ഏതാണ് എന്നോട് ഇഷ്ടം കുറവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാനൊന്നും പറ്റില്ല. മൂത്ത കുട്ടീനോടാണ് ഇഷ്ടം, താഴെ കുട്ടീനോട് ഇഷ്ടമില്ല എന്ന്. കിട്ടിയ റെസ്പോൺസ് വെച്ച് പറയാൻ പറ്റില്ല. കിട്ടിയ റെസ്പോൺസ് വെച്ചിട്ട് ആളുകൾക്ക് ഏറ്റവും റീച്ച് ആയിട്ടുള്ളത് ഇപ്പോൾ അവർ പറയുന്ന ഇപ്പം നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സൊക്കെ തന്നെ അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ളൂ. ഇപ്പോൾ കുറുപ്പിലെ ക്യാരക്ടർ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. കുറുപ്പിലെ ക്യാരക്ടർ ഒരു ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടറാണല്ലോ, പക്ഷെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതാണ്. ഇപ്പോൾ ഭീഷ്മയിലെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു, തല്ലുമാല ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു, ഇഷ്കിലെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു, അനേറസൂല് കംപ്ലീറ്റ്, അങ്ങനെ അതൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സ്. അങ്ങനെ ഒരു റോൾ മിസ് ചെയ്യണമെന്നില്ല നമുക്ക്. ഒരു റോള് ചെയ്യണം എന്നുള്ള ആഗ്രഹമല്ല ഉണ്ടാവണം. നമുക്ക് ക്യാരക്ടേഴ്സ് ചെയ്യണം അല്ലെങ്കിൽ സിനിമ ചെയ്യണം, അഭിനയിക്കണം എന്നുള്ളതാണ്. അത് ഒരൊറ്റ ക്യാരക്ടർ എന്നുള്ള ആഗ്രഹമായിട്ട് ഉണ്ടാവില്ല ഒരിക്കലും. നമുക്ക് ഇന്ന പോലെ പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട് എനിക്ക് നാഗവല്ലി ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യണമെന്ന്. പെൺകുട്ടികൾ പറഞ്ഞിട്ടില്ലേ
അങ്ങനെ ഒരിക്കലും ആക്ടറിന് വിചാരിക്കാൻ പറ്റില്ല. ആ ക്യാരക്ടർ കിട്ടി കഴിഞ്ഞാൽ പിന്നെ അവന് ആഗ്രഹമില്ലാതെ പോലെ പോകും. അവന് എന്ന് വെച്ചാൽ ഉള്ള ആഗ്രഹം അഭിനയിക്കാൻ പെർഫോമൻസ് ചെയ്യാനുള്ള ആഗ്രഹം, അത് ഏതായാലും അത് ഒന്നിലും ഒതുങ്ങില്ല ഒരിക്കലും. ഒന്നിലോ രണ്ടിലോ അതിൽ എണ്ണല്ലേ അതിൽ, ഇന്നതൊന്നുമില്ല, അത് ചെയ്യണം എന്നുള്ളത് ഉണ്ടാവുള്ളൂ. ഈ അഭിനയിക്കുമ്പോൾ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സ്വയം ഇംപ്രൂവ് ചെയ്ത് സ്വന്തം ഇമാജിനേഷനിലൂടെയുള്ള അഭിനയമാണോ കുറെ കൂടെ സ്ക്രിപ്റ്റ് അനുസരിച്ചിട്ടുള്ള ഡയറക്ടറിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുള്ളൂ. നമ്മൾ എപ്പോഴും ആദ്യത്തെ ടേക്ക് ആകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യും. പിന്നെ ഡയറക്ടർ തന്നെ പറയും അത്രയും വേണ്ട, അല്ലെങ്കിൽ ഇത്രയും വേണം. അതിനനുസരിച്ച് നമ്മൾ കുറച്ചും കൂടി കട്ടാവും. അതിന് ചിലവർ പറയില്ല, ചിലവർ പറയും. ചിലവർ നമ്മൾ എന്ത് ചെയ്താലും അവർക്ക് പ്രശ്നമില്ല, അവർക്ക് ആ സീൻ വർക്കൗട്ട് ആയതാണ്. പിന്നെ ചില പടങ്ങൾ കഥയ്ക്ക് വേണ്ടിയിട്ട് ക്യാരക്ടർ എങ്ങനെ വേണമെങ്കിലും മാറും. ചിലത് ക്യാരക്ടറിൻ്റെ സ്വഭാവം കൊണ്ട് സംഭവിക്കുന്ന കഥകളുമുണ്ട്. കമലിൻ്റെയൊക്കെ പടം സീനുകളൊക്കെ ക്യാരക്ടറുകളൊക്കെ പെരുമാറുന്നത് ആ സിനിമയുടെ കഥയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു സീനിലുള്ള പോലെ ആയിരിക്കില്ല അടുത്ത സീനിൽ. ഇപ്പോൾ ഭരതൻ്റെയും പത്മരാജൻ്റെയും പടങ്ങളിൽ ക്യാരക്ടറിൻ്റെ സ്വഭാവ പ്രത്യേകതകൾ കൊണ്ടാണ് ആ കഥ സംഭവിക്കുന്നത്. മനസ്സിലായ? ഇപ്പോൾ തൂവാൻ തുമ്പികളിൽ അയാളുടെ സ്വഭാവം ആയതുകൊണ്ടാണ് കഥ അങ്ങനെ പോണത്. അതിപ്പോൾ ജോയ് സാറിൻ്റെ പടങ്ങളിലോ അല്ലെങ്കിൽ ഇവരുടെ പടങ്ങളിലോ വരുമ്പോൾ കഥയ്ക്ക് വേണ്ടിയിട്ട് ക്യാരക്ടർ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഭീഷ്മത്തിൽ ഞാൻ ബയ്യാന്ന് പറയുന്നു, പക്ഷെ വേറെ സീക്വൻസിലൊന്നും കാണിക്കുന്നില്ലല്ലോ. പക്ഷെ അങ്ങനെ ഒരു നറേഷനിൽ അങ്ങനെ പറഞ്ഞിരുന്നു, അങ്ങനെ ഒരു ഷെയ്ഡ് ഉണ്ടെന്ന്. അങ്ങനെ ഷെയ്ഡ് അതൊക്കെ ആ സീക്വൻസിന് വേണ്ടി മാത്രം ഉണ്ടാവുന്നതാണ്. അല്ല, കഥാപാത്രം പറയുമ്പോൾ അങ്ങനെ ഒരു കഥാപാത്രം പറയുമ്പോൾ ദുര്യോധനൻ്റെ കഥാപാത്രമാണ്. അതായ അപ്പോൾ അത് ഭരിക്കേണ്ട സമയത്ത്, രാജ്യം ഭരിക്കേണ്ട സമയത്ത് രാജ്യം കിട്ടാതെ മനസ്സിലായ അങ്ങോട്ട് കൊണ്ട് തെക്കാതെ നടക്കുന്ന ദുര്യോധനം. നമ്മുടെ മമ്മൂക്കയുടെ ക്യാരക്ടർ ഭീഷ്മ, ഇയാളാണ് ഭരിച്ചുകൊണ്ടിരിക്കുക. ഇയാൾ പുറത്തുള്ള ആൾക്കാർക്ക് കൊടുക്കുക, ശരിക്കുള്ള ആൾക്കാർക്ക് കൊടുക്കാതെ. ഇയാളാണെങ്കിൽ ഏറ്റവും നല്ല ഗതാധാരി ദുര്യോധനാണല്ലോ, ഒരു ഭീമനാണോ വിശ്വസനാണോ. അതുകൊണ്ട് ആണ് ഇയാൾ മറ്റേ ഗത പോലെയാണ് ലാസ്റ്റ് വീക്ഷണതൊക്കെ സൗബിനടിക്കണം. പക്ഷേ ഇവൻ ട്രിക്കിലൂടെയാണല്ലോ കൊല്ലണ ദുര്യോധനെ. അതാണ് കാല് തള്ളിയിട്ട് കാറ് കൊണ്ട് കൊല്ലുന്നത്, അല്ലാതെ ഇവനെ ഇടിച്ച് തോൽപ്പിക്കാൻ പറ്റില്ല. ഇവന് ഈ ക്രിസ്റ്റലിൻ്റെ പവറാണെന്ന് പറയാം. അതാണ് കോക്കടിക്കണം, കല്ല്. അമ്മ കണ്ണ് കെട്ടിയിട്ടാണ് കാന്താരി. പറ്റിപ്പിലൂടെയാണല്ലോ കൃഷ്ണൻ പറഞ്ഞത്, എടാ നീ അയച്ചിട്ട് പോയി കഴിഞ്ഞാൽ അമ്മയുടെ മുന്നിലാണ് അയച്ചിട്ട് പോകണം. അമ്മ പറഞ്ഞിട്ടായിരുന്നില്ല കണ്ണഴിക്കുമ്പോൾ വരണമെന്ന്. അപ്പോൾ കൃഷ്ണ അങ്ങനെ ട്രിക്കി വെച്ചിട്ടാണ് ദുര്യോധനൻ്റെ ശക്തി കുറയ്ക്കുന്നതും ദുര്യോധനെ കൊല്ലാൻ പറ്റുന്നതും. അപ്പോൾ ദുര്യോധനൻ അതിലേക്ക് ബൈ അല്ലല്ലോ. അപ്പോൾ ഇവർക്ക് ഈ സിനിമയിൽ എനിക്ക് തോന്നിയത് ക്ലിയർലി അല്ലൂഡഡ് ആണ് എനിക്ക് തോന്നി. കാരണം ക്യാരക്ടറുടെ ലൈഫിൽ വെരി ബിഹേവ്സ് വൈഫ് അബ്യൂസീവ് ആണ് മാരേജ്. അതിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആൾക്കാരും അങ്ങനെ പെരുമാറില്ലേ? ഇപ്പൊ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിപ്രസ്ഡ് ഇമോഷൻസ് അത് അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നുകൊണ്ടാണ്. ഇപ്പോൾ ഭയമായിട്ടുള്ള ആൾക്കാർ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയില്ല പലയിടത്തേക്ക്, അല്ലെങ്കിൽ ആൺകുട്ടി അല്ലേ, അത് ശ്രദ്ധിക്കുകയില്ല. അത് തർക്ക വിഷയമാണ്. ഇയാൾക്ക് ഇപ്പോഴും ഭാര്യയെ അല്ലെങ്കിൽ ഭാര്യയിൽ ഇഷ്ടമുള്ളൊരു ക്യാരക്ടർ ആയതുകൊണ്ടല്ലേ മറ്റേ മൈക്കിളപ്പം പറയുമ്പോൾ ഇയാൾക്ക് റിട്ടേറ്റഡ് ആണ്. ഇവളുടെ അടുത്ത് നീ അവിടെ വന്ന് ജോലി ചെയ്യുന്ന പറയുമ്പോൾ അയാളുടെ ഈഗോ കളയണത്. എൻ്റെ ഭാര്യയുടെ കാര്യം അന്വേഷിക്കുന്നത്, എൻ്റെ അമ്മയുടെ കാര്യം അന്വേഷിക്കുന്നത് ഇയാൾ, എൻ്റെ ഭാര്യയുടെ കാര്യം അന്വേഷിക്കുന്നത് ഇയാൾ. ഭാര്യയോടുള്ള ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസീവ്നെസ് അല്ലത്, പൊസീവ്നെസ്. നമ്മുടെ ഭാര്യ വേറെ ആൾ പറഞ്ഞു കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റുമോ? ഏത് അതോറിറ്റി? അതോറിറ്റി ഭാര്യയോടുള്ള അതോറിറ്റി പോകുന്നതുകൊണ്ടല്ലേ പൊസീവ്നെസ്. നമ്മുടെ പ്രണയം എന്ന് പറഞ്ഞാൽ പൊസീവ്നെസ് അല്ലേ. ഇപ്പോൾ നമ്മൾ കാമുകിയും കാമുകന്മാരുടെ ഇടയിൽ വേറെ ആണ് വന്നിട്ട് നമ്മുടെ കാമുകിയുടെ അടുത്ത് ഒരു കാര്യം പറയുകയും അവൾ അത് ചെയ്യുകയും ചെയ്യുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് പറ്റുമോ? അല്ലെങ്കിൽ നമ്മൾ വേറൊരാളുടെ ഭാര്യയെ നിയന്ത്രിക്കാൻ പോവുമോ? നമ്മൾ പോവില്ലല്ലോ. വേറെ ആളുടെ കാമുകിനെ നിയന്ത്രിക്കാൻ പോവില്ലല്ലോ. അത് നമ്മുടെ ബന്ധുവാണെങ്കിലും അച്ഛനാണെങ്കിലും ആരാണെങ്കിലും. അതുകൊണ്ടാണ് പലരും കല്യാണം കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുന്നത്. എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് വീടുകൾ വയ്ക്കുന്നത് അതുകൊണ്ടാണ്. അങ്ങനെയുള്ള ഒരു ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ ഇൻ്റർപ്രിട്ടേഷൻ അല്ല. ഇയാൾ ആ സീനിൽ നായകൻ്റെ കളി കാണാൻ വന്നിരിക്കണ്ടല്ലോ, നായികയുടെ കളി കാണാനല്ലോ വന്നിരിക്കണം. ആ ഒരു സീക്വൻസ് ഉണ്ടായില്ല.
അല്ലാതെ വേറെ സീക്വൻസിൽ അയാൾ ആണുങ്ങളോട് പെരുമാറണം, വേറെ ഏതെങ്കിലും പയ്യന്മാരോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ? അങ്ങനെയുള്ള ഒരാൾക്ക് പെണ്ണന്മാരോടൊക്കെ തോന്നില്ലേ? നായകരോട് മാത്രമാണോ തോന്നുന്നു? അല്ല, ആണുങ്ങളോട് തോന്നാൻ ചാൻസ് കൂടുതലല്ലേ? വേറെ ഒരു സീനിലും ഞാൻ അങ്ങനത്തെ ചേഷ്ടകൾ കാണിച്ചിട്ടില്ലല്ലോ. അങ്ങനെയുള്ളവരാണെങ്കിൽ അങ്ങനെ കാണിക്കില്ലേ? അല്ലെങ്കിൽ ആ ക്യാരക്ടർ ക്യാരി ചെയ്യുമല്ലോ. പക്ഷെ ആ സീനിന് മാത്രമാണ് അതിൻ്റെ ആവശ്യമുള്ളൂ. അതിൽ മാത്രമാണ് അത് കൊമേഴ്ഷ്യലി അത് വർക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. കാരണം അത് സീക്വൻസുകൾക്കും കഥയ്ക്കും വേണ്ടിയിട്ട് ഉണ്ടാവുന്ന ഇതാണ്, ആ ക്യാരക്ടർ സ്വഭാവങ്ങളാണ്. അതിന് ഞാൻ മറ്റേ സീനിൽ കൊണ്ടുപോയി കാണിച്ചിട്ട് കാര്യമില്ലല്ലോ, വർക്കാവില്ല. ബർത്ത്ഡേ സീനിൽ ഞാൻ ഏതെങ്കിലും പയ്യാൻ നോക്കിയിട്ട് കാര്യമില്ലല്ലോ, അല്ലെങ്കിൽ അതിനവിടെ പ്രസക്തിയില്ല. അവിടെ വേറെ കാര്യങ്ങളാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ഞാൻ കോക്കിൻ്റെ തന്നെ ഞാൻ ചില സീക്വൻസിൽ അതിനെ ക്യാരി ചെയ്തിട്ടുള്ളൂ. ഏത് ആ സാധനങ്ങളും ഈ സാധനങ്ങളൊക്കെ. കാരണം കോക്ക് അടിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ചില മാനറിസങ്ങളാണ് ഈ മൂക്കിൻ്റെ സാധനങ്ങളും അങ്ങനത്തെ ശബ്ദത്തിൻ്റെ വ്യത്യാസങ്ങളും. അതൊക്കെ നമ്മൾ കുറച്ചായിട്ടേ ക്യാരി ചെയ്തിട്ടുള്ളൂ. കാരണം അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒരുപാട് ആവശ്യമില്ല അമലിന്. അമലിൻ്റെതായിട്ടുള്ളൊരു വ്യൂ ഉണ്ട് ഒരു സാധനം ഫലിപ്പിക്കാനുള്ളത്. അതാണ് അമൽ കൂടുതൽ ശ്രദ്ധിക്കുക. ക്യാരക്ടേഴ്സിനേക്കാൾ കൂടുതൽ കഥയേനെയും സന്ദർഭങ്ങളെയാണ് ആവശ്യം. ക്യാരക്ടേഴ്സിലൂടെ കഥ പറയുന്ന ആൾ ഡയറക്ടറല്ല അമൽ. അങ്ങനത്തെ പടങ്ങൾ ചെയ്യുന്ന സമയത്ത് ഓക്കെ. പക്ഷെ ക്യാരക്ടേഴ്സിലൂടെ കഥ പറയുന്ന സംവിധായകരുണ്ട്. പത്മരാജനൊക്കെ പ്യൂർലി അങ്ങനെയാണ്, ക്യാരക്ടേഴ്സിലായിരിക്കും കൂടുതൽ. അതുകൊണ്ടാണ് അവരുടെ പടത്തിൽ ആക്ടേഴ്സ് ഭയങ്കര രസമായിട്ടിരിക്കുന്നതും അവരുടെ ക്യാരക്ടേഴ്സ് ഭയങ്കരമായിരിക്കും. മറ്റത് കഥയ്ക്ക് വേണ്ടിയിട്ട് ക്യാരക്ടർ എങ്ങനെ വേണമെങ്കിലും മാറും, അല്ലെങ്കിൽ സ്വഭാവങ്ങൾ മാറ്റിവെക്കാം, കൂട്ടാം. നമ്മൾ ഭയങ്കര കോമഡി ആയിട്ടുള്ള ആൾക്കാർ ഒരു പോയിന്റിൽ സിനിമ സീരിയസ് ആകുമ്പോൾ സീരിയസ് ആവില്ലേ? പിന്നെ തമാശ ഒന്നും പറയില്ല അവർ. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും, സെൻറ്റിമെൻ്റലാവും. അതുവരെ ഫുൾത്ത് വിഡിത്തരം കോമഡി പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ അത് പടത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ആവുന്നതാണ് ക്യാരക്ടർ. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ പലവട്ടം ഈ പത്മരാജൻ, ഭരതൻ, ജോർജ് റെഫറൻസസ് പലവട്ടം പറഞ്ഞു. അത്തരം സംവിധായകർ ഇപ്പോൾ ഇല്ല, അല്ല അത്തരം സംവിധായകരോട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു ഇതുണ്ടോ? അങ്ങനെ ഇല്ല. ഒരു ഇൻഡിവിജ്വൽസ് അങ്ങനെ ഒരു ഫീലിംഗ് ഓഫ് ഇല്ല. അവരുടെ കൂടെ എല്ലാവരും കൂടി വർക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹം, ആരുടെയും കൂടി വർക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹം എല്ലാം നമുക്ക് ഉണ്ടാവണം. നമുക്കിത് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവണം. എനിക്ക് ഇയാളുടെ പടത്തിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇന്ന ക്യാരക്ടർ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ല. എനിക്ക് പടത്തിൽ പെർഫോം ചെയ്യണം അല്ലെങ്കിൽ ക്യാരക്ടർ ചെയ്യണം എന്നുണ്ടാവുള്ളൂ. കാരണം നമ്മൾ ഇറക്കി കണ്ടു വളരുന്ന സമയത്തുള്ള ഡയറക്ടേഴ്സ് നമ്മൾ പടം ചെയ്യുമ്പോൾ ഇല്ലല്ലോ. അപ്പം അങ്ങനെ ആഗ്രഹിച്ച് വരുന്ന ഒരാൾ ഇവിടെ വരുമ്പോൾ അവരൊന്നും കാണാതെ ആകുമ്പോൾ തളർന്നു പോകില്ലേ? അപ്പോൾ അത് ജെന്യൂനായിട്ടുള്ള ആഗ്രഹം ആവില്ലല്ലോ. നമ്മുടെ ചുറ്റുമുള്ളത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കില്ലേ? അപ്പോൾ നമുക്ക് ആ സാധനം വലിയ ആ ആക്ടിവിറ്റീനോടല്ലേ താല്പര്യം ഉണ്ടാവുള്ളൂ. അല്ലാതെ അതാണ് നമ്മൾ അവാർഡ് വാങ്ങാൻ പോകുമ്പോഴുള്ള പ്രശ്നമാണ്. കുറേ പേര് അവാർഡ് നിരസിച്ചല്ലോ, പ്രധാനമന്ത്രിയുടെ നിന്ന് വാങ്ങാൻ പറ്റില്ല. നമുക്ക് അവാർഡ് കിട്ടണം എന്നുള്ള ആഗ്രഹമല്ലേ ഉണ്ടാവുമോ? പ്രധാനമന്ത്രിയുടെ നിന്ന് കിട്ടണം എന്നുള്ള ആഗ്രഹം ആർക്കെങ്കിലും ഉണ്ടാവും? അങ്ങനെ ആഗ്രഹിക്കുമോ? നാഷണൽ അവാർഡ് കിട്ടണം എന്നല്ലേ ആഗ്രഹിക്കുള്ളൂ. പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് അല്ല ഞാൻ പറയുന്നത്. എനിക്ക് നാഷണൽ അവാർഡ് കിട്ടണം പടം ചെയ്ത്, അല്ലേ? അതല്ല ആഗ്രഹം. എനിക്ക് പടം ചെയ്ത് പ്രധാനമന്ത്രിയുടെ നാഷണൽ അവാർഡ് കിട്ടണം എന്നുള്ളത് അത്യാഗ്രഹമല്ലേ? പ്രധാനമന്ത്രി അന്ന് എന്തെങ്കിലും ICU കിടക്കണില്ല. അപ്പം ആഗ്രഹം എന്താണ് വേണ്ടത്? നമുക്കത് കിട്ടണമെന്നല്ലേ ഉണ്ടാവുള്ളൂ, അല്ലേ? എൻ്റെ പെർഫോമൻസിന് അവാർഡ് കിട്ടണം, അങ്ങനെയല്ല ഒരാൾ ആഗ്രഹിക്കുള്ളൂ. ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇന്ന എനിക്ക് നരസിംഹറാവുൻ്റെ തന്നെ കിട്ടണമെന്ന് ആഗ്രഹിച്ച നരസിംഹറാവു മരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ആക്ടറാണ്, അപ്പോൾ അവാർഡ് വാങ്ങുമോ? നമ്മൾ തരുന്ന സാധനത്തിനാണ് പ്രാധാന്യം, തരുന്നവർക്കല്ല. മറ്റേ നമ്മുടെ ഇവിടെ കൊറോണയും വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായ സമയത്ത് നമുക്ക് ഇന്ന കടയിൽ നിന്ന് തന്നെ സാധനം വേണമെന്ന് പറഞ്ഞാൽ നടക്കുമോ ഭക്ഷണം കഴിക്കാൻ? ആര് തരുന്ന അതിൻ്റെ എവിടെ നിന്ന് തരുന്നാലും നമ്മൾ കഴിക്കില്ലേ? കഴിക്കണം എന്നുള്ളതല്ലേ നമ്മുടെ വിഷമം മാറ്റാനുള്ള സാധനം, ആര് തരുന്നു എന്നുള്ളതല്ലല്ലോ. അതിലെവിടെ പൊളിറ്റിക്കൽ സാധനം? പൊളിറ്റിക്കൽ സാധനം അവാർഡ് വാങ്ങാൻ പോകാതിരിക്കുന്നവർക്ക് എല്ലാം ഉണ്ടാവുള്ളൂ. ശരിക്കും പൊളിറ്റിക്കൽ കളി അല്ലേ? നിങ്ങൾ ആരുടെ അടുത്താ പൊളിറ്റിക്കൽ ഉണ്ടെന്ന് പറഞ്ഞ് ഈ അവാർഡ് കൊടുത്തവർക്കാണ്? അല്ല, മേടിക്കുന്നില്ല തീരുമാനിച്ചോ? അവരല്ലേ പൊളിറ്റിക്കലി റോങ് ഗെയിം കളിക്കുന്നത്, അല്ലേ? നിങ്ങൾ ഇതിലാരാ റോങ് കളിച്ചവിടെ?
റോങ് എന്ന് പറയാൻ പറ്റില്ല, ഓരോരുത്തരുടെ ചോയ്സ് അല്ല. അല്ല ഞാൻ പറയണത് അവരുടെ ആഗ്രഹം അത്യാഗ്രഹമായിരുന്നു എന്നല്ലേ. അവര് നാഷണൽ അവാർഡ് കൊടുത്തു അവര് അന്ന് പ്രഖ്യാപിച്ചവര്. പക്ഷെ കിട്ടിയവര് വാങ്ങാൻ പോയതില്ലേ? എന്ത് അവാർഡ് കിട്ടണമെന്ന് ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ. ഇന്നാള് തരണമെന്ന് ആഗ്രഹിക്കുന്നതിനാണ്. നാഷണൽ അവാർഡല്ലേ, അത് ആരും നാഷണൽ അവാർഡല്ലേ. മമ്മൂട്ടിക്ക് 3 നാഷണൽ അവാർഡ് കിട്ടി, കമലഹാസന് 3 നാഷണൽ അവാർഡ് കിട്ടി. അല്ലാതെ മമ്മൂട്ടിക്ക് നരസിംഹറാവുവിൻ്റെ അടുത്ത് 3 നാഷണൽ അവാർഡ് കിട്ടിയെന്ന് പറയുമോ നമ്മളാരും? പറയോ? അതിന് പ്രസക്തി ഉണ്ടാ? ഇല്ല. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആരാണ് അപ്പം ഇത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ടും ഓപ്പൺ ആയിട്ട് സംസാരിക്കും, ഒപ്പീനിയൻ പറയും. അപ്പോൾ അത് എപ്പോഴെങ്കിലും ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ അത് ബാക്ക്ലാഷ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്? ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായില്ല. കാരണം ഇത് പറഞ്ഞാൽ മനസ്സിലാവണ ഒരു കുറവല്ലല്ലോ. അല്ല, നമ്മളിപ്പോൾ ഒരാളെ ചീത്ത പറഞ്ഞാൽ പോലും അവർക്ക് മനസ്സിലാവില്ല. ഇപ്പം ഞാൻ മാധ്യമങ്ങളായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അവരെ തന്നെ ചില ഡയലോഗ് അടിക്കും, അവർക്ക് മനസ്സിലാവില്ല. കാരണം ഈ ഉമ്മൻചാണ്ടിയുടെ കേസാണെങ്കിലും മറ്റേ കേസാണെങ്കിലും ഞാൻ അത് പറയുമ്പോൾ അവർ വിനായകനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിനായകനെ അവരെ ചെയ്ത് വിളിച്ചതെന്ന് അവർക്ക് മനസ്സിലായില്ല ഇതുവരെ. മനസ്സിലായ? അങ്ങനെ നമ്മൾ എന്താ പറയുക? ഇപ്പം ഇതിന് കടക്ക് പുറത്തുനിന്ന് പുള്ളി പറയണമെന്ന് എന്തുകൊണ്ടാണ്? മനസ്സിലാവണില്ലേ പറയണത്? കടക്ക് പുറത്തുനിന്ന് പറഞ്ഞാലും അവർ വരും. മനസ്സിലാവണില്ലേ? പറഞ്ഞാൽ മനസ്സിലാവണ്ട അറ്റ്ലീസ്റ്റ്. എല്ലാവരും എന്താ ചെയ്യാൻ? അല്ല, അതെങ്ങനെ കാണുന്നു അല്ലെങ്കിൽ അങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ടോ? അതങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇല്ല. ഇവർക്ക് അത് മനസ്സിലാവില്ലെന്ന് വിചാരിക്കുന്നത് അത് അവർക്ക് മനസ്സിലായല്ലോ, അതങ്ങനെ അതല്ല മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാവുള്ളൂ. ആ പിന്നെ അവര് ഈ അഭിമാനമുള്ളവർക്കല്ലേ അത് കുത്തി നോക്കുമ്പോൾ അതെനിക്ക് അല്ലേ നമ്മൾ പറയില്ല എന്താണ് മനസ്സിലുള്ളവർക്കല്ലേ മനസ്സിലാകാനേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ബുദ്ധിയുള്ളവർക്കല്ലേ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ എന്ന് പറയണ പോലെ ഇതൊക്കെ ഉള്ളവർക്കല്ലേ ഇതൊക്കെ തോന്നുള്ളൂ. ഇല്ലാത്തവർക്കൊന്നും പ്രശ്നമൊന്നുമില്ല. അവരപ്പോൾ കോമത്തരം വിചാരിക്കും. ആ അതായത് എനിക്ക് എല്ലാവരും വിളിച്ച ഇൻ്റർവ്യൂ കൊടുക്കല്ല. ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയല്ലേ. ഇത് പക്ഷേ ഇൻ്റർവ്യൂ അല്ലല്ലോ. ഇത് നിങ്ങൾക്ക് നടനായിരുന്നെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാനായിരുന്നു? ഈ ചോദ്യത്തിന് എങ്ങനെയാണ് വളരെ അക്കാഡമിക്കായിട്ട് ഉത്തരം പറയാം. ഇൻസ്റ്റാഗ്രാം നിങ്ങളുടെ ഭാവി വധുവാണെന്ന് ചോദിക്കുക, എങ്ങനെ പ്രപ്പോസ് ചെയ്യും? ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കൊടുത്ത അതിൽ എത്രാമത്തെ ഉള്ളിലാണ് നിങ്ങളുടെ ദാഹം തീർന്നതെന്നുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ എങ്ങനെ ആലോചിച്ചപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഉത്തരം പറയാം. ഹൗ ആയില്ലേ പറ. ഹൗ ഞാൻ എങ്ങനെയാണ് ഉത്തരം പറയാമെന്ന് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് നിന്ന് എടുത്ത് എൻ്റെ ഓർമ്മകളിൽ നിന്നൊക്കെ എടുത്ത് പറയാൻ പറ്റുന്ന ഉത്തരങ്ങളാണ് അതൊക്കെ. അല്ല അങ്ങനത്തെ ചോദ്യങ്ങൾ എന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മമ്മൂട്ടി ഏതാ മോഹൻലാൽ ഏതാന്ന് അറിയാത്ത പിള്ളേർ മോഹൻലാലിൻ്റെ ഇപ്പോഴത്തെ പടം കണ്ടിട്ട് ലാലേട്ടനെ വിളിക്കുമ്പോൾ ഞാൻ പറയും എടാ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഉണ്ടായി വരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഓരോരോ ക്യാരക്ടേഴ്സിലൂടെ. അപ്പോൾ ഈ മോഹൻലാലിന് ഇഷ്ടമുള്ളവരും മമ്മൂട്ടിയുടെ പടം കാണും, മമ്മൂട്ടീനെ ഇഷ്ടമുള്ളവരും മോഹൻലാലിൻ്റെ പടം കാണില്ലേ. ഇവർ അങ്ങോട്ട് ഇവിടെ നിന്ന് തല്ലുപിടിച്ച വല്ല കാര്യമുണ്ടോ? അതാണോ സിനിമ ഫാഷൻ എന്ന് പറഞ്ഞാൽ? അതാണോ ഫാൻ എന്ന് പറഞ്ഞാൽ? ഈ മോഹൻലാലിന് ഇഷ്ടമുള്ളവർ മമ്മൂക്കാരുടെ പടം കാണും അല്ലേ? ഞാൻ മോഹൻലാലിന് ഇഷ്ടമുള്ള സമയത്ത് മമ്മൂക്കാരുടെ പടം കാണും, എല്ലാവരും പടം കാണും ഇല്ലേ? നമുക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടം അവരാന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് മറ്റൊരാളെ കൊല്ലാൻ പോകും. അതാണ് എക്സെൻട്രിക് അല്ലേ? അതാണ് അബ്നോർമാലിറ്റി. അച്ഛനെ ഇഷ്ടം കൊണ്ട് അമ്മേനെ കൊല്ലും, അമ്മേനെ ഇഷ്ടമുള്ളൊരു അച്ഛനെ പോകും. അങ്ങനെയാണോ? അച്ഛനെ മാത്രം എടുത്ത് പോയി താമസിക്കുമോ? അങ്ങനത്തെ ചോദ്യം തന്നെ നമ്മൾ ചോദിക്കുന്നത് തന്നെ എക്സെൻട്രിക് ആയിട്ടുള്ളൊരു സ്വഭാവ സവിശേഷതയാണ്. നിനക്ക് അച്ഛനെയാണോ അമ്മേനെയാണോ കൂടുതൽ ഇഷ്ടം? ഞാൻ അച്ഛൻ്റെ മോനാ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ വയറ്റിൽ ഉണ്ടായതല്ലോ. അമ്മയുടെ നിന്ന് അമ്മ മാത്രമായിട്ട് വിചാരിച്ചിട്ടുണ്ടാവോ? ഏതൊരാളാണെങ്കിലും സ്ത്രീയിൽ നിന്നല്ലേ ഉണ്ടാവുള്ളൂ. ഈ സ്ത്രീയിൽ നിന്ന് ഉണ്ടാവണമെങ്കിൽ പുരുഷൻ്റെ സഹായം കുറച്ച് വേണ്ടേ? ഇത്തിരി തുള്ളി എല്ലാതും ഉണ്ടാവുമോ? അപ്പം ഇവർ രണ്ടുപേരും ഉണ്ടായാലല്ലേ അടുത്തൊരു ജീവൻ ഉണ്ടാവുള്ളൂ. അപ്പം ഇതിൽ രണ്ടുപേരും തുല്യരല്ലേ? അല്ലേ? അതിനെയാണ് കാര്യം പറഞ്ഞിട്ടുണ്ടാവും. ഈ കോണ്ടെക്സ്റ്റിലല്ല, ഒരു ഡിസ്കഷനിൽ ഷൈൻ പറഞ്ഞിരുന്നു
കൂടുതൽ വിമൻ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ പ്രോബ്ലംസ് ഉണ്ടാവും? പ്രോബ്ലംസ് ഉണ്ടാവുന്നില്ല. ദാറ്റ്സ് യു നെവർ കുറച്ചും കൂടി എടുത്തിട്ട് നോ 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 അത് ശരിക്കും കേട്ടിട്ട് ചോദിക്കും. എന്നോട് ചോദിച്ചാൽ സ്ത്രീ സംവിധായകർ വരുമ്പോൾ സ്ത്രീകളുടെ പ്രശ്നം തീരുമെന്ന് അങ്ങനെ ചോദിച്ചു. വേണം എടുത്തു നോക്കും. നിങ്ങളതപ്പോൾ ചോദിച്ചതും കേട്ടിട്ടില്ല. അതിനുശേഷം അതൊന്നും ഒരു ഭാഷയും എടുത്ത് കേൾക്കണ്ടേ. അപ്പം ഞാൻ പറഞ്ഞു സ്ത്രീ സംവിധായകർ വരുന്നത് കൊണ്ട് സ്ത്രീകളുടെ പ്രശ്നം തീരില്ല. തീരുമോ? അങ്ങനെയാണെങ്കിൽ അമ്മായിമ്മയുടെയും മരുകളുടെയും പ്രശ്നം തീരണ്ടേ? അവർ രണ്ടുപേരും സ്ത്രീയല്ലേ? അല്ലേ? ഒരു വീട്ടിലെ ഏറ്റവും പ്രശ്നങ്ങളുണ്ടാവും ഇവർക്കിടയിലാണ്. ഈ അമ്മായിയമ്മ ഒരിക്കൽ ഒരു മരുവളായിട്ട് വന്നതല്ലേ? അല്ലേ? ഈ മരുവൾ ഒരിക്കൽ ഒരു അമ്മായിയമ്മ അവളല്ലേ? എന്നിട്ടും എന്താ ഇവർക്കിടയിലെ പ്രശ്നങ്ങൾ? ഒരു സ്ത്രീകൾ ഒരുപാട് വരുന്നതുകൊണ്ട് സ്ത്രീ സംവിധായകരുണ്ടാവുന്നതുകൊണ്ട് സ്ത്രീകളുടെ പ്രശ്നം തീരില്ല. സ്ത്രീകളുടെ പ്രശ്നം തീരണമെങ്കിൽ സ്ത്രീ തന്നെ വിചാരിക്കണ്ടേ? ഏതൊരു എൻ്റെ പെൺ സുഹൃത്തുക്കളുടെ അടുത്ത് ഞാൻ എടുത്തു ചോദിച്ചാലും അവരുടെ ഏറ്റവും വലിയ ശത്രു മറ്റൊരു പെൺ സുഹൃത്തായിരിക്കും. അവർക്ക് ഏറ്റവും കൂടുതൽ ആൺസുഹൃത്തുക്കളാണ്. അവർ കുറച്ചും കൂടി കംഫേർട്ട് ആളുകളുള്ള ഗ്യാങ്ങിൽ ഇരിക്കാനാണ്. പക്ഷെ ഫോട്ടോയിൽ ഇവർ ഭയങ്കര ഒട്ടിപ്പാണ്. പുറത്തിറങ്ങി ഇവർ കുറ്റം പറയുവരെ. ഇതൊന്നും ഞാൻ എങ്ങനെ മനസ്സിലാക്കി പറഞ്ഞാൽ ഇവർ പറയുന്നത് കേട്ടിട്ടുള്ളതാണ്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഒരു സ്ത്രീ സുഹൃത്തുക്കൾക്കും അധികം സ്ത്രീ സുഹൃത്തുക്കളില്ല. അവർ ഗ്യാങ് ചെയ്യുന്നതാണെങ്കിലും ചില ചെയ്യുന്നതൊക്കെ ആണെങ്കിലും ആണുങ്ങളുള്ള ഗ്യാങ്ങിലാണ്. അപ്പോൾ സ്ത്രീ സംവിധായകൻ വരുന്നത് കൊണ്ട് സ്ത്രീകൾക്ക് പ്രശ്നങ്ങൾ തീരുമെന്നുള്ള ചോദ്യത്തിന് ഞാനതിന് ഉത്തരം പറയാം. പിന്നെ അവർ ഈ വേതനത്തിൻ്റെ കാര്യം, വേതന തുല്യത എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഓരോ ചോദ്യങ്ങളായിട്ട് വരും. ആണുങ്ങൾക്കൊക്കെ ശമ്പളം കിട്ടാത്ത എത്ര ആൺ ആക്ടേഴ്സ് ഉണ്ട് സ്ത്രീകളെക്കാളും. ഇപ്പോൾ നിത്യമേനോനാണെങ്കിലും പാർവതി ആണെങ്കിലും ഇവരെത്രയോ ശമ്പളം വാങ്ങാൻ എത്ര ആൺ ആക്ടേഴ്സ് ഉണ്ട്, മെയിൽ ആക്ടേഴ്സ് ഉണ്ട്. ഒരേ പ്രായത്തിലുള്ളവർ, അവരുടെ അപ്പൻ്റെ പ്രായമുള്ളവരുണ്ടല്ലോ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന, പാത്രം കഴുകിയിരിക്കുന്നുണ്ട്, ലൊക്കേഷനിൽ വണ്ടി ഓടിക്കുന്നുണ്ട്. 2000 രൂപ പോലും ആയിട്ടില്ല ലൊക്കേഷനിൽ. ഒരു തൊഴിലാളിക്ക് ഒരു ദിവസം വർക്ക് ചെയ്താൽ ബാറ്റ കൂട്ടി കഴിഞ്ഞാൽ ഇന്ന് വരുന്ന ആൾക്കാർ നടനായാലും നടിയാണെങ്കിലും അവർ ഹിറ്റാകുമ്പോഴേക്കും അവർക്ക് എത്ര കാശാണ് കിട്ടുന്നത്. അപ്പോഴും നമ്മുടെ അപ്പൻ്റെ പ്രായമുള്ള ആൾ പാത്രം കഴുകിക്കൊണ്ടിരിക്കുക. ഇവിടെ ആൺപെൺ വ്യത്യാസത്തിലല്ല, ആൺപെൺ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം, അത് ആളുകളുടെ മൈൻഡിലുണ്ടായിരിക്കാം. പക്ഷെ അതുകൊണ്ടല്ല ശമ്പള വ്യത്യാസം അല്ലെങ്കിൽ ഇതൊന്നും കൊടുക്കുന്നത്, സ്ഥാനം കൊടുക്കുന്നത് അയാൾക്കുള്ള ഡിമാൻഡ് അനുസരിച്ചാണ്. അല്ലേ? നയൻതാരയുടെ പോലും അത്ര ശമ്പളം കിട്ടുന്നുണ്ടാ ബാക്കി ആക്ടേഴ്സിന്? കിട്ടാത്ത ആക്ടേഴ്സ് ഇല്ലേ? അപ്പം അത് അങ്ങനെ നമ്മൾ എപ്പോഴും ഈ വ്യത്യാസം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ വ്യക്തികളാണ്. അല്ലേ? ഈ ആൺ പെൺ വ്യത്യാസം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് പോവില്ല. ഇത് നമ്മുടെ ഉള്ളിലുണ്ടാവേണ്ടതാണ്. ആൺ പെൺ വ്യത്യാസമില്ല. അത് വ്യക്തികളാണ് എല്ലാവരും. വ്യക്തികൾക്കുള്ള വ്യത്യാസം കൊണ്ടാണ് നമ്മുടെ ഈ സ്ഥാപനത്തിലാവുമ്പോൾ തന്നെ നിങ്ങളെക്കാട്ടും ശമ്പളം കുറഞ്ഞ ആളുകളില്ലേ? നിങ്ങൾ കൂടിയ ശമ്പളമുള്ള ആളുകളില്ലേ? അങ്ങനത്തെ പെണ്ണുങ്ങളും ഇല്ലേ? പെണ്ണുങ്ങൾ MD ആയിട്ടുള്ള സ്ഥാപനങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് അവരവരെ കഴിവുകൊണ്ടെത്തുന്നതല്ലേ? ഇന്ദിരാ ഗാന്ധി എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്ന രാജ്യത്ത് നമ്മൾ ജീവിച്ചിരുന്നില്ലേ? ഗാന്ധി പെൺകുട്ടിയായിരുന്നല്ലോ. അല്ലേ? അന്നപ്പോൾ എല്ലാവരും താഴെയല്ലേ? ജയിലെഴുത പെണ്ണല്ലേ? അവർ MLA ഇങ്ങനെ ഇരുത്തുക, ഇങ്ങനെ നേരെ കൂടി ഇരുത്തില്ല, അവരെ മൂത്ത് നോക്കി സംസാരിക്കില്ല. അല്ലേ? അപ്പോൾ അത് ജയലളിത എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ജയലളിത എന്ന സ്ത്രീ എന്ന് കാണാം നമ്മൾ. ഇപ്പം നമ്മൾ മൃഗശാല ചെയ്തിട്ട് അതാ പെൺകടുവ, അതാണ് കടുവ, അങ്ങനെയാണോ? കടുവ എന്നല്ല പറയുക. പിന്നെയല്ല അതും താഴെ ഇങ്ങനെയൊക്കെ നോക്കിയാലല്ലേ ആണാണോ പെണ്ണാന്നൊക്കെ അറിയുള്ളൂ. സിനിമത്തിൽ പിന്നെ ഇതില്ലെങ്കിൽ മനസ്സിലാവും വിചാരിക്കുക. അല്ലേ? നമ്മൾ മൃഗങ്ങളെ കാണുമ്പോഴൊക്കെ അങ്ങനെയല്ലേ? പൂച്ച അല്ലെങ്കിൽ പെൺപൂച്ച ആൺപൂച്ച എന്നൊക്കെ പറയുമോ? മനുഷ്യന്മാരെ കാണുമ്പോൾ മാത്രം എന്താ പെണ്ണ് ആണ് അങ്ങനെ കാണുന്നു.
അതങ്ങനെ കാണുന്നവർക്കാണ് പ്രശ്നം. ഇനി എന്താണ് ഷൈന അടുത്തതായിട്ട് വരാനുള്ള സിനിമകൾ എന്തൊക്കെയാണ്? ഇത് റിലീസുണ്ട് 19-ാം തീയതി. പിന്നെ അയ്യറിൻ അറേബ്യ എന്ന് പറഞ്ഞൊരു പടം റിലീസുണ്ട്. പിന്നെ തുണ്ട് എന്ന് പറഞ്ഞിട്ട് ബിജുമേനൻ്റെ കൂടെ ഒരു പടം വരാണ്. ഇപ്പോൾ ഈ വരുന്ന പ്രോജക്ട്സിലൊക്കെ സാറ്റിസ്ഫൈഡ് ആണ് അതർ ലാംഗ്വേജ് ഫിലിംസ് ഒക്കെ? അപ്പോൾ ബീസ്റ്റിലൊന്നും വലിയ അത്ര സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അവരെന്നെ കോൺഫിഡൻസ് അതിൽ സാറ്റിസ്ഫൈഡ് അല്ല. എന്താണ് ബീസ്റ്റ് വിളിക്കുമ്പോഴോ? അതല്ല, ബീസ്റ്റ് ചെയ്തവരും അതിൽ അഭിനയിച്ചവരും മെയിൻ ആൾക്കാർക്ക് സാറ്റിസ്ഫൈഡ് ആണ് അവിടെ. ഒരാൾ എന്നിട്ട് എല്ലാവരും കൊല്ല. ഇത് എന്താ തീവ്രവാദം കണ്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ആ ബോംബെ ആക്രമണമെങ്കിലും ഒന്നിരുത്തി കണ്ടൂടെ? അല്ല, അപ്പോൾ അത് ചെയ്യാതിരുന്നൂടെ? എന്തിന്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാർത്തയാണ് നിങ്ങൾ എപ്പോഴും കൊടുക്കണം. നിങ്ങളാണ് മാനേജ്മെൻറ്റിന് ഇഷ്ടപ്പെട്ട വാർത്തയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കൊടുത്ത് കാണിച്ചത് 2 ദിവസം സമയം തരാം, കൊടുക്കുക. നിങ്ങളെന്തെങ്കിലും ജോലി അയച്ചു പോയോ? നിങ്ങളെന്തെങ്കിലും ഇഷ്ടത്തിന് വാർത്ത കൊടുത്താൽ അതിൽ എഡിറ്റ് ചെയ്യില്ലേ? എഡിറ്റിംഗ് ടേബിൾ ഇല്ലേ? ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് സാധനം തുടങ്ങണ്ടേ? ഞാൻ സ്വന്തമായിട്ട് സിനിമ തുടങ്ങാൻ എനിക്ക് പറ്റുമോ? ഞാൻ മണ്ണാച്ചോളം പറഞ്ഞാൽ ചാകോചാട്ടി ശരി ശരി മോനാണ്, മനസ്സിലായ? ഞാൻ എങ്ങനെ സിനിമ തുടങ്ങണം? എനിക്ക് സിനിമ തുടങ്ങാൻ താല്പര്യമില്ല. അപ്പം എനിക്ക് കിട്ടുന്ന അവസരങ്ങളോട് ഞാൻ ചെറിയ കാര്യങ്ങളും പറയും, അതൊക്കെ ചെയ്യാന്നുള്ളതുള്ളൂ. അല്ലേ? എന്ത് കൺവിക്ഷൻ? നന്നായാവും നല്ല പടം ആയിരിക്കുന്നുണ്ട്. ഈ പടങ്ങൾ ഓടി കാശുണ്ടാക്കി കഴിഞ്ഞാൽ ഓക്കെ അല്ലേ? എക്കണോമിയിൽ കാശ് വരുന്നില്ലേ? ഒരു പടം ഹിറ്റാവുന്ന സമയത്ത് പടം കാണാൻ പുറത്തിറങ്ങുന്ന ആളുകൾ വണ്ടിക്ക്, ബസ്സിന്, ഓട്ടോറിക്ഷയിൽ വരുന്നു, മനസ്സിലായ? അതിൽ മോളിൽ ഇറങ്ങുന്നു, വേറെ കടകളിൽ പർച്ചേസ് ചെയ്യുന്നു, സിനിമയ്ക്ക് പോകുന്നു, അത് കഴിഞ്ഞിട്ട് ഒരു മസാല ദോശ കഴിക്കുന്നു, തിരിച്ച് ഓട്ടോറിക്ഷ വിളിക്കുന്നു. എക്കണോമിയിലേക്ക് കാശ് വന്നാ, പണിയെടുക്കുന്ന പാവങ്ങൾക്ക് കാശ് വന്നാ. അപ്പോൾ ഒരു പടം വിജയിക്കുമ്പോൾ പ്രൊഡ്യൂസറുടെ കയ്യിൽ മാത്രമല്ല കാശ് വരുന്നത്. ഒരു പൂരം നടക്കുമ്പോൾ, ഒരു സിനിമ ഹിറ്റാകുമ്പോൾ അതിന് ചുറ്റപ്പെട്ടുള്ള സമൂഹം മൊത്തം കാശുണ്ടാവും. അതുകൊണ്ടല്ലേ ഇതൊക്കെ നടത്തിപ്പോകുന്നത്. പഞ്ചായത്തിലേക്ക് ടാക്സ്, ഇതൊന്നും നടക്കുന്നില്ലെങ്കിൽ നമുക്കും കാശ് വരില്ല. കൊറോണയുടെ സമയത്ത് മനസ്സിലായ? അപ്പം തിയേറ്ററിൽ പടം വരുന്നു, അത് ഓടുന്നെങ്കിൽ നല്ലതാണ് എക്കണോമിക്ക്. എല്ലാ സിനിമക്കാരന് മാത്രമല്ല, അതുകൊണ്ട് എക്കണോമി പഠിച്ചിട്ടുണ്ടാവും. കാശ് എങ്ങനെയാണ് റെവല്യൂഷൻ ചെയ്ത് വരുന്നത്? നമ്മൾ മണി ഇടുമ്പോൾ മണിയെ സർക്കുലേറ്റ് ചെയ്ത് വരുന്നു. അല്ലാതെ ഇടുന്ന മണി മുഴുവൻ പോവല്ല, കിട്ടുന്നത് മുഴുവൻ നമ്മുടെ കാശല്ല. അവരൊക്കെ എല്ലാവരും നമ്മൾ ചെയ്യുന്നതുകൊണ്ടും പ്രവൃത്തി മുന്നോട്ട് പോകുന്നതുകൊണ്ട്. അതുകൊണ്ടാണ് കൊറോണയുടെ സമയത്ത് ബ്ലോക്കായത്. കാശുള്ളവർക്കും കാശ് വരുന്നില്ല കയ്യിലേ, കിട്ടാണ്ട് എവിടെ കുടുങ്ങി കിടക്കും. അപ്പം ഇതെല്ലാം റോൾ ചെയ്യുമ്പോഴല്ലേ കാശ് വരുള്ളൂ എക്കണോമിയിലേ. അപ്പോൾ നമ്മുടെ ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കണം, അല്ലെങ്കിൽ സിനിമകൾ ഉണ്ടാവണം. അത് ഇൻഡസ്ട്രിക്കും സമൂഹത്തിനും എല്ലാത്തിനും അതാണ് വേണ്ടത്. അല്ലാതെ ഇവിടുത്തെ ഇത് വെച്ചിട്ട് നമ്മൾ OTT മാത്രം പടം ഇറക്കി കഴിഞ്ഞാൽ അത് മോശമാണ്. പ്രൊഡ്യൂസർക്കും വിദേശ കമ്പനിക്കും മാത്രമേ ഉള്ളൂ ലാഭം. അതാണ് നമ്മൾ സമ്മതിച്ചു കൊടുക്കാതിരിക്കേണ്ടത്. കാരണം ഇവിടുത്തെ ഇത് വെച്ചിട്ട് റിസോഴ്സസ് വെച്ചിട്ട് അവർ കാശുണ്ടാക്കുന്നത് വേറെ ആൾക്കാർ. അത് നമ്മുടെ നാട്ടിൽ പടം ഇറങ്ങിയിട്ട് വിജയിക്കുമ്പോൾ കിട്ടുന്നത് നമ്മുടെ നാടിന് തന്നെയാണ്, അല്ലാതെ അത് ചെയ്യുന്നവർക്കല്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ കുറച്ചും കൂടി ഈ മതസൗഹാർദ്ദമൊക്കെ പറയുന്നതും. നമ്മുടെ നാട്ടിൽ ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും റംസാൻ വന്നാലും നമ്മുടെ മാർക്കറ്റിലെ കച്ചവടം ഇതെല്ലാവർക്കും വലിയ ലാഭമല്ലേ? അല്ലേ? എല്ലാവരും പൂരങ്ങളാണെങ്കിലും ഞാൻ പൊന്നാലെ ജനിച്ച് ഇവിടെ കണ്ടുകുറുമ്പുകാവ് പോകും, പൂരം, തൃക്കാവ് പൂരം, അല്ലെങ്കിൽ വള്ളിപ്പെരുന്നാൾ, ഇതൊക്കെ ആ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും അതിൽ പങ്കെടുക്കും. കാരണം അതിൻ്റെ അടുത്ത് കട നടത്തുന്ന മുസ്ലിം ആയിരിക്കും, അല്ലെങ്കിൽ ഹിന്ദു ആയിരിക്കും, അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയിരിക്കും. അപ്പോൾ അത് നടക്കാൻ പാടില്ല എന്ന് വായിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഇരിക്കുന്ന മുമ്പ് തന്നെയല്ലേ പൊട്ടുക. അപ്പോൾ അത് നടക്കുമ്പോഴല്ലേ അവന് കച്ചവടം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ നാടിൻ്റെ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ. അപ്പം അത് ആ പള്ളിക്ക് അല്ലെങ്കിൽ അമ്പലത്തിന് വേണ്ടി മാത്രമല്ല, അത് മതക്കാർക്ക് വേണ്ടി മാത്രമല്ല, അതൊരു നാടിൻ്റെ മുന്നോട്ടുള്ള പുരോഗതിക്ക് വേണ്ടി കൂടിയാണ് അവിടെ ആഘോഷങ്ങളും ഒക്കെ നടക്കുന്നത്. ഈ കാശ് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയല്ല യഥാർത്ഥത്തിൽ. നമ്മൾ എക്കണോമിക്ക് കാശിടുമ്പോൾ അത് തിരിച്ച് നമ്മളിലേക്ക് തന്നെ എത്തും. നമ്മൾ വെറുതെ ഇരുന്നിട്ട് ഇട്ട കാശ് നോക്കി ഇരുന്നിട്ട് കാര്യമില്ല, നമ്മൾ പ്രവർത്തിക്കണം. അപ്പോൾ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ശമ്പളമായിട്ട് വരുന്നത് അത്, മനസ്സിലായ? അല്ലാതെ നമ്മൾ 10 രൂപ ഇട്ടു 2 ദിവസം കാത്തിരിക്കുക 10 രൂപ വരുന്നത് അങ്ങനെയല്ലടാ. അതായത് നമുക്ക് കിട്ടുന്നത്, നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ശമ്പളം കിട്ടുന്നത് ഇതെല്ലാം നടക്കുന്ന കാരണമാണ്.
ശമ്പളം കിട്ടാതെ എത്ര പേര് വട്ടം കുറങ്ങി ഇല്ലേ കൊറോണ സമയത്ത്? ജോലി എടുത്തവർ ജോലി കിട്ടാനുള്ള കാശ് കിട്ടാതിരുന്നില്ലേ? അതെന്തുകൊണ്ടാണ്? ഇക്കണോമിയിൽ കാശ് വരുന്നില്ല. അപ്പോൾ ബീസ്റ്റ് എന്നുള്ളൊരു പടം ചെയ്യാൻ പോണ സമയത്ത് എനിക്ക് അതൊരു കുറ്റബോധമില്ല. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് എല്ലാ പരിപാടിയും നിർത്തേണ്ടി വരും. എല്ലാ രാജ്യ പ്രവർത്തനങ്ങളും നിർത്തണം, സുരക്ഷാ പ്രവർത്തനങ്ങളും എല്ലാം മോശമല്ലേ? ഈ മാധ്യമങ്ങളൊക്കെ തുടങ്ങുന്നത് മറ്റൊരാളെ കരിവാരി തേക്കാനാണ്. ഹിസ്റ്ററിയിലേക്ക് പോയാൽ മതി. ഹൂ സ്റ്റാർട്ട് ദിസ് അറിയോ? പഠിച്ചിട്ടുണ്ടോ ജേർണലിസം? എങ്ങനെയാണ് ന്യൂസ് പേപ്പേഴ്സ് മാധ്യമങ്ങൾ തുടങ്ങുന്നത്? ഏറ്റവും പുരാതനമായിട്ട് മറ്റൊരു ആളെ വിമർശിക്കാനും കരിവാരി തേക്കാനും. അല്ലെങ്കിൽ അത് വെച്ചിട്ടല്ലേ പിന്നെ ഉണ്ടാവുന്നത്. അങ്ങനെ ഇനിയിപ്പോൾ നമ്മുടെ പട്ടാള ഭരണം നോക്കുക, അല്ലെങ്കിൽ പട്ടാളക്കാരെ നോക്കുക. അവരെന്താണ് നമ്മൾ പഠിപ്പിക്കുന്നത്? ആക്രമിക്കാനല്ലേ? ആക്രമിച്ച് രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്ത് അവർക്ക് വീരചക്രം കിട്ടിയ അപ്പുറത്തെ രാജ്യത്തെ സംബന്ധിച്ച് എന്താണ് ഇവർ ചെയ്യുന്നത്? അവിടുത്തെ ഒരാളെ കൊല്ലുകയാണോ? അവിടെ അങ്ങനെ പിടിക്കപ്പെട്ടവൻ രാജ്യദ്രോഹിയായോ? ആയോ? അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യണം? ഒരാളെ കൊല്ലണ ജോലിയാണ് ചെയ്യുന്നത്. ശരിയാണോ ശരിക്കും നോക്കുകയാണെങ്കിൽ? ആണോ? നമ്മുടെ അതിർത്തിയിലുള്ളവർ നമ്മുടെ നാടിനെ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ചെയ്യുന്നു. അപ്പുറത്തെ രാജ്യക്കാർക്ക് സെയിം ഇവർ രാജ്യദ്രോഹികളാണ്, ഇപ്പുറത്തെ രാജ്യസ്നേഹികളും. അപ്പോൾ ഒരു മനുഷ്യനെ അപ്പുറത്തും വെച്ച് വെടിവെച്ച് കൊല്ലുന്നത് ആരാണെങ്കിലും നല്ലതല്ലല്ലോ. അതിനെ പരിശീലിപ്പിക്കുന്നതും പോറ്റുന്നതൊന്നും നല്ലതല്ലല്ലോ. പക്ഷെ അത് ചെയ്യാതെ ഇരുന്നിട്ട് കാര്യമുണ്ടാകും. വേണ്ട പട്ടാളക്കാരെയൊക്കെ പിൻവലിച്ചോ എന്ന് പറയാൻ പറ്റുമോ? നാളെ മുതൽ വെടിവെക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? നമുക്കൊരു സുരക്ഷയും വേണ്ടെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ലല്ലോ. പിന്നെ ഞാൻ ഈ ചെറിയ ബീസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം? ഇക്കണ്ട ആൾക്കാർ ലോകം മുഴുവൻ കൊറോണ വന്നിട്ട് കുത്തിവെപ്പിച്ചില്ലേ? അതിന് പ്രശ്നമില്ലേ നിങ്ങൾക്ക്? ആദ്യം മറ്റേ വൈറസിന് ഇറക്കിയിട്ട് അവരെന്നെ മരുന്നിറക്കുക ചോദിക്കുന്നത്. എല്ലാവരും പേരും എന്താണ് ചെയ്യുന്നത്? അതൊന്നും പ്രശ്നമില്ല. ഞാൻ ചെറിയ ബീസ്റ്റ് ഇറക്കി പോയി അഭിനയിച്ച പ്രശ്നം. ദേവരയുടെ പ്രതീക്ഷ എന്താ? ഓരോ പടങ്ങളും നമുക്ക് ഓരോ പുതിയ പ്രതീക്ഷകളല്ലേ. അതൊരു തെലുങ്ക് പടമാണ്. പുതിയ അത് ഫ്ലോറിനകത്താണ് ഫുൾ പടം ചെയ്യുന്നത്. നമ്മൾ ഫുൾ ഒറിജിനൽ ലൊക്കേഷൻസിലാണല്ലോ ഇവിടെ പടം ചെയ്യണത്. ഫ്ലോറിൽ ചെയ്യുമ്പോൾ കടലും ഐലൻഡും അല്ലെങ്കിൽ കപ്പലും ഒക്കെ ഫ്ലോറിൻ്റെ അകത്താണ്. അപ്പോഴാണ് ജുറാസിക് പാർക്ക്, സ്പൈഡർമാൻ പോലെയുള്ള പടങ്ങൾ, കിങ് കോങ്ങിൻ്റെ ഒക്കെ ബുദ്ധിമുട്ട് മനസ്സിലാവണം. കാക്കോട്ടും കാട്ടിലാന്ന് പറഞ്ഞിട്ട് ഫ്ലോറിൻ്റെ അകത്തല്ല നിൽക്കണത്. അതൊരു ആക്ടറാന്ന് വെച്ചാൽ ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള പരിപാടി. ചലഞ്ചല്ല. നമ്മളിവിടെ കടലിൽ ഞങ്ങൾ അടിത്തിട്ട് ബോട്ടിൽ ചെയ്യാൻ പോയപ്പോൾ കടലിലേക്ക് പോയി ചെയ്യുക എന്നുള്ളതാണ്. ബോട്ട് എടുത്തിട്ടും കാരണം നമ്മളിൽ കാശില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ VFX ചെയ്യാനും വരും. അതുകൊണ്ട് വളരെ ചുരുക്കം കാശ് കൊണ്ട് പടം ചെയ്യാൻ പറ്റി. കാണുമ്പോൾ അതെല്ലാ കാലത്തും ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ഈ ഗ്രാഫിക്സും VFXും ഒക്കെ ചെയ്യുമ്പോൾ അത് ആ സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. മുതൽവൻ വന്ന സമയത്ത് ഭയങ്കര ഗ്രാഫിക്സ് ആയിരുന്നു. ഇപ്പോൾ കണ്ട പിള്ളേർ പോലും വെച്ചുകൊണ്ടിരിക്കില്ല. അപ്പം നമ്മുടെ ഫ്രണ്ടിൽ പോകാതിരിക്കാൻ എപ്പോഴും നല്ലത് റിയൽ ലൊക്കേഷനിൽ പോയി ഷൂട്ട് ചെയ്യാം. അവരെ സംബന്ധിച്ച് അത് ആലോചിക്കാനേ പറ്റില്ല. ഈ NTRന് ഈ ഫ്ലോറും ഈ മതിൽക്കെട്ടും വിട്ട് പുറത്ത് പോയി ഷൂട്ട് ചെയ്യണ കാര്യം ആലോചിക്കാനേ പറ്റില്ല. വിജയ്ക്ക് അത്രയും. ഇനി വല്ല ഷൂട്ട് ചെയ്യണമെങ്കിൽ വല്ല ഫോറിൻ രാജ്യത്തൊക്കെ പോകണം. ഇവരറിയാത്തത് കുടം ഒരു പാക്കറ്റ് ഒരു പെട്ടിയോ ചുമക്കാൻ അറിയാത്ത ആൾക്കാരാണ് ഇവർ. ആരും സമ്മതിക്കില്ലെന്ന് ഇവരെ കയ്യിൽ നിന്നൊരു മൂടി തെറിച്ച് പോയി അതെടുക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ 20 പേര് ഒന്നും എടുക്കുന്നത്. ഇപ്പോൾ ഡോറ് തുറക്കാൻ പോയി കഴിഞ്ഞാൽ 20 കൈ വരും ഇവിടെ തുറക്കാൻ. പിന്നെ ഇങ്ങനെ ഒരു കുടം വെള്ളത്തിൻ്റെ വെയിറ്റ് ഇവർക്ക് അറിയാം. അപ്പം അതുകൊണ്ടല്ലേ നിസ്സാരമായിട്ട് തന്നെ തൂക്കി പിടിച്ചുകൊണ്ട് പോയത്. മനസ്സിലായ ബീച്ചിൽ ജസ്റ്റ് ഒരു ചെരിച്ചല്ലെങ്കിൽ ഒരാളുടെ വെയിറ്റ് എന്താണെന്ന് ഇങ്ങനെ അറിയാമോ? മല പോലും ഇങ്ങനെ കൊണ്ടുപോകും. ലോജിക്കലി അത് കറക്റ്റല്ല അവിടെ ആ ബോഡി ലാംഗ്വേജ് അല്ലേ? ട്രോളിയപ്പോൾ എല്ലാവരും എന്നെ ട്രോളണം. അന്നെ മടക്കൊണ്ട് വരാതെ എന്നെങ്ങാതെ ഒരാൾ ഒന്നൊരു കുടം കൊണ്ടുപോകും. അങ്ങനെ
ആരെയാ കളിയാക്കേണ്ടതെന്ന് പോലും മനസ്സിലാവുന്നില്ല. എന്തൊക്കെ ആൾക്കാർ 10 പേര് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്നെ പറയേ വേണ്ടും. ഭൂമി ഉരുണ്ടതാണ് അന്ന് ഉരുണ്ടത്. ഇനി പരന്നാണെന്ന് ഒരാൾ പറഞ്ഞാൽ അയാളെ കൊല്ലുക. എന്നിട്ട് പരന്നാണെന്ന് എല്ലാവരും വിശ്വസിക്കും. അപ്പോൾ ഉരുണ്ടാണെന്ന് ഒരാളെന്ന് പറഞ്ഞാൽ അയാൾ കൊല്ലും. ഇതാദ്യം പരന്നാന്നല്ലേ പറഞ്ഞിരുന്നല്ലേ? ഭൂമി ഉരുണ്ടതാണെന്ന് ഒന്ന് പറഞ്ഞ ആളെ കൊന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും കൊല്ലണ്ടേ അല്ലേ? ഇനിയിപ്പോൾ പരന്നാന്ന് ഒരാൾ ഒന്ന് പറഞ്ഞാൽ അയാൾ കൊല്ലുമോ? ഇല്ല, പക്ഷെ അങ്ങനെ പറയുന്ന പലരും ഉണ്ടല്ലോ. ഉണ്ട്. അവരെ നമ്മൾ വിശ്വസിക്കില്ലല്ലോ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലലെല്ലാം നടക്കുള്ളൂ. ഈ പരന്നാണോ ഉരുണ്ടാണോ എന്ന് കാണാൻ ആരെങ്കിലും ഭൂമിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? കണ്ടോ? ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല. പറ്റുമോ? നാസാന്ന് പറയരുത് കേട്ടോ. ഷൈൻ വിശ്വസിക്കുന്നില്ല. ഭൂമി ഉണ്ടാവും വിശ്വസിക്കുന്നില്ലേ? ഇല്ല. ഇവിടുത്തെ ഒരു ചെറിയൊരു കാര്യം, നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ ഒരു കിലോ ആപ്പിൾ ഇരിക്കണമെന്ന് നമ്മൾ കണ്ടാലേ വിശ്വസിക്കുള്ളൂ. എല്ലാവരും വിശ്വസിക്കുമോ? അല്ലെങ്കിൽ കണ്ടാലല്ലേ നമ്മൾ എല്ലാ കാര്യം വിശ്വസിക്കുള്ളൂ. പിന്നെ ഈ കാണാതെ ഭൂമി നിങ്ങൾ വിശ്വസിക്കുന്നത്? സാറ്റലൈറ്റ് എവിടെ ഉണ്ട്? നിങ്ങൾക്ക് ഈ കപ്പ് കാണുന്നില്ലേ? കപ്പ് ഫോക്കസ് കപ്പ് ഈ ഫോക്കസിൽ കാണണമെങ്കിൽ എത്ര ദൂരം പോകണം? കപ്പിന്ന് കപ്പ് ഇങ്ങനെ കാണാൻ പറ്റണ്ട ഫുള്ളായിട്ട്? ഇത്ര പോകണ്ടേ? അപ്പോൾ ഭൂമിനെ ഫുൾ വട്ടത്തിൽ കാണണമെങ്കിൽ എത്ര ദൂരം പോകണം? എത്ര കിലോമീറ്റർ പോകണം? സഞ്ജയ് ടെക്നോളജി പറ. എത്ര ദൂരം പോകണം? എത്ര ദൂരം പോകേണ്ടി വരും? അത്രയും ദൂരം പോയി കഴിഞ്ഞാൽ ഭൂമിനെ കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആകാശം നോക്കുമ്പോൾ എല്ലാ ഗ്രഹവും കാണണ്ടേ? അത്രയും ദൂരത്ത് പോയിട്ട് എങ്ങനെ ഫോട്ടോ എടുക്കണത്? അതൊക്കെ ആര് വിടാനാകെ ഫോട്ടോ? ക്യാമറ. ഇതൊരു ഇമാജിനേഷൻ ചിത്രമാണ് വട്ടത്തിലുള്ളത്. അപ്പൊ ചന്ദ്രനിൽ മനുഷ്യൻ പോയി നിങ്ങളൊക്കെ വിശ്വസിച്ചിരിക്കണം. നമ്മൾ ഇവിടെ നിന്ന് ഒരു റോക്കറ്റ് വിടാനുള്ള ചിലവ് എന്താണെന്നറിയോ? വിട്ടും ഞാൻ പറഞ്ഞ റോക്കറ്റ് വിടാൻ ചിലവ് എന്താണെന്നറിയോ? എന്തോരം കാലത്തെ കഷ്ടപ്പാടുണ്ട്. എല്ലാം ഉണ്ടാക്കി സെറ്റ് ചെയ്ത് കത്തിച്ച് പിന്നെ 10 വരെ ഒരാൾ എണ്ണും വേണം. അല്ലെങ്കിൽ 10 മുതൽ 1 വരെ. ഇത് കഴിഞ്ഞിട്ട് ഈ സാധനം കത്തി അവിടെ നമ്മൾക്ക് ഈ തുമ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ നിന്ന് ആ തുമ്പ് പിന്നെ ആരെങ്കിലും തിരിച്ചു വിടുന്നു? വരും. ഈ പോയ പിന്നെ ആൾ പിന്നെ ഏത് വണ്ടിയിൽ തിരിച്ചു വരുന്നത്? മുകളില് അവിടുന്ന് അവരെ പറയുന്നില്ല. ഇത്രയും വലിയ തന്നാൻ വേണം ഇവിടുന്ന് ആ റോക്കറ്റ് ചന്ദ്രനിലേക്ക് വിടാൻ. ഏത് ഭൂമിയുടെ ഈ ഉപരിതലം വേദിച്ച് അതിൻ്റെ ഈ ഭ്രമണപഥം വേദിച്ച് സ്പേസിലെത്തി പിന്നെ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ കടന്ന് ചന്ദ്രനിൽ ഇറങ്ങിയ സാധനം ഇത്രേ ഉള്ളോട്ടാ. പിന്നെ അവിടെ നിന്നൊരു കൈ തള്ളാൻ പോലും ആരുമില്ല. കാര്യം 2 വ്യക്തികളല്ലേ പോയിട്ടുള്ളൂ. ആര്? നീൽ ആംസ്ട്രോങ്ങും മറ്റേ മച്ചാനും. ഒരാൾ തള്ളിയെന്ന് വിചാരിക്കാം. അവിടെ നിന്ന് എന്ത് പ്രഷറിൽ ഈ സാധനം തിരിച്ചിങ്ങോട്ടും ഇങ്ങനെ വരണത്? ഏത് ബെൽറ്റ്? അല്ല ഇത്രയും സാധനം ജനറേറ്റ് ചെയ്യേണ്ട കത്തി തീർന്ന് അപ്പുറത്തേക്ക് വരാൻ. അങ്ങനെ കത്താതെ വരികയാണെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ നിന്ന് ഇത്രയും നന്നാകും? ഇതേ ഐഡിയ തന്നെ ഇവിടെ നിന്ന് ഉപയോഗിച്ചാൽ മതിയില്ലേ? അതിലേ ആ തുമ്പ് മതി ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ അത് ഉപയോഗിച്ചാൽ മതിയില്ലേ? ഇവരുടെ ഈ പൊറോട്ട കഥ നമ്മളല്ലാതെ ആരെങ്കിലും വിശ്വസിക്കുമോ? നമ്മൾ ഇവിടെ നിന്ന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയാൽ അമ്മാവനാണ് പെണ്ണിൻ്റെ വീട്ടിൽ ആദ്യം കാലുകുത്തിയെന്ന് പറയുമോ? പെണ്ണിൻ്റെ വീട്ടിൽ എല്ലാവരും എത്തിയെന്നല്ലേ പറയുള്ളൂ. 2 പേരോട് ചന്ദ്രനെ വിട്ട് ആദ്യം നീലാംസ്ട്രോങ് കാലുകുത്തി എന്ന് പറയുമോ? ആരും എത്തി 2 പേരും ഒരുമിച്ചല്ലേ? 2 വണ്ടിക്കാണ്. ആണാ? ആ കഥ എന്തുകൊണ്ടാണ് നമ്മൾ വിശ്വസിച്ചത്? നീലാംസ്ട്രോങ് ആദ്യം കാലുകുത്തി മറ്റേ ബാത്റൂം പോയിക്കായിരുന്നു. എന്തൊരു ബ്ലണ്ടർ കഥയാണ്. അതിനുശേഷം ഒരിടത്തിലും പോയിട്ടില്ല. മതി എന്ത് പോകാത്ത പിന്നെ ബസ്സിന് ആളെ കൊണ്ടുപോയിരുന്നല്ലോ അന്ന് പോയിരുന്നെങ്കിൽ. അന്ന് പോയി 2 പേരെ വിട്ടെങ്കിൽ ചെറുതിൽ തൊട്ട് ഇങ്ങനത്തെ ചെറുതിൽ വിട്ടതാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനത്തെ സംശയങ്ങളും ഇങ്ങനെ സംശയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പോ അങ്ങനെ നമ്മൾ കുറെ കാലം വിശ്വസിച്ചല്ലോ. അപ്പൊ അതിനൊരു സാച്ചുറേഷൻ പോയിന്റ് ആയി വിശ്വസിക്കാൻ. ഈ സിനിമ കഴിഞ്ഞ് പിന്നെ വേറെ എന്തിനോട്
അറ്റാച്ച്മെന്റും താല്പര്യമുള്ളത്? അങ്ങനെ സിനിമ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യവും കിട്ടുമതില്ല. ആക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയം കാണിക്കുന്നത് മൊത്തം ലോകത്തുള്ള എല്ലാ എക്സ്പീരിയൻസുകളൊന്നും എല്ലാ പ്രവർത്തനങ്ങളൊന്നുമാണ്. അത് മനുഷ്യന്മാരുടെ ഇടപെടലുകൾ, എല്ലാ ചെയ്തികളും എല്ലാ ദുശീലങ്ങളും ശീലങ്ങളും ഒക്കെ എല്ലാത്തിൽ നിന്നാണ് ഒരു ആക്ടർ ഉണ്ടാവുന്നത്. അല്ലാതെ ഒരൊറ്റ സ്ഥലത്തുനിന്ന് മാത്രമായിട്ട് ഉണ്ടായി വരുന്നതല്ല ആക്ടർ. ഇപ്പോൾ ക്യാമറ ഉണ്ടാക്കണ പോലത്തെ സാധനമല്ല. ക്യാമറ ഉണ്ടാക്കണ ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ എവിടെയൊക്കെ ട്രാവൽ ചെയ്ത് അതൊന്നൊക്കെ ട്രാവൽ ചെയ്ത് എങ്ങനെയൊക്കെ നടക്കാവുന്നു, എങ്ങനെയൊക്കെ ചാടാവുന്നു, എല്ലാ പരിപാടികളും കഴിഞ്ഞ് അതിൽ നിന്നൊക്കെയാണ് ഒരു ആക്ടർ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് അയാൾക്കത് റിഫ്ലക്റ്റ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ പറ്റുന്നത് അതുകൊണ്ടായിരിക്കും. അല്ലാതെ ഒരു ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നവനെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അത് ചെയ്യാൻ. നേരത്തെ ഷൈൻ പറഞ്ഞപ്പോൾ മറ്റുള്ള ആക്ടേഴ്സിനെ ഒബ്സർവ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ ഫഹദിന് ഒരുപക്ഷെ ഡാൻസ് കുറച്ച് വഴങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാകും, കോമഡി. സെൽഫ് അസസ് ചെയ്യുമ്പോൾ ഷൈനിന് അങ്ങനെ എന്തെങ്കിലും ലിമിറ്റേഷൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്താണ്? എൻ്റെ പ്രൊണൗൺസിയേഷൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ സൗന്ദര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത്ര സൗന്ദര്യം ഇല്ലായ്മ. പിന്നെ എൻ്റെ കാഴ്ച കുറച്ച് പ്രശ്നക്കാരനും കുറച്ച് എക്സെൻട്രിക് ആയിട്ട് തോന്നില്ലേ, അതിൻ്റെ ലിമിറ്റേഷൻ ആയിരിക്കാം. ഇതൊക്കെ കാഴ്ചയ്ക്ക് തോന്നലുകളോ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഡാൻസ് ചിലപ്പോൾ കളിക്കാൻ ഡാൻസ് കളിക്കും, ഇടി കൊണ്ടുവന്നിട്ട് ഇടി കൂടും. പെൺകുട്ടീനെ എള്ളത്തിനാണ് പെൺകുട്ടിയുടെ തന്നെ ചെയ്യും, ഇമോഷണലായിട്ട് ചെയ്യാനാണ് ചെയ്യും. ഇതൊക്കെ ശരിയാവും കറക്റ്റാണോ എന്നുള്ളതല്ല. ഇത് കഥയും കഥാപാത്രങ്ങളും ഒക്കെ കറക്റ്റായിട്ട് വരുന്ന സമയത്ത് വർക്കാവുള്ളൂ, അല്ലാതെ എല്ലാത്തിനും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ കോമഡി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമഡി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മളിങ്ങനെ പറയാനോണ്ട് ശരിയാവില്ല തോന്നുന്നു. ഇതൊരു കഥാപാത്രമായിട്ട് വരുമ്പോഴേ ശരിയാവുള്ളൂ. ഇപ്പോൾ ഒരു കഥാപാത്രത്തിന് വേണ്ടത് അതിൻ്റെ ബോഡി ലാംഗ്വേജാണ്. അയാൾക്കത് അറിയണം എന്നുള്ളതല്ല. ഇപ്പോൾ ലാലേട്ടൻ ഒരു ഹാർമോണിയം വായിക്കുമ്പോൾ ഹാർമോണിയക്കാരനെ പോലെ ഇരിക്കില്ലേ? ലാലേട്ടൻ അങ്ങനെ ഹാർമോണിയം വായിക്കാറില്ലല്ലോ. അതുകൊണ്ട് ഹാർമോണിയക്കാരനും ആവില്ലല്ലോ, പാട്ട് സംഗീതം വരില്ലല്ലോ. നമുക്ക് വയലിൻ പിടിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയില്ല, വയലിൻ വായിക്കാറില്ല. നമുക്ക് പല ആക്ടേഴ്സും അറിയില്ല. ഇപ്പം ലിസീന് താളോട്ടത്തിൽ ഗിറ്റാർ പിടിക്കാനുണ്ടാ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയില്ല ആദ്യമായിട്ടാണ് ഗിറ്റാർ എടുക്കണത്. അതേപോലെ ഒരു ബൈക്ക് ഓടിക്കുമ്പോഴാണെങ്കിലും കാർ ഓടിക്കുമ്പോഴാണെങ്കിലും ഒരു പെൺകുട്ടിയുടെ നിന്ന് അടുത്ത് വർത്തമാനം പറയുമ്പോഴാണെങ്കിലും ഒക്കെ ലാലേട്ടനിലും കമലഹാസനിലുള്ള ആ ഒരു ഒഴുക്ക് നമുക്കതിൽ കാണാൻ പറ്റില്ല. കമലഹാസൻ ഒരു സ്ത്രീയുമായിട്ട് അഭിനയിക്കുമ്പോഴുള്ള ആ ഈസിനെസ് നമുക്ക് വേറെ ആക്ടേഴ്സിൽ കാണാൻ പറ്റില്ല. മോഹൻലാൽ സ്ത്രീയുമായിട്ട് അഭിനയിക്കുമ്പോഴുള്ള ഈസിനെസ് നമുക്കതിൽ കാണാൻ പറ്റില്ല. പക്ഷെ ആ ഈസിനെസ് അല്ല ഒരു ആക്ടറിനെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് കൂടി മമ്മൂക്ക മോഹൻലാലിനായിട്ട് മത്സരിച്ച് ഇങ്ങനെ അതിന് മുന്നിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ക്യാരക്ടേഴ്സിൻ്റെ ബലത്തിൽ. ഞാൻ പറയുന്നത് മൊത്തം എല്ലാ രീതിയിലും ഒരു പേടിയില്ലാത്ത അല്ലെങ്കിൽ എന്തും വഴങ്ങുന്നു എന്ന് പറയുന്നത് ലാലേട്ടനായിരിക്കാം. അതില്ല എന്നുള്ള ഭാഗത്തിന് പെർഫോം ചെയ്ത് അങ്ങോട്ട് എത്താം അല്ലേ. പക്ഷെ ഈസി ആയിട്ട് വരില്ല. മമ്മൂക്ക ഡാൻസ് കളിക്കും പക്ഷെ ഈസി ആയിട്ട് വരില്ലല്ലോ. പക്ഷെ ഡാൻസ് കളിച്ചുകൊണ്ട് നന്നായി കളിച്ചുകൊണ്ട് ആക്ടർ ആവില്ലല്ലോ. മമ്മൂക്കയല്ല ഇപ്പോൾ കൂടുതൽ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. ലാലേട്ടൻ സ്റ്റാർ ആയില്ലേ. അപ്പം എല്ലാം വഴങ്ങുമ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ആക്ടറിനേക്കാൾ കൂടുതൽ സ്റ്റാറാവും. സ്റ്റാറായി കഴിഞ്ഞാൽ പിന്നെ എല്ലാ പടത്തിലും സ്റ്റാറായിട്ടല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. കിരീടത്തിൽ സേതുമാധവൻ നമ്മുടെ കിരിക്കാടൻ ജോസിനെ ഇടിച്ചു തോൽപ്പിക്കുന്നു ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു ഓടിക്കോളാനാണ് പറഞ്ഞു അവിടെ നിന്ന് കിരിക്കാടനെ ഇടിക്കാൻ പോണ സമയത്ത് ഓടിക്കോ സേതുമാധവ. പക്ഷെ ഇപ്പോൾ വരുമ്പോൾ നമുക്ക് അറിഞ്ഞൂടെ എല്ലാവരും ഇടിച്ചു തോൽപ്പിക്കുന്നു. അതുകൊണ്ടല്ലേ ബീസ്റ്റിൽ വിജയ് എല്ലാ തീവ്രവാദികളും ഒറ്റയ്ക്ക് കൊന്ന് അത് പോരായിട്ട് പാകിസ്ഥാനിലുള്ളവരും കൊന്നു. താഴെയുള്ള പേന പോലും കൊല്ലാൻ പറ്റില്ല ഒരാൾക്ക് ഒറ്റയ്ക്ക്.
ജയിലിൽ നിന്ന് സമയത്ത് തോണ്ടിക്കഴിഞ്ഞാൽ പാനാണ് എന്തായാലും. എന്നിട്ട് അടുത്ത വീട്ടിലെ പെങ്ങന്മാരും കസിൻസൊക്കെ വന്നിട്ടാണ് മുട്ടി മുട്ടി തീർത്ത്. എന്നിട്ടും തീരാത്ത ബാക്കി ചീരിയിട്ട് ചകിരിയിട്ട് അടുപ്പ് കൊണ്ട് കത്തും. ഷൈൻ ലാലേട്ടൻ്റെ ഒപ്പം അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല, വർക്ക് ചെയ്തിട്ടില്ല. കൊച്ചുള്ളിയിൽ കോമ്പിനേഷൻ ഇല്ലായിരുന്നു അല്ലേ? അതൊരു മിസ്സിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനൊരു ഞാൻ ലൈഫിലുണ്ടായിരുന്നു. കൂടെ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹമില്ലല്ലോ. ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കണം, നമ്മുടെ കൂടെ അഭിനയിക്കണം എന്നുള്ളതല്ല ആഗ്രഹം. ഞാൻ പറഞ്ഞില്ലേ, അത് അത്യാഗ്രഹമാണ്. ഉള്ളതുകൊണ്ട് ചോദിച്ചതാണ്. ഇല്ല, ഇൻസ്പയർഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പടം കണ്ട് ഇൻസ്പയർഡ് ആവുക, അല്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ച് ഇൻസ്പയർഡ് ആവുക എന്ന് പറഞ്ഞാൽ ആ പുസ്തകം തന്നെ എടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ ആ പുസ്തകം അങ്ങനെയല്ലല്ലോ. ആ കഥ തന്നെ ചെയ്യാന്നുള്ളതല്ലല്ലോ. നമുക്ക് അതേപോലെ ഒരു കഥ ചെയ്യാം, അത് കഥ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുള്ളൂ. ആദ്യം ലോകം ഉണ്ടാവും തന്നെ ഇങ്ങനൊരു അത്യാഗ്രഹം തന്നു. ആപ്പിൾ കഴിച്ചാൽ ദൈവത്തിനെ പോലെ ആകാം എന്ന് ആഗ്രഹിച്ചത്. ആപ്പിൾ കഴിക്കുക എന്നുള്ള ആഗ്രഹമെല്ലാം ഉണ്ടാവാൻ പാടുള്ളൂ അല്ലേ? പക്ഷെ അവർ കഴിക്കുമ്പോൾ എന്താ ആഗ്രഹിച്ചു? ദൈവത്തെ പോലെ ആകാം. അതിലാണ് പണി പോലെ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആപ്പിൾ കണ്ടു, ഓക്കെ ആപ്പിൾ കഴിക്കും, എന്തെങ്കിലും വിശപ്പ് മാറും, ഓക്കെ ശരി. വിശപ്പിന് അപ്പുറത്തേക്ക് വേറൊരു ആഗ്രഹം വന്ന് ഓർക്കുന്നതാണ്. ദൈവത്തിനെ പോലെ ആകാൻ അവർ ഏതൻ തോട്ടത്തിലെ ആ പഴം കഴിച്ചു. ആഗ്രഹത്തിനേക്കാൾ പ്രശ്നം അത്യാഗ്രഹം. തുമ്പട് കാണും, തുമ്പാട് കാണും. അത് ലാസ്റ്റ് അത്യാഗ്രഹി നമ്മൾ തന്നെയാണെന്ന് മനസ്സിലാവില്ലേ? പടം കണ്ടുകൊണ്ടിരിക്കണ നമ്മൾ അയാളെ കുറ്റം പറഞ്ഞ് ലാസ്റ്റ് അങ്ങനെ ചെയ്ത ഇത്ര കിട്ടുമായിരുന്നല്ലോ. അപ്പം മനസ്സിലായില്ലേ എന്താണ് അത്യാഗ്രഹം എന്ന്? എത്രയൊക്കെ അത്യാഗ്രഹം നമുക്ക് ഇങ്ങനത്തെ ബുദ്ധി തോന്നുന്ന സമയത്ത് അതേപോലെ തന്നെ അവിടെ നിന്നും അത്ര വരുന്നു. അത് അപ്പോഴാണ് മനസ്സിലായി ഞാനാണ് ഏറ്റവും വലിയ അത്യാഗ്രഹി എന്ന പടം കണ്ടു തീർന്നപ്പോൾ. ഞാൻ അതുവരെ മറ്റാളെ കുറ്റം പറഞ്ഞിരിക്കരുത്. ആ ഇത് ഇയാൾ ഞാനാണല്ലോ. ആ പടത്തിൻ്റെ കൂടെ നമ്മുടെ മനസ്സിൽ ഇത്രയധികം എഫക്റ്റ് ചെയ്ത പടം ഞാൻ കണ്ടിട്ടില്ല. മറ്റേതൊക്കെ ആ ക്യാരക്ടേഴ്സിനുള്ള ദുഃഖവും അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെയല്ലേ നമ്മളെ വിഷമിപ്പിക്കുന്നതും അല്ലെങ്കിൽ ഇമോഷണൽ ആക്കുന്നതും. ഇന്ത്യയിലത്തെ പണം കൊണ്ട് പുറത്ത് ആരെങ്കിലും കണ്ടുണ്ടാവും. ആ പടത്തിനാലും കൂടുതൽ കളക്ഷൻ കിട്ടിയിട്ടുണ്ടാവില്ലേ ഈ പറഞ്ഞ ബീച്ചിലൊക്കെ. അതുകൊണ്ട് ബീച്ച് നല്ലതാവും, അല്ലെങ്കിൽ ഇവിടെ ഓടുന്ന പടം നല്ലതാവും. നല്ല പടങ്ങൾക്കാണ് കൂടുതൽ കളക്ഷൻ തരുന്നതല്ലല്ലോ. നല്ല പടങ്ങൾക്കെല്ലാം ആളുകൾക്ക് കൂടുതൽ രസിക്കുന്നതും അതിൻ്റെ ആ ഒരു വിഭാഗത്തിന് പ്രത്യേകതയുണ്ട്. ഇവിടെ ഇപ്പം എല്ലാ തരം കാറുകളും നമ്മുടെ ഇവിടെ പരസ്യം കാണിക്കില്ല അല്ലേ? ഇവിടുത്തെ ആൾക്കാർ കൂടുതൽ ആരാണ്? ആ വിഭാഗക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന കാറിൻ്റെ പരസ്യമല്ലേ കാണിക്കുള്ളൂ. പക്ഷേ എയർപോർട്ടിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വേറെ കാറുകളുടെ പരസ്യം കാണാം. അത് ഇവിടെ ടി വിയിൽ കണ്ടിട്ട് കാര്യമുണ്ടാകും. അപ്പം കാരണം ആ ടി വി കാണുന്നവർ എന്തായാലും ആ കാറ് വാങ്ങാൻ പോണില്ല, ആ കാറ് വാങ്ങുന്നവൻ ടി വിയും കാണുന്നില്ല. അവന് യാത്രയിലായിരിക്കും, ബിസിനസ് ടൂറിലായിരിക്കും. അവന് പരസ്യം ചെയ്യുമ്പോൾ അവൻ പോകുന്ന സ്ഥലങ്ങളിൽ പരസ്യം ചെയ്യണ്ടേ? ഇത് തീരാറായല്ലോ. ഷൈനിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ആക്ടർ ആയിരിക്കും, അതായത് അസിസ്റ്റൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ മുന്നിൽ നല്ല ആക്ടേഴ്സും, കാരണം മലയാളത്തിലാണ് ഇത്രയധികം ആക്ടേഴ്സിനും ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തുള്ള പടങ്ങളെ കണ്ടിട്ടില്ല. എന്നെ കുട്ടിയായിരുന്ന സമയത്ത് ഏറ്റവും ആദ്യം അട്രാക്ഷൻ ഉണ്ടായിരുന്നത് എനിക്ക് ലാലേട്ടനോടാണ്. കാരണം വളരെ എനർജറ്റിക് ആയിട്ടുള്ള, തലകുത്തി മറിയുക, ഓടുക, ഇടിക്കുക, ചാടുക, വെടികൊണ്ട് വീഴുക, മരിക്കണതിനും സ്റ്റൈലാണ് ലാലേട്ടൻ. വെടികൊണ്ട് വീഴുന്നതിനും സ്റ്റൈല്, ഓടുന്നതിനും സ്റ്റൈല്, പിന്നെ കളിക്കും, ചിരിക്കും, എല്ലാം ഒരു കുട്ടിക്ക് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യും. നമുക്ക് പക്ഷേ അത്ര ചെയ്യില്ലല്ലോ. നമുക്ക് അന്ന് സീരിയസ് ക്യാരക്ടേഴ്സ് അല്ലേ. അപ്പം മമ്മൂക്കാനോട് നമുക്ക് ഇഷ്ടം തോന്നുന്നത് ന്യൂഡൽഹി, പിന്നെ നായർ സാബ്, കിങ്, അമരം, ആ സമയങ്ങളിലൊക്കെയാണ്. അപ്പോൾ ഞാനൊരു 9ാം ക്ലാസ് ആ സമയമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ കുറച്ച് മമ്മൂക്കാനെ പോലെ ആയല്ലോ.
വലിയേട്ടൻ പോലെ. എൻ്റെ താഴെ നീതിമാര് വന്നു, ഞാൻ പിന്നെ വലിയേട്ടൻ സ്ഥാനത്തേക്ക് എത്തി. അപ്പോൾ വലിയേട്ടനോട് സാദൃശ്യമുള്ള ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുന്നത് മമ്മൂക്കയാണ്. പിന്നെ മമ്മൂക്കാനോടായി. അങ്ങനെ ഈ രണ്ട് ആക്ടേഴ്സാണ് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് കമലഹാസനാണ്. ഇവർ കൂടാതെ മലയാളത്തിൽ നിന്ന് കൂടാതെ നമ്മൾ പടം കണ്ടിട്ടുള്ളത് കമലഹാസൻ്റെ പടം മാത്രമേ ഉള്ളൂ. കമലഹാസനെ നമുക്ക് ഓരോ പടത്തിലും വേറെ വേറെ ആളുകളായിട്ട് കാണാം. ഹിന്ദിയൊന്നും നമ്മൾ ഒരിക്കലും ഞാൻ ഹിന്ദി പടമൊന്നും കണ്ടിട്ടില്ല. ഞാൻ ആദ്യം കാണുന്നത് കഹോന ബേർ എന്ന് പറഞ്ഞ പടം. അത് പിന്നെ അത് ആ ടീനേജിലായ കാരണം മസിൽ ഭയങ്കര പാട്ടും ഭയങ്കര ഹിറ്റൊക്കെ ആയിരുന്നല്ലോ. അങ്ങനെ ജിമ്മി പോകാനിടയാക്കിയത് ശ്രദ്ധിക്കണമായിരുന്നു. അങ്ങനെ കണ്ട തമിഴ് പടത്തിൽ രജനീകാന്തിൻ്റെ പടമൊന്നും കണ്ടിട്ടില്ല, കമലഹാസൻ്റെ പടം മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ ആ സമയത്ത് മലയാളികൾ തമിഴ് പടം എന്ന് പറഞ്ഞാൽ കമലഹാസൻ്റെ പടം മാത്രമേ ഉള്ളൂ, രജനീകാന്തിൻ്റെ പടം കാണാൻ പോലും. ഇപ്പോഴാണ് ഫാമിലീസൊക്കെ രജനീകാന്തിൻ്റെ പടം. അന്ന് കമലഹാസനാണ് ആ കൂടി നമ്മുടെ സ്റ്റാർസ്. പിന്നെ ഹിന്ദിയിലാണെങ്കിലും അങ്ങനെ ഇല്ല, അങ്ങനെ ഹിന്ദി പടം ഒന്നും കാണാൻ വീട്ടിൽ നിന്ന് പോയില്ല. വീട്ടുകാരായിട്ട് ഹിന്ദി പടത്തിന് പോയില്ല. ഇപ്പോൾ പിന്നെ നമ്മൾ കുട്ടികൾ ആയി പോകുന്നു മാത്രമേ ഉള്ളൂ. എന്നാലും ഹിന്ദി പടം കുറവാണ്. അമീർ ഖാൻ്റെ പടം കാണുമ്പോൾ കാരണം മലയാളികൾക്ക് എപ്പോഴും ആക്ടറിനെയാണ് കാണേണ്ടത്, സ്റ്റാറിനെ അല്ല. രജനീകാന്തിൻ്റെ പടത്തിനൊന്നും പോകാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ രജനീകാന്തിന് ഒരു പടം കണ്ടാൽ മതിയല്ലോ നമുക്ക്. എല്ലാ പടത്തിലും രജനീകാന്തല്ലേ, വിജയ് എല്ലാ പടത്തിലും വിജയല്ലേ. പക്ഷെ കമലഹാസൻ അങ്ങനെയല്ല. അപൂർവ സഹോദരങ്ങളിൽ ഇതിപ്പോൾ അത് ഒരാൾ തന്നെ ചെയ്തതെന്ന് എനിക്ക് അപ്പോൾ വിശ്വസിച്ചിട്ടേ ഇല്ല ഞാൻ. ആ കുള്ളനും മറ്റവളെ ലോകത്തെ ഒരാൾക്കാരും വിശ്വസിച്ചിട്ടുണ്ടാവില്ല. അത് ഒരു കുഴപ്പമില്ലാതെ ഇപ്പോഴും നമ്മൾ അങ്ങനെ നോക്കുക അതിൻ്റെ ടെക്നിക്ക് എങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഷാറുഖ് ഖാൻ ചെയ്തല്ലോ പഠിത്തം, അത് നമ്മൾ നോക്കുകയില്ല. കാരണം ഇന്നിപ്പോൾ 100 പേര് വന്നാലും ഒരേപോലത്തെ വന്നാലും നമുക്ക് അതിശയിക്കും. പക്ഷെ അന്ന് കുള്ളനായിട്ടുള്ള കമലഹാസൻ ഇത്തിരി തടിയുണ്ട് മൊത്തം, മറ്റാൾ കുറച്ച് സ്ലിം. പക്ഷേ ആൾ തന്നെയാണ് സെക്കൻഡ്. പക്ഷേ ആൾ നോക്കുമ്പോൾ ഇയാൾ മുട്ടുകുത്തിയിട്ടായിരുന്നു നിൽക്കണം. അപ്പം ഉണ്ടാവും വൈറ്റ് ഷോട്ടിൽ ഇയാൾ നടക്കണം കുള്ളൻ, മറ്റാൾ. അപ്പോൾ ഇത് ഇതെങ്ങനെ നടന്ന് അവരതിനനുസരിച്ച് ഓരോ ഷോട്ടുകൾക്ക് അനുസരിച്ച് ട്രിക്ക് ചെയ്താണ്. ഇത് ചാപ്ലിൻസ് ട്രിക്കുകളാണ് ഇതൊക്കെ. ചാപ്ലിൻസ് ട്രിക്ക് എന്ന് പറഞ്ഞാൽ ചാപ്ലിൻ മറ്റേ ഈ സ്കേറ്റ് സ്ഥാനത്തിൽ ഒരു 2ാം നിലയുടെ പോണ സംഭവമില്ലേ, അത് ഒറ്റ ഫ്ലോറാണ്. ഇതിൻ്റെ അപ്പുറത്തുള്ള പിക്ചറാണ്. ക്യാമറ ആംഗിളിൽ 2nd നില കാണുന്ന പോലെ ആ പിക്ചർ വെച്ചിട്ട് പുള്ളി ഇങ്ങനെ ചെയ്യും. ഇത് പഠിക്കണം പുള്ളി. നമ്മൾ വിചാരിക്കും ചക്രഷൂ പഠിക്കേണ്ട പുള്ളി, അത് പഠിക്കണം. മറ്റത് എഡ്ജല്ല. അങ്ങനെയാണ് ചാപ്ലിൻ്റെ പരിപാടികൾ. പിന്നെ റൂമിലെ ചെയർ മുഴുവൻ എടുത്ത് തുളത്തിടുന്നില്ലേ, ആ ചെയറിനും സാധാരണ ചെയറിൻ്റെ അത്ര വെയിറ്റ് ഇല്ല. ഒരു 100-200 നമുക്ക് പുറത്തിടാം. ഇതൊക്കെ പുള്ളി ട്രിക്കി സാധനങ്ങളാണ്. പിന്നെ സർക്കസ് പടത്തിൽ അതിൻ്റെ മുകളിൽ കൂടെ നടക്കുന്ന സംഭവങ്ങളും. പിന്നെ സർക്കസിൽ സിംഹത്തിനായിട്ടുള്ള സീനില്ലേ, ഞാൻ അയച്ചത് ഗ്രാഫി ആദ്യം വിചാരിച്ചത് എന്താ പകുതിക്ക് എടുക്കും. അന്ന് ആദ്യം സിംഹത്തിൻ്റെ പോഷൻ എടുക്കും, പിന്നെ ചാപ്ലിൻ്റെ പോഷൻ എടുക്കും. നോക്കുമ്പോൾ സിംഹങ്ങൾ ക്രോസ് ചെയ്തും വരുന്നുണ്ട്, അടുത്തും വരുന്നുണ്ട്. അപ്പോൾ നമ്മളപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ മനസ്സിലായി ഇത് വേറെ ഒന്നും ചെയ്യില്ല. സിംഹം വളരാൻ എത്ര 7-8 വർഷം എടുക്കും. പുള്ളി ഒരു 7-8 വർഷം മുന്നേ പ്ലാനിങ് കൊടുക്കും. സിംഹത്തിൻ്റെ കുട്ടീനെ വാങ്ങി പുള്ളി പാല് കൊടുത്ത് വളർന്നിട്ടില്ലേ. ആ സിംഹത്തിൻ്റെ തലയിൽ വായുടെ ഉള്ളിൽ തല കൊണ്ട് ഇട്ടാലും ചാപ്ലിനൊക്കെ അടിക്കില്ല. മനസ്സിലായ 7-8 വർഷം മുന്നേ പുള്ളി ആ പടത്തിൻ്റെ ആ സീനിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത്. സിംഹത്തിനെ വാങ്ങി ഡെയിലി പാല് കൊടുത്ത് വളർന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് അടിക്കുമോ, ആ കൂട്ടിൽ പോയി കിടക്കുക. അല്ലെങ്കിൽ പിന്നെ ചാപ്ലിനാണെന്നൊക്കെ നോക്കുമോ സിംഹം. അല്ലാതെ വേറെ ട്രിക്കില്ല. പുള്ളിയുടെ ട്രിക്സൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഈ ട്രിക്സുകളൊക്കെ ഇതേപോലെ അടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കിങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു ഷോട്ട് എങ്ങനെ എടുത്തെടുത്തെന്ന് ആലോചിക്കുമ്പോൾ കിട്ടുന്നതാണ്. അങ്ങനെ ട്രൈ ചെയ്യുന്ന ആളാണ് നമ്മുടെ കമലഹാസനും. ആളവന്താനിൻ്റെ ഒക്കെ കണ്ടിട്ടില്ലേ ആ 2 ക്യാരക്ടേഴ്സ്. പിന്നെ ഷൂട്ട് ചെയ്ത് അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആവുന്ന സമയത്ത് നമ്മൾ അങ്ങനെ പിന്നെ ആക്ടേഴ്സിൽ ആ സമയത്ത് അട്രാക്റ്റഡ് ആയിട്ടില്ല. പിന്നെ ഈ ടെക്നിക്കിലാണ് അട്രാക്ഷൻ. ഇതൊക്കെ ഇങ്ങനെയാണല്ലോ എടുക്കണേന്നുള്ള ആ ട്രിക്കിൽ. സിനിമാസ് ട്രിക്ക് എന്ന് പറയുന്നത് സിനിമയുടെ ഏറ്റവും വലിയ ട്രിക്ക് എന്ന് പറഞ്ഞാൽ വി ക്യാൻ ദ നെക്സ്റ്റ് ടേക്ക്, നന്നാക്കാൻ വേണ്ടി അടുത്ത ടേക്ക് പോവാം. അതാണ് സിനിമയുടെ ഏറ്റവും വലിയ ടെക്നിക്ക്. ഒറ്റ ടേക്കിൽ റെഡിയാക്കി വലിയ പ്രൈസൊന്നുമില്ല. ഫസ്റ്റ് ഷോട്ടിൽ ഫസ്റ്റ് ടേക്കിൽ നെക്സ്റ്റ് 2ാമത്തെ ഷോട്ടോ 2ാമത്തെ ടേക്കോ 3ാമത്തെ ടേക്കോ 4ാമത്തെ ടേക്കോ 5ാമത്തെ ടേക്കോ എത്ര ടേക്ക് വേണം പോകും. പക്ഷേ ബെസ്റ്റ് ആയിരിക്കും കിട്ടണത്. ആ ബെസ്റ്റ് ടേക്കുകൾ എടുത്ത് വെച്ചിട്ടുണ്ടാകണമെന്നാണ് സിനിമ. അതുകൊണ്ട് ഒരു ടേക്കിലൊന്നും ഓക്കെ ആക്കണമെന്നില്ല. ഓക്കെ ആവുകയാണെങ്കിൽ ഓക്കെ ആവാം, ഒരു നിർബന്ധമില്ല. അതിനുള്ളൊരു മത്സരമല്ല നടക്കുന്ന സിനിമയിൽ.
അപ്പോൾ ആ ടെക്നിക്കുകളൊക്കെയാണ് നമ്മൾ പിന്നെ കണ്ടത്. ആ ടെക്നിക്ക് ഞാൻ വരുന്ന സമയത്ത് വളരെ എന്താണ് എക്സാക്ട് ഷോട്ട് അത് മാത്രമേ എടുക്കുകയുള്ളൂ. കാരണം അന്ന് ഫിലിമിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഡ്യൂറേഷൻ വളരെ കുറവായിരിക്കും, 10 സെക്കൻഡോ 12 സെക്കൻഡോ ഒക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ. അപ്പോൾ എക്സാക്റ്റ് ഈ ആംഗിളിൽ നിന്ന് വേണ്ട ആ ഡയലോഗ്സ് മാത്രമേ എടുക്കുള്ളൂ. ഇന്ന് പക്ഷേ ഫിലിമിൽ നിന്ന് മാറി ഡിജിറ്റൽ ആയതുകൊണ്ട് ഈ ആംഗിളിൽ നിന്ന് ഫുൾ പ്ലേ എടുക്കും, ആ ആംഗിളിൽ നിന്ന് ഫുൾ പ്ലേ എടുക്കും. അതായത് 5 മിനിറ്റുള്ള പ്ലേകളായി, എന്നിട്ട് അതിനെ എഡിറ്റിംഗ് ടേബിളിൽ നിന്ന് കട്ട് ചെയ്തിട്ട്, അതാണ് കുറച്ചും കൂടി നാച്ചുറലായിട്ട് നമുക്ക് തോന്നുന്നത്. പ്രേം നസീറിനേക്കാൾ നാച്ചുറലായിട്ട് ഫഹദ് അഭിനയിക്കുന്നു എന്ന് പറയുന്നത് ടെക്നിക്ക് മാറുന്നതുകൊണ്ടാണ്. കാരണം അന്ന് സ്റ്റേജിങ് പോലെയല്ലേ ക്യാമറ നിൽക്കണത്, ഇങ്ങനെ വന്ന് അങ്ങനെ നിൽക്കും, ഒരു സൈഡിലേക്ക് മാത്രമേ കാണിച്ചിരുന്നുള്ളൂ. പിന്നീട് അത് 2 സൈഡും കാണിക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ചും കൂടി നാച്ചുറലായിട്ടുള്ള ആക്ടേഴ്സ് നമുക്ക് തോന്നി. നമ്മുടെ സോമനും സുകുമാരനൊക്കെ വന്നു. പിന്നീട് അത് കയ്യിലെടുത്ത് പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ ലാലേട്ടനും മമ്മൂക്കൊക്കെ വന്നു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നാച്ചുറലായിട്ട് ആക്ടേഴ്സാണെന്ന് തോന്നി. ഇപ്പോൾ അത് എങ്ങനെ കുറച്ച് ലെങ്തി ആയപ്പോൾ കുറച്ചും കൂടി നാച്ചുറലായി. അല്ല, ലെങ്തി ആയിട്ട് ഇപ്പോൾ നമ്മളെ തന്നെ കുറച്ച് നേരം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ആക്ടേഴ്സ് ആവും. അപ്പോൾ ഈ ടെക്നിക്കിൽ വരുന്ന ഈ വ്യത്യാസങ്ങളാണ് ആക്ടേഴ്സിൻ്റെ ആക്ടിങ്ങിൽ നാച്ചുറാലിറ്റി കൂടുതൽ. പക്ഷെ അന്നും നമ്മൾ നാച്ചുറലായിട്ട് അഭിനയിക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യൻ എന്ന് പറഞ്ഞൊരു ആക്ടറില്ലേ, അതുകൊണ്ടാണ് പുള്ളിനെ സ്റ്റാർ എന്ന ആക്ടറൊന്നും വിളിക്കില്ല, മാസ്റ്റർ എന്നോ വിളിക്കുള്ളൂ. പുള്ളി അന്നും അത്യാവശ്യം നാച്ചുറലായിട്ടാണ് നടയിട്ട് നമുക്ക് തോന്നുമെങ്കിൽ കൂടി അയാളുടെ ആക്ഷൻസും റിയാക്ഷൻസും ഡയലോഗ് ഡെലിവറി കുറച്ച് വളരെ നാച്ചുറൽ അന്നത്തെ ആക്ടേഴ്സിനെ സംബന്ധിച്ച് നോക്കും. ബാക്കി എല്ലാവരും കൂട്ടിലിട്ട് ചങ്ങലിട്ടിട്ട് ഞാനൊന്ന് പറയണ പോലത്തെ പരിപാടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രേം നസീറിനെ കാണിക്കുമ്പോൾ ഇങ്ങനെയല്ലേ പറയണം, അവർ ഈ ഫ്രെയിമൊന്നും മാറിയില്ലല്ലോ. ഈ ട്രിക്സ് ആൻഡ് ടെക്നിക്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ കൂടുതലും ഷൈൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ആക്ടേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, യു ട്രൈ ടു ബി ഇൻ ദാറ്റ് ക്യാരക്ടർ ത്രൂ ഔട്ട് ദ ഷൂട്ടിംഗ് പീരിയഡ്. ഇസ് ദാറ്റ് വൺ ഓഫ് യുവർ ടെക്നിക്സ്? കോൺഷ്യസ്ലി എടുത്ത ഒരു വേറെ ഒന്നും എനിക്ക് ചെയ്യാനില്ല അവിടെ, എനിക്ക് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ അതുമാത്രമാണ് ചെയ്യുന്നത്. പിന്നെ ആ കുറച്ച് സമയം നമുക്ക് കിട്ടുന്നുള്ളൂ ആ ക്യാരക്ടറായിട്ട് നിൽക്കാൻ. അപ്പോൾ നമ്മൾ ആ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഷൂട്ട് കഴിയുമ്പോഴും കട്ടിൻ്റെ സമയത്തൊന്നും അങ്ങനെ നമ്മൾ നിൽക്കില്ല. അത് അവർക്ക് തോന്നുന്നതാണ് പുറത്ത് നോക്കുമ്പോൾ. ഞാൻ വേറെ കാര്യങ്ങളും വേറെ സംഭവങ്ങളൊന്നും ഇടപെടില്ല എന്നത്രേ ഉള്ളൂ. നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ മാക്സിമം ഞാൻ ഒരു ആക്ടിങ്ങിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് നിൽക്കുമ്പോഴും നമ്മുടെ അതിന് മുന്നത്തെ മലയാള സിനിമയിൽ നോക്കുമ്പോഴും ഈ ആക്ടേഴ്സ് എപ്പോഴും സ്ക്രീനിൽ വരുന്നത് ഡയലോഗ് ഡെലിവറി, അത് കഴിഞ്ഞ് അവർ പോവും. ഈ ഡയലോഗ് പറയുക എന്നുള്ളതാണ് മെയിൻ അഭിനയം. അപ്പോൾ ഡയലോഗ് പറയാൻ പോവുക. അപ്പോൾ ഞാൻ ഭരതൻ്റെയും പത്മരാജൻ്റെയും പടങ്ങളിലും ശ്രദ്ധിച്ചപ്പോൾ ഏതൊരു ആക്ടറിനും വ്യത്യസ്തരാക്കുന്നത് അവരെന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടായിരിക്കും ഡയലോഗ് പറയണത്. മറ്റുള്ള പടങ്ങളിൽ ഡയലോഗ് പറയാൻ മാത്രമായിട്ട് വരിക, ഡയലോഗ് പറഞ്ഞ് പോവുക. എക്സാക്റ്റ് എന്താ കഥ നടക്കാൻ വേണ്ടിയിട്ട് ഡയലോഗ് പറയും പോവുക. അപ്പോൾ അതുകൊണ്ടാണ് മമ്മൂക്കയും മോഹൻലാലും മറ്റു ആക്ടേഴ്സൊക്കെ ഭരതൻ്റെയും പത്മരാജൻ്റെയും പടങ്ങളിലും കെ ജോർജിൻ്റെ പടങ്ങളിലൊക്കെ വ്യത്യസ്തരായി നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു പ്രൊഫഷൻ ഉണ്ടാവും, അവർക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും. ആ ചെയ്ത്ത് നമുക്ക് കാണാം, അതിൻ്റെ ഇടയിൽ അവർ ഡയലോഗ് പറയാം. അത് പിന്നീട് എനിക്ക് മനസ്സിലായി തുടങ്ങിയത് പുറത്തുള്ള ഇംഗ്ലീഷ് മൂവീസില്ലേ, അതായത് സൂപ്പർമാൻ, ടൈറ്റാനിക് പോലത്തെ പടങ്ങളല്ല, അതല്ലാതെയുള്ള നമ്മുടെ ജോക്കറൊക്കെ പോലത്തെ പടങ്ങൾ. അപ്പോൾ അവരൊരു സീനിൽ ഒരു ആക്ടറിന് എന്തെങ്കിലും ചെയ്യാനുണ്ടാവും, അതിൻ്റെ ഇടയിലാണ് അവർ ഈ ഡയലോഗ് പറയണത്. അപ്പോൾ ഞാൻ അഭിനയിക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് വെറുതെ നിന്നുകൊണ്ട് ഡയലോഗ് പറയില്ല, എന്തെങ്കിലും സാധനം കണ്ടുപിടിക്കും. അത് നമ്മുടെ ചുറ്റുമുള്ള ആംബിയൻസ് നമുക്ക് അവർ ഒരുക്കി തരുന്ന ആ കാലഘട്ടം അല്ലെങ്കിൽ ആ സ്ഥലം, അതിൻ്റെ പ്രത്യേകതകൾ കൊണ്ടൊക്കെ ഉണ്ടാവുന്ന സാധനങ്ങൾ എന്തെങ്കിലും എടുത്ത് കൈപിടിക്കുക. അങ്ങനെയാണ് കുറുപ്പിൽ ഈ തീപ്പെട്ടിയാണെങ്കിലും ബീഡിയാണെങ്കിലൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്നത്. കാരണം അതുകൊണ്ടാണ് അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ബാക്കി ആരും ഒന്നും ഉപയോഗിക്കുന്നില്ല. ആ കാലഘട്ടത്തിൽ എപ്പോഴും ആളുകളുടെ കയ്യിൽ ബീഡി ഉണ്ടാവും. ബീഡി വലിക്കുന്നവരാണെങ്കിൽ ഒരെണ്ണം കത്തി തീരുമ്പോഴേക്കും അടുത്തെടുക്കും. അപ്പോൾ ഈ 2 ആക്ടിവിറ്റീസും ഒരുപാട് ഹെൽപ്പ് ചെയ്യും ആ ക്യാരക്ടറിനെ ഡീറ്റെയിലിംഗ് ആയിട്ട് കൊണ്ടുവരുമ്പോഴേ. അപ്പോൾ അത് ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ ഒരു എല്ലാ പടങ്ങളിലും കിട്ടാവുന്ന സാധനം ആംബിയൻസിൽ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. വെറുതെ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട് പോലെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ അതെൻ്റെ വീടാണ്, എനിക്കറിയാം ഇവിടെ ഓരോ പ്രോപ്പർട്ടീസ് എന്താണ്, എന്തിനാണ്, എങ്ങനെയൊക്കെ എന്തൊക്കെ ടേബിളിൽ വരും. അത് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഡയറക്ടേഴ്സ് നമ്മളെ പഠിപ്പിക്കുന്ന പരിപാടികളാണ്. ഒരാളുടെ ബെഡിൽ എന്തൊക്കെ ഉണ്ടാവും, ഒരാളുടെ ടേബിളിൽ എന്തൊക്കെ ഉണ്ടാവും. വെറുതെ വന്ന് നിന്നിട്ട് ഇവിടെ നമ്മൾ ഡയലോഗ് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കാര്യമില്ല.
ആ പ്രോപ്പർട്ടീസ്, നമ്മുടെ ചുറ്റും ഇരിക്കുന്ന പ്രോപ്പർട്ടീസ്, നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഇതൊക്കെ ആക്ടറിൻ്റെ ആക്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതെപ്പോഴും ഉണ്ടാവണം. അപ്പോൾ അതൊക്കെ ഞാൻ ഷൂട്ടിങ് കണ്ടു നിന്നുകൊണ്ടും നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യാമല്ലോ, അവരത് ചെയ്യാതിരിക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ അവർ അത് ഉപയോഗിക്കാതിരിക്കുന്ന സമയത്ത് ഇതൊക്കെ അങ്ങനെ ഉപയോഗിക്കാമല്ലോ എന്നുള്ള ഐഡിയ ഒക്കെ ഉണ്ടാകുന്നത് ഷൂട്ടിങ് കണ്ടു നിന്ന സമയത്ത്. അതിന് നമ്മൾ ചെറുതായി ആദ്യത്തെ പടത്തിൽ തന്നെ നമുക്ക് ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന വരില്ല. കാരണം അപ്പോഴൊക്കെ നമ്മൾ ഡയറക്ടർമാർ പറയുന്നതും അല്ലെങ്കിൽ അവിടുത്തെ ക്യാമറമാൻ പറയുന്നതനുസരിച്ചൊക്കെ പെരുമാറണം. പിന്നീട് നമുക്ക് പറയാനായിട്ടൊരു അവസരം ടൈം വരുമല്ലോ, ആ സമയത്ത് നമ്മൾ പറയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇവർ സമ്മതിക്കില്ല അതിന്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് നമുക്കറിയാം എപ്പോഴാണ് വായ തുറക്കാൻ പാടുള്ളൂ. പെട്ടെന്ന് ഒരാൾ കയറി വന്ന് ലൊക്കേഷനിൽ എന്തെങ്കിലും പറഞ്ഞാൽ അയാൾ പിറ്റേ ദിവസം കാണില്ല പറഞ്ഞാൽ പിന്നെ അവനെ വിളിക്കില്ല. കാരണം അവിടെയുള്ളവരൊക്കെ കുറേ കാലമായി നിന്ന് അവർ സിനിമയുടെ വലിയ ആളുകളാണെന്ന് തോന്നിക്കുന്ന ആളുകളാണേ. പെട്ടെന്ന് ഒരാളെ അവർ അക്സെപ്റ്റ് ചെയ്യില്ല സിനിമയിൽ. അതൊരു സിനിമയുടെ ഒരു ഈഗോ പരിപാടികളാണ്. അപ്പോൾ നമ്മളെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആകുമ്പോൾ കമൽ സാറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ പറയും, നീ സംസാരിക്കാറായില്ല പറഞ്ഞിട്ട് 4-5 പടം കേട്ടെ സാറായിട്ട് സംസാരിക്കാതെ. അപ്പോൾ നമുക്ക് എവിടെ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങണം, എവിടെ ഇങ്ങനെ നിൽക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഹൈറാർക്കി പരിപാടികളൊക്കെ നമുക്കറിയാം. അത് പുതിയൊരു ആക്ടർ വരുമ്പോഴും ഉണ്ട്. അതിപ്പോൾ ആരെങ്കിലും പാരമ്പര്യത്തിൽ നിന്ന് വരുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കാം, പക്ഷേ എന്നാൽ കൂടി അവർക്ക് അതിന് ബുദ്ധിമുട്ടുകളുണ്ട്. മാക്സിമം റാഗ് ചെയ്യാൻ പറ്റുന്നിടത്തോളം റാഗ് ചെയ്യും. ഈ സ്വയം ഒരു ബോധ്യം വന്നത് എപ്പോഴാണ്? എനിക്കിപ്പോൾ ഏത് സിനിമ ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴാണ്, ഏതൊരു ഫേസൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു അഭിപ്രായം പറഞ്ഞു എൻ്റെ ഇൻപുട്ടിനോട് വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് അന്നേ റസൂലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ആക്ടറായിട്ടാണ് വിളിക്കുന്നത്. മറ്റേത് പുതിയ ഒരാൾ എന്നുള്ള രീതിയിലാണുള്ളൂ. പിന്നീട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറയും. നമ്മളെ മോൾഡ് ചെയ്യാൻ അധികം ശ്രമിക്കില്ല. ചില ഡയറക്ടേഴ്സ് മാത്രമേ മോൾഡ് ചെയ്യാൻ ശ്രമിക്കുള്ളൂ. പക്ഷെ നമ്മൾ ചില ആക്ടേഴ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾക്ക് ഓക്കെ എന്ന് തോന്നുന്നു, ഈസി ആയിട്ട് തോന്നുന്ന കുറേ സാധനങ്ങൾ അവർ വേണ്ട കട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ആകെ ലോക്കായി പോകും. അപ്പോൾ ഇതെന്താ ഞാനൊരു ആക്ടറല്ലേ, ഇയാളെന്ത് പറയുന്നത്, ഇയാൾക്ക് പോലെയാണ് അഭിനയിക്കുക, ഇയാൾ പറഞ്ഞ പോലെ തന്നെയാണ് അഭിനയിക്കേണ്ടത്, അങ്ങനത്തെ ഒരു ഈഗോ നമ്മുടെ ഉള്ളിൽ കയറും. അപ്പോൾ ഞാൻ ഭയങ്കര കോൺഫ്ലിക്റ്റാണ്. അപ്പം ഞാൻ പറയാം എന്താ ഇയാളിപ്പോൾ ചെയ്യണം, പറയണ പോലെ ചെയ്തേക്കാം. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ശരിയാണ്, ഡയറക്ടർ എന്താണ് പറയുന്നത് നമ്മൾ അനുസരിച്ചാൽ മതി. അങ്ങനെ വിഷനും അങ്ങനത്തെ ഐഡിയ ഇല്ലാത്ത ആൾക്കാരെ ആണെങ്കിൽ ഓക്കെ, അത് നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മൾ എല്ലാ പടത്തിലും ഒരേപോലെ ഇരിക്കും. ഈ ഡയറക്ടേഴ്സ് പറയുന്നത് പോലെ ചെയ്യുമ്പോൾ നമുക്കതിന് മോഹൻലാൽ ശ്രദ്ധിച്ചിട്ടില്ലേ, അവർ ഭരതൻ്റെ പടത്തിൽ അഭിനയിക്കും ഭരതൻ്റെ പടവും, ഷാജി കൈലാസിൻ്റെ പടം അഭിനയിക്കും ഷാജി കൈലാസിൻ്റെ പടവും, റാഫി മക്കാട്ടിൻ്റെ പടം അഭിനയിക്കും റാഫി മക്കാട്ടിൻ്റെ പടം. ദിലീപേണ്ണ നോക്കിക്കോ, ആരുടെ പടം അഭിനയിച്ചാൽ ദിലീപേണ്ണൻ്റെ പടമാണ് അല്ലേ, ജോയ് സാറിൻ്റെ പടമാണെങ്കിലും അല്ലേ, അങ്ങനത്തെ ആക്ടേഴ്സ് ഉണ്ട്. അവർ ആരുടെ പടത്തിൽ അഭിനയിച്ചാൽ അവരുടെ പടമാവുള്ളൂ. പക്ഷേ മമ്മൂക്കാടി മോഹൻലാൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ അഭിനയിക്കുന്ന പടങ്ങൾ അവരുടെ ഡയറക്ടേഴ്സിൻ്റെ പടം പോലെ ഇരിക്കും. റഹ്മാൻ്റെ കൂടെ ഉണ്ട ചെയ്യണ സമയത്താണ് ഞാൻ മനസ്സിലായത് ബഹുമാൻ എന്ന് പറഞ്ഞാൽ 27 വയസ്സായി. മമ്മൂക്കാണെങ്കിൽ 10, 50, 60, 67 വയസ്സാണ്. റഹ്മാൻ പറയുന്നതനുസരിച്ച് ചെയ്യണമെന്ന് ഞാൻ അതിശയിച്ചു പോയി. അതായത് ഒരു കൊച്ച് നിന്ന് അനുസരിക്കുന്നത് പോലെ പുള്ളി പറയും പുള്ളിയുടെ അഭിപ്രായങ്ങൾ, അത് വേണ്ട നമുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നിനക്ക് വേണമെങ്കിൽ വേണ്ട അതുകൊണ്ട് അതേപോലെ വേണ്ടി ചെയ്യും. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് അവർ നല്ല ഡയറക്ടർ പറയുന്നത് അവരനുസരിക്കും കറക്റ്റായിട്ട്. ആക്ടർ ഷുഡ് ഒബേ എന്ന് പറയും. നല്ല അനുസരണശീലവും ക്ഷമയുള്ള ഒരു കുട്ടിയായിരിക്കണം, എന്നാലാണ് അവൻ്റെ ക്യാരക്ടേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കുള്ളൂ. അല്ലെങ്കിൽ അവൻ ചെയ്യുന്നത് എപ്പോഴും ഒരേപോലെ ആയിരിക്കും. ഇത് എല്ലാവർക്കും കുറച്ച് കഴിയുമ്പോൾ അവരുടെ ഉള്ളിലെ ഞാൻ ഒരു ആക്ടറാണോ ഞാൻ ചെയ്യുന്നത് കറക്റ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് ബ്രേക്ക് ചെയ്യാൻ പാടാം. പുതിയൊരു ഡയറക്ടറെ അടുത്ത് വന്നു ആ ഡയറക്ടർ പറയുമ്പോഴേ, അപ്പം മമ്മൂക്കി മോഹൻലാലായിരിക്കും അത് ഏറ്റവും കൂടുതൽ അനുസരണയുള്ള ആൾക്കാർ, ഡയറക്ടറിനനുസരിച്ച് പെർഫോം ചെയ്യുന്നതും അല്ലെങ്കിൽ ആ ഡയറക്ടർക്ക് വേണ്ടത് കൊടുക്കണതും, ഒരു പ്രശ്നം ഉണ്ടാക്കാതെ. പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരിക്കും അവർ, പക്ഷേ അവർ ഡയറക്ടർക്ക് അനുസരിച്ച് എത്ര പ്രായം കുറഞ്ഞ ആളാണെങ്കിലും നമുക്ക് അനുസരിക്കാമല്ലോ. അത് മമ്മൂക്ക് അനുസരിക്കേണ്ട കാര്യമില്ല. 27 വയസ്സായി പറയുമ്പോൾ നമുക്ക് നാഷണൽ അവാർഡ് എത്ര വാങ്ങി അങ്ങനെയല്ലേ വിചാരിക്കുന്നത് നമ്മൾ. അത് പലപ്പോഴും നമുക്ക് പറ്റില്ല. പക്ഷേ നമ്മൾ തന്നെ ബ്രേക്ക് ചെയ്തിട്ട് നമുക്കൊരു സാധനം ചെയ്യാൻ ഈസി ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മളതിനെ ബ്രേക്ക് ചെയ്ത് നമ്മൾ തന്നെ ബ്രേക്ക് ചെയ്യണം. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ബ്രേക്ക് ചെയ്യാൻ വരുമ്പോൾ നിന്ന് കൊടുക്കുകയും വേണം, അവർ ബ്രേക്ക് ചെയ്തിട്ട് പോയിക്കോളും. കുറച്ച് ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും പടം വരുമ്പോൾ
ആക്ടറാണല്ലോ മികച്ചതാവണത്. അപ്പോൾ ഡയറക്ടർ മറക്കുമല്ലോ നമ്മൾ. അങ്ങനെയൊക്കെ മനസ്സിനെ ആശ്വസിപ്പിച്ചിട്ടാണ് നമ്മൾ നിൽക്കുക. കാരണം ഭയങ്കര പ്രശ്നമാണ് വേറൊരാളെ അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഈ മോഹൻലാലിനെ അഡ്മിറേഷൻ ഇപ്പോഴത്തെ കണ്ടംപററി ആക്ടേഴ്സിനോട് അതുപോലത്തെ ഒരു അഡ്മിറേഷൻ തോന്നിയിട്ടുണ്ട്? എങ്ങനെ ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ ആക്ടേഴ്സ്, ന്യൂ ക്രോപ്പ് ഓഫ് ആക്ടേഴ്സ് വന്നിട്ടുണ്ട് ഇപ്പോൾ മലയാളത്തിൽ. മമ്മൂട്ടി മോഹൻലാലുണ്ട്, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ വേറെ ആൾക്കാർ സർവേ ചെയ്യുന്നുണ്ട്. സോ അവരോട് അതുപോലത്തെ ഇല്ല, ഈ നമ്മുടെ പ്രായത്തിലുള്ളവർ നമ്മൾ എന്തായാലും ആരാധിക്കില്ല. ജീസസ് ക്രൈസ്റ്റ് മരിച്ചതിന് നമ്മളല്ലേ ആരാധിക്കണം. ആ കാലഘട്ടത്തിൽ ആരും ആരാധിക്കില്ല. അല്ല, നമ്മൾക്ക് ഫഹദിന്റെ ശൈലി രണ്ടാമത് വന്നപ്പോൾ നമ്മൾക്ക് ഫഹദിനെ പോലെ നിന്ന് പെർഫോം ചെയ്യുന്ന പോലെ നമുക്ക് തോന്നി. മികച്ചതല്ല, ഒരാൾ അയാളുടെ പോലെയാണ് പെർഫോം ചെയ്യേണ്ടത്. അയാളുടെ ദേഷ്യമാണ് നമുക്ക് കണ്ടത്, അയാളുടെ ചിരിയാണ്, അയാളുടെ റൊമാൻസാണ് നമുക്ക് കണ്ടത്. അത് കണ്ടത് ഫഹദിലാണ്. അതിന് മുന്നേയുള്ള ആക്ടേഴ്സിലൊക്കെ നമ്മൾ മമ്മൂക്കയുടെയും മോഹൻലാലിനെയൊക്കെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയൊരു ആക്ടർ ഉണ്ടായിട്ടില്ലല്ലോ ഫഹദ് വരുന്നത് പോലെ. അത് വന്നപ്പോഴാണ് പുതിയൊരു ആക്ടർ ഉണ്ടായത്. മമ്മൂക്കാനും മോഹൻലാലിനും ബെസ്റ്റ് അല്ല ഞാൻ പറയണം, നെക്സ്റ്റ് ആക്ടർ ഉണ്ടാവണം. ഞാൻ പറയും പ്രേംനസീർ കഴിഞ്ഞിട്ട് സോമൻ സുകുമാരൻ, അത് കഴിഞ്ഞ് ഇപ്പം രതീഷ്, മമ്മൂക്ക, മോഹൻലാൽ എന്ന് പറയുന്ന ആളുകളൊക്കെ അങ്ങനെയല്ല ഉണ്ടായത്. അതിനുശേഷം സ്റ്റാർസ് ഉണ്ടാവുന്നുണ്ട്, നായകന്മാരുണ്ടാവുന്നുണ്ട്. പക്ഷെ ഒരു ആക്ടർ ഉണ്ടായത് ഫഹദ് എന്ന് പറയുന്ന ഒരു ആക്ടർ വന്നപ്പോഴാണ്. ഫഹദിന് ഉള്ള കുറച്ച് റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ പോലെ എല്ലാ ക്യാരക്ടറും ചെയ്യാൻ പറ്റില്ല. കുറച്ച് ഡാൻസും പരിപാടികളും കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് ഇൻറ്റൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ത്രില്ലർ സ്വഭാവങ്ങളുള്ള പരിപാടികളല്ലേ പുള്ളി പിടിക്കുള്ളൂ. ഹ്യൂമറായിട്ടുള്ള പരിപാടികൾ ഈസി ആവുന്നില്ല. മമ്മൂക്കയ്ക്കും ഉണ്ടായിരുന്നു കുറച്ച് റെഗുലേഷൻസ്. അങ്ങനെ മോഹൻലാലിൻ്റെ പോലെ എല്ലാ ക്യാരക്ടറും ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ കൂടി ഫഹദിൻ്റെ സ്റ്റൈലിലാണ് രണ്ടാമത് വന്ന സമയത്ത്. ആദ്യം കൈത്തും ദൂരത്തിൽ തനി കുഞ്ചാക്കോപ്പൻ തന്നെ അല്ലേ, അത് ഫഹദിൻ്റെ സ്റ്റൈലല്ലേ. അത് നമുക്ക് അറിയാവുന്നത് അനിയത്തിപ്രാവ് പോലെ തന്നെ ഒരു പടം പോലെ എന്ന് പറഞ്ഞാൽ കഥയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതിലെ മെയിൻ ലീഡ് ചെയ്യണത് അനിയത്തിപ്രാവിലെ പോലെ തന്നെ. അപ്പോൾ പുള്ളിയുടേതായിട്ടുള്ള സ്റ്റൈൽ കണ്ടിട്ടില്ല. ചാപ്പാക്കുരിശിലും ഒക്കെ നമുക്ക് ഫഹദിൻ്റെ സ്റ്റൈൽ കാണാം. അതുകൊണ്ട് അത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. പിന്നെ നമ്മൾ അങ്ങനെ മികച്ചതായിട്ട് ആരും പറയില്ല, നമുക്ക് അസൂയൊക്കെ ഉണ്ടല്ലോ കുറച്ച് നമ്മുടെ. ഈ മലയാള സിനിമ ഇപ്പോൾ കൺട്രോൾഡ് ചെറിയ ചെറിയ ഗാങ്സ് ഗ്രൂപ്പ്സ് പോലെ ഈ പുറത്തുള്ള ആളുകൾക്ക് തിയറി പറ്റാൻ വളരെ ബുദ്ധിമുട്ട്. അങ്ങനെ അതൊരു പണ്ടും ഗ്യാങ്ങുകളുണ്ടായിരുന്നു. അത് പക്ഷെ പ്രൊഡക്ഷൻ ആയിരുന്നു. ഉദയ, നവോദയ അതായിരുന്നല്ലോ പ്രൊഡക്ഷൻ ഹൗസുകളായിരുന്നു പണ്ട്. അതും ഗ്യാങ്ങുകളായിരുന്നു. അപ്പോൾ ഒരാൾ ഉദയയിൽ അഭിനയിക്കുന്ന ആൾ മറ്റോടത്ത് പോകില്ല, ഇവിടെ പോകുന്ന ആൾ അങ്ങോട്ട് പോകില്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇവനെ പിന്നെ ഇങ്ങോട്ട് വിളിക്കില്ല. മനസ്സിലായ? അതെല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഹൗസുകളുടെ ഗ്യാങ്ങുകൾ കുഴപ്പമുണ്ടായിരുന്നില്ല സിനിമയ്ക്ക്. പക്ഷേ ഇപ്പോൾ ഡയറക്ടറും ആക്ടറും കൂടിയിട്ടുള്ള ഗ്യാങ്ങുകൾ സിനിമയെ അത്രയ്ക്ക് അങ്ങോട്ട് ഹെൽത്തി അല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്ത് പോകേണ്ട ആളുകൾ ഈ കണക്കും കൂടി തല കയറ്റി കഴിഞ്ഞാൽ ക്രിയേറ്റീവായിട്ടുള്ള സാധനത്തിന് ലോസ് സംഭവിക്കും. അവരെല്ലാ ഷോട്ട് എടുക്കുമ്പോഴും അഡ്ജസ്റ്റ് ചെയ്യാൻ അവരുടെ മനസ്സ് റെഡിയാണ്. അതില്ലെങ്കിൽ കുഴപ്പമില്ലാത്ത മതി, അവരെന്നെയാണ് പ്രൊഡക്ഷൻ. മനസ്സിലായോ? മറ്റത് പ്രൊഡ്യൂസേഴ്സ് ക്രൂവിനും അല്ലെങ്കിൽ ആക്ടറിനൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരതൊന്നും ആലോചിക്കേണ്ട, കാശ് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത് മറ്റോ കഷ്ടപ്പെട്ടിട്ട് ആലോചിച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഇവർ കാശ് കൊടുക്കുന്ന കാരണം ഇവർ ആലോചിക്കുമ്പോൾ തന്നെ എന്നാൽ ആ സ്ഥലം വേണ്ട, നമുക്ക് ഇവിടെ പിടിക്കാം. മനസ്സിലായോ? ഇവർ തന്നെ പ്രൊഡക്ഷൻ ആകുമ്പോൾ അവർ നിയന്ത്രിക്കാൻ തുടങ്ങും. അവരുടെ ഇമാജിനേഷൻ ഇല്ലാതെ ആയി തുടങ്ങും. അപ്പോൾ അവർ വീടിൻ്റെ അടുത്ത് പറമ്പിലൊക്കെ ഇട്ട് ഷൂട്ട് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കഥകളിലേക്ക് വരും. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് വന്നാൽ മാത്രമേ ഇൻഡസ്ട്രിക്ക് ഗുണമുള്ളൂ. അതായത് ടെക്നീഷ്യൻസും ആക്ടേഴ്സും അല്ലാത്ത പ്രൊഡ്യൂസേഴ്സ് ഞാൻ പറഞ്ഞു. മനസ്സിലായ? ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പടം പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്നവർ ഈ ടെക്നീഷ്യൻസും ആക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ആവുന്ന സമയത്ത് ഈ സിനിമ വളരില്ല. ഇത് അവിടെ തന്നെ ഇങ്ങനെ ഇറങ്ങി കളിക്കുകയുള്ളൂ. മുന്നോട്ട് പോകാൻ പാടായിരിക്കും. കാരണം അവരുടെ പരിമിതിയിൽ എന്നാൽ അവരുടെ വീട്ടിലെ ക്ലാസ് എടുത്ത് വെച്ച് അവരുടെ അറിയുന്ന ആളെ വിളിച്ച് മനസ്സിലായ
അവർക്ക് കിട്ടാവുന്ന ലൊക്കേഷൻ പിടിച്ച് പടം നന്നായാലും അതിന് വളർച്ച അധികം ഉണ്ടാവില്ല. പിന്നെ ഒന്നാമത് തന്നെ അവരുടെ ഇമാജിനേഷനിൽ കുരുക്ക് വീഴും. അതാണ് ഇമാജിനേഷനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. അത് ഒരു ടെക്നീഷ്യൻ എന്ന ഡയറക്ടറിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇമാജിനേഷൻ. ലിമിറ്റേഷൻസ് ഉണ്ടാവാൻ പാടില്ല. അതിന് പ്രൊഡ്യൂസർ ആവുന്ന സമയത്ത് ഇവിടെയൊക്കെ ലിമിറ്റേഷൻസ് വരും എല്ലാത്തിലും. അപ്പോൾ ഇവരുടെ ഗാങ്ങുകളും മാത്രമായിട്ട് ഒതുങ്ങി പുറത്തുനിന്ന് ആരും വരില്ല. പിന്നീട് അല്ലാതെ ഇവർ മനഃപൂർവ്വം വിളിക്കാതിരിക്കുന്നതല്ല, ഇവർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കണതാണ്. ബഡ്ജറ്റിൻ്റെ ആരും പ്രൊഡ്യൂസറല്ല നോക്കേണ്ടത്. പക്ഷേ ഇവരെന്നെ പ്രൊഡ്യൂസർ ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അതാണ് സംഭവിക്കുക. പിന്നെ വേറൊരു പ്രൊഡ്യൂസർക്കും പുറത്തേക്ക് നിന്ന് വരാൻ പറ്റില്ല. കാരണം ഇവരാലോചിക്കുമ്പോൾ ഒരു ആക്ടറിന് 2-3 കോടി കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ഡയറക്ടറും കൂടി അവരെ കൂടിച്ചേർന്നാൽ പുറത്തുനിന്നൊരു പ്രൊഡ്യൂസർ വരേണ്ട കാര്യമില്ലല്ലോ. അവരുടെ സാലറി അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പടം തുടങ്ങിയാൽ മതി, പുറത്തുനിന്ന് ഫണ്ട് വരും. ഇവരിൽ കാശുണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ അപ്പോൾ പടം വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും പടം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കാശ് കൂടുതൽ കിട്ടും ഒരു 2 പേർക്കും. മനസ്സിലായ? പടവും നന്നാവണമെന്നില്ല. നമ്മുടെ കൊറോണ സമയത്ത് എത്ര പടങ്ങൾ വിറ്റെന്ന് അറിയോ? 8 കോടിക്ക് ഉണ്ടാകുന്ന പടം 30 കോടിക്ക് വിറ്റിട്ടില്ല ആൾക്കാർ. 2 താരങ്ങളും ഡയറക്ടറൊക്കെ കൂടിയിട്ട് ചെറിയ ചെറിയ പടങ്ങൾ ബിസിനസ് തുടങ്ങും. അവർക്ക് ബിസിനസ്സുള്ള കാരണം ക്വാളിറ്റി ഉണ്ടാവും. പടത്തിൽ ക്വാളിറ്റി ഉണ്ട്. ചിലപ്പോൾ ക്വാളിറ്റി ഉണ്ടാവും, ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ കഴിയുന്ന മറ്റേ പൊന്മുട്ടനും താറാവനും കൊള്ളുന്ന പോലത്തെ പരിപാടിയാണ്. ഈ കോവിഡ് വന്നത് ആ സമയത്തുണ്ടായിരുന്ന സിനിമകൾ മലയാളത്തിന്റെ ഒരു സ്റ്റാൻഡേർഡ് കുറക്കാൻ കാരണമാണ്. മലയാളത്തിൻ്റെ സ്റ്റാൻഡേർഡ് കുറച്ചൊന്നും ഞാൻ പറയില്ല. പക്ഷേ മലയാളത്തിൽ മാത്രമേ പടം ഇറങ്ങിയിട്ടുള്ളൂ ലോകത്ത്. ഒരു ഇൻഡസ്ട്രി മുന്നോട്ട് പോകണമെങ്കിൽ ആ ഇൻഡസ്ട്രിയിലുള്ളവർക്കും അതുമായി ബന്ധപ്പെട്ടവർക്കും എല്ലാവർക്കും അവർക്ക് വേണ്ട ഒരു സിനിമ ചുറ്റിപ്പറ്റിയിട്ട് എല്ലാം ഇവിടുത്തെ എല്ലാ ചാനലുകളും ജീവിക്കുന്നത്. അവർക്ക് എവിടെ നിന്ന് ഈ മെറ്റീരിയൽസൊക്കെ കിട്ടണം. ഇപ്പോൾ ഒരു വാർത്താ ചാനലെടുത്താലും എന്തെങ്കിലും സിനിമയുടെ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നില്ലേ? മ്യൂസിക്കായിട്ടാണെങ്കിലും കോമഡി സീനുകളായിട്ടാണ്, സൂര്യയുടെ ഏവിയേഷനായിട്ട് എല്ലാത്തിലും കൂടുതലും യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്താ? സിനിമയല്ലേ? കോമഡി ഷോ, പാട്ട്, സിനിമ. പണ്ട് ഏഷ്യാനെറ്റ് എന്നെക്കാളും താഴെയാണ്. 91-92 ഏഷ്യാനെറ്റ് തുടങ്ങുന്ന സമയത്ത് പകലൊരു സിനിമ കാണിക്കും, പിന്നെ പാട്ട്, പിന്നെ പിറ്റേ ദിവസം രാവിലെ ആ പടം തന്നെ വീണ്ടും കാണിക്കും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക്. പിന്നെ അപ്പോൾ ഒരു പടം വെച്ചിട്ട് 2 ദിവസം കാണിക്കും. പിന്നെ ബാക്കിയുള്ള സമയത്ത് ചലച്ചിത്ര ഗാനങ്ങൾ. അങ്ങനെ പിന്നെ വേറെ ചെറിയ പരിപാടികളായിട്ട് തുടങ്ങും. എന്നാലും സൂര്യ TV തുടങ്ങുമ്പോഴും സൂര്യ മ്യൂസിക്, സിനിമ പാട്ടുകൾ, പിന്നെ സിനിമ, ഇതല്ലേ? പിന്നെ കോമഡി രംഗങ്ങൾ, ആ രംഗങ്ങൾ, ഈ രംഗങ്ങൾ. സിനിമയായിട്ട് നിന്ന് പോയി കഴിഞ്ഞ് മെറ്റീരിയൽസൊക്കെ ഇവിടെ നിന്നുണ്ടാകും. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും എല്ലാ സിനിമയുടെ മെറ്റീരിയൽസാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. സിനിമയുടെ ഇൻഡസ്ട്രി വഴി നിൽക്കുന്ന മാധ്യമ പ്രവർത്തനങ്ങളും ഓൺലൈൻ പ്രവർത്തനങ്ങളും പരസ്യം, പ്രചാരണം, അല്ലെങ്കിൽ ആപ്പുകളും ഒക്കെ സിനിമയുടെ മെറ്റീരിയൽസ് കൊണ്ടാണ് നടക്കുന്നത്. ഇവരൊക്കെ തിരിഞ്ഞിട്ട് സിനിമയെ നശിപ്പിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഇരിക്കും മുമ്പ് പെട്ടെന്ന് പോലെ ഇരിക്കും. സിനിമ എന്ന് പറഞ്ഞ ഒരു മീഡിയ വെച്ചിട്ടാണ് കൂടുതൽ മെറ്റീരിയൽസ് കിട്ടുന്നവർക്ക്. അല്ലെങ്കിൽ ഈ ചാനലൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്ന ആലോചിച്ചിട്ടുണ്ടാകും. നിങ്ങൾക്ക് ചാനലിലല്ലോ, നിങ്ങൾക്ക് അറിയണ്ടല്ലോ. തിയേറ്ററിൽ ആള് കയറുന്ന സിനിമകളുണ്ടാകും. തിയേറ്ററിൽ ആൾ കയറുന്ന സിനിമ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഈ ചുറ്റുഭാഗത്തുള്ള എല്ലാവരും ഒരു വാഴ നശിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റുപാട് എല്ലാവർക്കും വളം തന്നെയല്ലേ അല്ലേ? ഇതൊക്കെ നിലനിൽക്കുന്നത് ഇതുള്ളതുകൊണ്ടല്ലേ? സിനിമയുള്ളതുകൊണ്ടാണ്, സിനിമയുടെ മെറ്റീരിയൽസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ വിജയിക്കുന്ന പടത്തിൻ്റെ മെറ്റീരിയൽസ് മാത്രം എടുക്കുകയാണെങ്കിൽ എത്ര കാലം ഓടും? നമ്മൾ വിജയിക്കാത്ത എത്ര പടങ്ങൾ വീണ്ടും വീണ്ടും കാണിക്കുന്നുണ്ട്. ഈ വെട്ടൊക്കെ വിജയിച്ച പടമാണ്, എല്ലാ ദിവസവും കാണും TV-യിൽ അല്ലേ? പിന്നെ നമ്മൾ പറയില്ല മറ്റേ മോഹൻലാലിൻ്റെ പ്രിയദർശൻ പടം അന്ന് ഭയങ്കര ഫ്ലോപ്പായിരുന്നു. അത് 2 നായി വേറെ ഇട്ട് വേണം, അന്തിപ്പൊൻവെട്ടം, വന്ദനം. അതിപ്പോഴും ഉണ്ട്. ഇതൊക്കെ മെറ്റീരിയൽസ് ഇതൊക്കെ വിറ്റുകൊണ്ടിരിക്കുകയല്ലേ ഡെയിലി. ഇപ്പോൾ ഡൊമാഷ് ആണെങ്കിലും എല്ലാ ആപ്പുകളിലും അധികവും ഇത് തന്നെയല്ലേ? മ്യൂസിക്, പാട്ട് അത് ആ രീതിയിൽ, ഡയലോഗ്സ് ആ രീതിയിൽ, രംഗങ്ങൾ ഈ രീതിയിൽ. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ഉണ്ടാകുന്ന ഒരാൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന സിനിമയുടെ സാധനം വെച്ചിട്ടാണ്. പക്ഷെ അയാൾക്കത് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിലും അയാൾ അതിന് എഴുതി വാങ്ങിയവരൊക്കെ അനുഭവിക്കുന്നുണ്ടത്, ഡിജിറ്റൽ റേറ്റ് ആയിട്ടും അല്ലെങ്കിൽ സാറ്റലൈറ്റ് റേറ്റ് ആയിട്ടും. അപ്പോൾ എല്ലാ ചാനലുകളും നിലനിൽക്കുന്നതിന് കൂടുതൽ മെറ്റീരിയൽ. പിന്നെ വാർത്ത മാത്രമല്ല പ്രത്യേകത ഉള്ളൂ അല്ലേ? പണ്ട് 1/2 മണിക്കൂറുണ്ടായിരുന്ന വാർത്ത അല്ലേ 24 മണിക്കൂർ കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ വാർത്തയാണ്. ഇതൊക്കെ നടക്കണം നമ്മുടെ നാട്ടിൽ.
പണ്ട് അരമണിക്കൂർ ദൂരദർശനിൽ കാണിച്ചിരുന്ന വാർത്ത ഒരു മ്യൂസിക് ഇടാതെ. ഇനിയിപ്പോൾ എന്ത് വലിയ ബോംബ് സ്ഫോടനമാണ്, 250 പേര് മരിച്ചു പറയുള്ളൂ. 250 പേര് മരിച്ചു പോയി അങ്ങനെ പറഞ്ഞ് ആൾക്കാരെ ടെൻഷൻ കയറ്റി ഇതന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാണിക്കും. എന്ത് അച്ഛൻ മോളെ പീഡിപ്പിച്ചു എന്നാണ്. അപ്പോൾ അടുത്തിരിക്കുന്ന മോളും അച്ഛനും അമ്മയും നോക്കും. പറയാൻ പാടില്ല, അത് പറയാൻ പാടില്ല. എന്നിട്ട് അരമണിക്കൂർ അവർ നല്ല വാർത്ത കൊണ്ട് കാണിക്കും. കണ്ടിട്ടില്ലേ? അപ്പോൾ മോശം വാർത്തയൊന്നും ഇല്ലല്ലോ ബാക്കിയൊക്കെ, അവരെന്നെ സമ്മതിക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ സിനിമയുടെ മെറ്റീരിയൽസ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ സിനിമ ഒരാൾ ഉണ്ടാക്കുമ്പോൾ അത് മെറ്റീരിയലായിട്ട് വേറെ കുറേ പേര് യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് പേര്, പ്രൊമോഷൻ്റെ പേരായാലും ചാനലുകളുടെ പേരാണെങ്കിലും എന്താണെങ്കിലും. ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും കേസിൽ പെട്ട് കഴിഞ്ഞാൽ അത് നല്ല അവർക്ക് വാർത്തയില്ലേ. ഇപ്പോൾ അങ്ങനെ ആൾക്കാർ വേണമെങ്കിൽ ആക്ടേഴ്സ് ഉണ്ടാവണ്ടേ. എല്ലാ സാധാരണക്കാരനെ പിടിച്ചു പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആൾക്കാരെ അറിയുന്ന ആൾക്കാരെ പിടിച്ചു അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്തു എന്ന് പറയുമ്പോഴല്ലേ വായിക്കാനുള്ളൂ അല്ലേ? അല്ലെങ്കിൽ 7 ഗ്രാം കൊക്കൈൻ ഞാൻ പിടിച്ചു, ഓക്കെ, അവിടെ കിലോ കണക്കിന് സാധനം പിടിച്ചിട്ട് ജയിലിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. ഏത് കയറാനും കൊക്കൈനും അവരൊന്നും പറഞ്ഞാൽ കണ്ടിട്ടും കൂടി ഇല്ല. 7 ഗ്രാം കൊക്കൈൻ വാങ്ങിയാൽ കൊള്ളക്കടത്ത് തരാം, ഞാൻ വലിയ അധോലോകം വാങ്ങിയ. അപ്പോൾ അത് ടൺ കണക്കിന് സാധനം കൊണ്ടുവരുന്നുണ്ട്. ഷൈൻ പറയുന്ന കുറെ കാര്യങ്ങൾ കോൺട്രവേഴ്സി ആവാറുണ്ട്, കുറെ കാര്യങ്ങൾ. അപ്പൊ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഒരു മനസ്സിൽ തോന്നിയത് സത്യസന്ധമായിട്ട് പറയുന്ന ഒരാളാണെന്നാണ്. ഇത് ഈ സത്യം പറയുന്നത് സൊസൈറ്റിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല അല്ലല്ലോ. അപ്പൊ ഷൈന് തോന്നിയിട്ടുണ്ട് എന്നെ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ മിസ്അണ്ടർസ്റ്റുഡ് ഒരു മനുഷ്യനാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇല്ല, നമുക്ക് മുന്നിലുള്ള എല്ലാവരെയും കൊന്നിട്ടില്ലേ? ഗാന്ധിനെ കൊന്നില്ലേ? ആ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യം നേടി കൊന്നു. ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരാൾ സ്വാതന്ത്ര്യം നേടി കൊടുക്കുന്നു, അയാൾ ആ രാജ്യക്കാരനെ കൊല്ലുന്നു. എനിക്ക് ദുഃഖിക്കേണ്ട ആരുണ്ടാ? എന്താ? ഒരാൾ ഒരു രാജ്യത്തിന് ജനങ്ങൾക്ക് വേണ്ടി വരുന്നു, അയാൾ ആ ജനങ്ങളാൽ വധിക്കപ്പെടുന്നു കുരിശിൽ. എനിക്ക് ദുഃഖിക്കേണ്ട ആരുണ്ടാ? അങ്ങനെ ആരെടുത്തു? നബിയുടെ കാര്യം എടുത്തവർ ആ രാജ്യത്തെ ആൾക്കാർക്ക് വേണ്ടി ബാധിച്ചു, ആ നാടുകാർ നാട് നിർത്തിയില്ലേ? എനിക്ക് ദുഃഖിക്കേണ്ട കാര്യമുണ്ടാ? എന്താ? അങ്ങനെ നമ്മുടെ നാട് നന്നാക്കാനും അല്ലെങ്കിൽ ഈ നാടിന് വേണ്ടി പ്രവർത്തിച്ചവരെല്ലാവരെയും കൊന്നിട്ടുണ്ട് ഇല്ലേ? എന്നിട്ട് എന്താ ചെയ്യുക? ആ കൊന്നവർ അയാളുടെ ഫോട്ടോ എടുത്ത് വെച്ച് മാലയിടും. എന്താ പരിപാടി തുറന്നു? അതല്ലേ ക്രിസ്തുവിനെ കൊന്നവരാ? ഇന്ത്യക്കാരല്ലല്ലോ, ക്രിസ്തു ജനിച്ച് നടത്ത ആൾക്കാർ അവിടെ ഭരിക്കുന്നവരല്ലേ? ക്രിസ്തു ദൈവപുത്രനാണെന്ന് പറയുന്ന ലോകം രക്ഷിക്കാൻ വരുന്നു. ലോകം രക്ഷിക്കാൻ വന്നിട്ട് പുള്ളി അവിടെ വന്നിട്ട് എന്ത് ചെയ്യണം? ആ നാട്ടിലുള്ള ആൾക്കാരോട് പറയുന്നു, നിങ്ങൾ ദൈവത്തിനെ ഡയറക്റ്റ്ലി വിളിക്കൂ, അതിൻ്റെ ഇടയിൽ ആർക്കും കാശും കൊടുക്കണ്ട, ഇതും അടയ്ക്കേണ്ടെന്ന്. ആ കാശ് കൊടുക്കണ്ടെന്ന് പറയുന്ന സമയങ്ങളിൽ കാശ് വാങ്ങുന്ന ആൾക്കാർക്ക് പേടിക്കാമല്ലോ, കാരണം അവർക്കിവിടെ വരുമാനം നിൽക്കില്ലേ? അപ്പോൾ അവരെന്ത് ചെയ്യും? അവരെ അങ്ങോട്ട് കൊല്ലും അയാളെ ഇല്ലേ? അല്ലാതെ വേറെ നിവൃത്തിയില്ല.